വെൽക്കം ശ്രീലക്ഷ്മി ശ്രീഹരി. ഓഡിബിൾ അല്ലേ? കാണാമല്ലോ അല്ലേ? കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യാമല്ലോ. ശരി, നമ്മുടെ സിവിക്സിൽ ഒരു സിവിക്സിൻ്റെ അകത്ത് ഒരു ഹോട്ട് ടോപ്പിക്കാണെന്ത്? കേരള ലോകായുക്ത. അതിനൊപ്പം ലോക്പാൽ ആൻഡ് ലോകായുക്ത എന്നാണ് ടോപ്പിക്കിൻ്റെ പേര്. പക്ഷേ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സബ് ടോപ്പിക്ക് ഇൻ ടേംസ് ഓഫ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, അത് പി എസ് സിയുടെ ഒരു പൂൾ ഓഫ് ക്വസ്റ്റ്യൻസ് മൊത്തത്തിലെടുത്താലും കേരള ലോകായുക്ത സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ധാരാളമായിട്ട് കാണാൻ പറ്റും. മാത്രമല്ല 2022 നമ്മുടെ ലോകായുക്ത ആക്റ്റിൽ ഭേദഗതി വന്നു. ആദ്യം ഒരു ഓർഡിനൻസ് ഇറക്കി. ഓർഡിനൻസ് മാറ്റിയ ശേഷം നിയമസഭ കൂടിയ സമയത്തും നമ്മൾ ആ ബില്ലിൽ കുറേ പ്രൊവിഷൻസ് ആഡ് ചെയ്തു. അത് ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ, ഗവർണറും നമ്മുടെ ഗവൺമെൻറ്റും തമ്മിൽ ഒരു കൺഫ്രൺട്രേഷനിലേക്ക് പോയി. ആൻഡ് ഫൈനലി ഈ പറയുന്ന നിയമം പ്രാബല്യത്തിൽ വന്നു. ഓക്കെ, അപ്പോൾ 98 ഒറിജിനൽ ലോകായുക്ത ആക്ടിനെ ഡൈല്യൂട്ട് ചെയ്തു എന്നുള്ള വാദമുഖങ്ങൾ വേറെ. ഓക്കെ, ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണ്, ഒരു LDF മന്ത്രിസഭയാണ് 98 നമ്മുടെ ഒറിജിനൽ ലോകായുക്ത ആക്ട്. നമ്മുടെ രാജ്യത്തെ തന്നെ ഏറ്റവും ശക്തമായ ലോകായുക്ത നിയമങ്ങളിൽ ഒന്നായിരുന്നു എന്ത്? കേരള ലോകായുക്ത ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് അതിന് എത്രത്തോളം ശക്തി ഉണ്ടോ? ഇനി ശക്തിയെപ്പറ്റി പറയുമ്പം, അപ്പോൾ അത് ഏതൊരു വ്യക്തിയാണെങ്കിലും ലോകായുക്ത എന്ന് പറയുന്ന ഓംബുഡ്സ്മാൻ. എന്താണ് ലോകായുക്ത? നമ്മൾ കുറച്ച് നേരമായിട്ട് ലോകായുക്ത എന്ന് പറയുന്നുണ്ടല്ലേ. ലോകായുക്തയെ നിങ്ങൾക്ക് എങ്ങനെ അടയാളപ്പെടുത്താടെ? ലോകായുക്ത എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തെന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്? എന്താണ് ലോകായുക്ത? ലോകായുക്ത ആൻഡ് ലോക്പാൽ വെയർ ആക്ച്വലി പ്രൊവൈഡഡ് ഫോർ ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെലിബറേഷൻസിലൊക്കെ ഉള്ള സംഗതിയായിരുന്നു. ലോകായുക്ത എന്ന് പറയുന്നത് പല സംസ്ഥാനങ്ങളും സ്വന്തമായിട്ട് നിയമനിർമ്മാണം നടത്തി നിലവിൽ വന്നൊരു ഏജൻസിയാണ് ലോകായുക്ത. കേരളത്തിലെ ലോകായുക്തയുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 20-25 കൊല്ലത്തെ ചരിത്രം കേരള ലോകായുക്തയ്ക്ക് ഉണ്ട്. എന്നാൽ 2013 ഡൽഹിയിൽ നടന്ന പ്രക്ഷോഭങ്ങൾ വഴിയാണ് ലോക്പാൽ എന്ന് പറയുന്ന ഒരു ഏജൻസി, ലോക്പാൽ എന്ന് പറയുന്ന ഒരു അതോറിറ്റി നമുക്ക് അതിനെ സംബന്ധിച്ചൊരു നിയമനിർമ്മാണം നടക്കുകയും ആ നിയമനിർമ്മാണത്തിനോടൊപ്പം ലോക്പാൽ ആൻഡ് ലോകായുക്ത ആക്ട് എന്നുള്ള പേരിൽ തന്നെ അത് വന്ന് അതിൻ്റെ സ്വാധീനം ഓൾറെഡി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ലോകായുക്തകളെ ബാധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ എൻ്റെ പോയിന്റ്, യെസ് എക്സാക്ട്ലി റോഷൻ. എന്താണ് ലോകായുക്ത ലോക്പാൽ അല്ലെങ്കിൽ ലോകായുക്ത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, വാട്ട് ഷാൾ കം ടു യുവർ മൈൻഡ് ഇൻ ദ ഫസ്റ്റ് പ്ലേസ്? ഒന്നാമതായിട്ട് നിങ്ങളുടെ മനസ്സിൽ എന്താണ് ലോകായുക്ത എന്ന് കേൾക്കുമ്പം നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തേണ്ടത് എന്നതാണ് ചോദ്യം. സിംപ്ലി ആൻറ്റി കറപ്ഷൻ ഓംബുഡ്സ്മാൻ. എന്താണ് ലോകായുക്ത ഈസ് നത്തിങ് ബട്ട് ആൻ ആൻറ്റി കറപ്ഷൻ ഓംബുഡ്സ്മാൻ. ആ വാക്ക് ശ്രദ്ധിച്ച്, ഓംബുഡ്സ്മാൻ. ഇവിടെ റോഷൻ അത് കറക്റ്റായിട്ട് പറഞ്ഞു. ഓംബുഡ്സ്മാൻ, OMBUDSMAN, ഓംബുഡ്സ്മാൻ ആണ്. ഓക്കെ, ആൻറ്റി കറപ്ഷൻ ഓംബുഡ്സ്മാൻ ആണ്. ഇപ്പം ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ട് കെടുകാര്യസ്ഥത, അതുപോലെ തന്നെ പലതരത്തിലുള്ള ബ്രൈബറി, കെടുകാര്യസ്ഥത, സ്വജനപക്ഷപാതം, ഇതെല്ലാം നമ്മുടെ ഗവേണൻസിനെ കാർന്നു തിന്നുന്ന, അല്ലെങ്കിൽ ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ട ബ്യൂറോക്രസിയായിട്ട് ബന്ധപ്പെട്ട ഗ്രേ ഏരിയാസ് ആണ്, അല്ലെങ്കിൽ ബ്യൂറോക്രസിയായിട്ട് ബന്ധപ്പെട്ട ഫ്ലോസ് ആണെന്ത് നമ്മളിപ്പോൾ പറഞ്ഞ കറപ്ഷനും കാര്യങ്ങളും എല്ലാം. കറപ്ഷൻ ഇൻ എനി ഫോം. ഓക്കെ, അത് അഴിമതി എന്ന് പറയുമ്പോൾ കൈയിട്ട് വാരൽ മാത്രമല്ല അഴിമതി. ഓക്കെ, ഉദാഹരണത്തിന് ലോകായുക്തയുടെ കണ്ടെത്തൽ എഗെയിൻസ്റ്റായിട്ട് വന്നത് കാരണം മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ട ഒരു വ്യക്തി കേരളത്തിലുണ്ട്. ഓക്കെ, ഇതാണ് ഒറിജിനൽ ലോകായുക്ത എന്ന് പറയുന്നത്. എത്രത്തോളം കടുപ്പമേറിയ ഒന്നാണ് എന്നത് നമ്മുടെ ഒന്നാം പിണറായി മന്ത്രിസഭ നേരിട്ടറിഞ്ഞ കാര്യമാണ്. ആർക്കാണ് ലോകായുക്തയുടെ കണ്ടെത്തൽ എതിരായത് കാരണം മന്ത്രിസ്ഥാനം തന്നെ പോയത്? അതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? ലോകായുക്ത ഒരു ഓഫീസ് ഹോൾഡർക്ക് എഗെയിൻസ്റ്റായിട്ട് ഒരു നിരീക്ഷണം നടത്തി കഴിഞ്ഞാൽ നേരെ റിസൈൻ ചെയ്യുക, ആ ഓഫീസ് ഒഴിയുക എന്നുള്ളതായിരുന്നു ഒറിജിനൽ പ്രൊവിഷൻ. ദ ഒറിജിനൽ പ്രൊവിഷൻ വാസ് ലൈക്ക്, if the observation of Logayukta or findings of Logayukta is against an office holder, then that office holder must leave his office, shall put his resignation. എന്ത് ചെയ്യണം? അദ്ദേഹം രാജിവെച്ചൊഴിയേണ്ടതായിട്ടുണ്ട്. രാജിവെച്ചൊഴിഞ്ഞ ശേഷം മാത്രമേ അദ്ദേഹത്തിന് അപ്പീൽ പോലും പോകാൻ സാധിക്കുമായിരുന്നുള്ളൂ. ഇതെല്ലാം ഞാൻ പാസ്റ്റിലാണ് പറയുന്നത്. ഇന്ന് അതിൽ മാറ്റം വന്നിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ലോകായുക്ത ആക്ടിൻ്റെ അകത്ത് ചില ഭേദഗതികൾ, ചില ഡൈല്യൂഷനൊക്കെ കൊണ്ടുവരാൻ ഇടയായ സാഹചര്യം എന്താണെന്ന് ഞാൻ ചോദിക്കുന്നത്. അതെന്താണെന്ന് ആർക്കെങ്കിലും അറിയാവോ? അഴിമതി ഇല്ലാണ്ടാക്കാനാണ്. അപ്പോൾ അഴിമതിയുടെ സ്വഭാവം പറയാനാണ്. അഴിമതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൈയിട്ട് വാരലോ കെടുകാര്യസ്ഥതയോ മാത്രമൊന്നുമല്ല അഴിമതിയുടെ ബ്രാക്കറ്റിൽ വരുന്നത്. KT ജലീലായിരുന്നു നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന KT ജലീലിന് ഒന്നാം പിണറായി മന്ത്രിസഭയിൽ എന്ത് ചെയ്യേണ്ടതായിട്ട് വന്നു?
കേരള ലോകായുക്തയുടെ ഫൈൻഡിങ്സ് ഒബ്സർവേഷൻ എതിരായിട്ട് വന്നത് കാരണം അദ്ദേഹത്തിന് രാജിവെച്ച് ഒഴിയേണ്ടതായിട്ട് വന്നു. കെ ടി ജലീലിൻ്റെ കേസ് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? കെ ടി ജലീലിന് മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടു, അദ്ദേഹത്തിന് രാജിവെക്കേണ്ടതായിട്ട് വന്നു. അതായത് മന്ത്രിസ്ഥാനത്ത് ഇരുന്നുകൊണ്ട് അദ്ദേഹം സ്വജനപക്ഷപാതം കാണിച്ചു എന്നുള്ളതാണെന്ത് അദ്ദേഹത്തിനെതിരായിട്ടുള്ള ലോകായുക്തയുടെ ഫൈൻഡിങ്സ് അതായിരുന്നു. സമാനമായ രീതിയിലുള്ള ലോകായുക്ത നടപടി ഒരു പക്ഷേ രണ്ടാം പിണറായി മന്ത്രിസഭയിലെ ആർ ബിന്ദു, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് തന്നെയുള്ള ആർ ബിന്ദുവും സമാനമായിട്ടുള്ള ഒരു അലിഗേഷനിലേക്ക് പോകുമെന്നുള്ള സാഹചര്യം ഉണ്ടായി. ഇനി ദുരിതാശ്വാസ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് അഗെയിൻസ്റ്റായിട്ടും ആരോപണങ്ങളുണ്ടായി. അപ്പോൾ ലോകായുക്ത അന്വേഷിക്കുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ചീഫ് മിനിസ്റ്റർക്ക് അഗെയിൻസ്റ്റ് ആയിട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ആർ ബിന്ദുവിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് ഫേവറേറ്റീസിന് അപ്പോയിൻമെൻറ്റ്. എക്സാക്ട്ലി ശ്രീജു, അതാണ് എന്താണ് സ്വജനപക്ഷപാതം കാണിച്ചു അല്ലെങ്കിൽ ഫേവറേറ്റീസം കാണിച്ചു. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരു നിയമനം നടക്കുന്ന വേളയിൽ, ഒരു നിയമനം കൊടുത്ത വഴിക്ക് അദ്ദേഹം ഫേവറേറ്റീസം കാണിച്ചു എന്നുള്ളതായിരുന്നു ലോകായുക്തയുടെ കണ്ടെത്തൽ. അത് ലോകായുക്തയുടെ കണ്ടെത്തലായതുകൊണ്ട് തന്നെ കെ ടി ജലീൽ ഹാഡ് നോ ഓപ്ഷൻ ബട്ട് ടു റിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ടേ എന്തുള്ളൂ അദ്ദേഹത്തിന് അപ്പീൽ പോലും പോകാൻ സാധിക്കത്തുള്ളൂ. അപ്പം സമാനമായ ഒരു പ്രശ്നം നിലവിലെ മന്ത്രിസഭയിലെ ആളുകൾക്ക് എഗെയിൻസ്റ്റും വരാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടിട്ട് നമ്മൾ 13-ലുണ്ടായ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് 13-ല് കേന്ദ്ര തലത്തിൽ ലോക്പാൽ കൊണ്ടുവന്ന സമയത്ത്, കാരണം അറിയാം കേന്ദ്ര ഗവൺമെൻറ് എന്തുകൊണ്ടാണ് ലോക്പാൽ എന്ന് പറയുന്ന ഒരു ഏജൻസിയെ അല്ലെങ്കിൽ ഒരു ഓംബുഡ്സ്മാനെ ഭയന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് അത് സ്വന്തം തലയ്ക്ക് മീതെ ഉള്ളൊരു ഒരു ചുറ്റിക അല്ലെങ്കിൽ വാളായിട്ട് അത് മാറുമെന്ന് അവർക്കറിയാം. ഓക്കെ, സോ അതുകൊണ്ട് അതിനെ കൊണ്ടുവരുമ്പോൾ വളരെയധികം കോഷ്യസ് ആയിട്ടാണ് അവർ കൊണ്ടുവന്നത്. അപ്പം അതുപോലെ സമാനമായ പ്രൊവിഷൻസ് നമ്മളും നമ്മുടെ ഭേദഗതി നിയമത്തിൽ കൊണ്ടുവന്നു. ഇന്നിപ്പം അങ്ങനെ അത് നമ്മൾ ലാസ്റ്റ് ടുവേർഡ്സ് എൻഡ് ഞാനത് പറഞ്ഞുതരാം. ഓക്കെ, ടുവേർഡ്സ് എൻഡ് ഞാനത് ഡിസ്കസ് ചെയ്യാം. ഐ നോ ദർ ഈസ് നോ റൂം ഫോർ എനി എക്സ്ക്യൂസ് ഹിയർ, ബട്ട് സ്റ്റിൽ ഞാൻ പറയാണ്. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ ഐ വാസ് ഇൻ വളരെ ബിസി ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു. ഇന്നലെ കറണ്ട് ഇല്ലായിരുന്നു, കാര്യങ്ങളായിരുന്നു. ഈവനിങ് ഐ വാസ് ഇൻ എ വെരി പേഴ്സണൽ ക്രൈസിസ് ആൻഡ് ടുഡേ ഐ ഹാഡ് ടു ട്രാവൽ അറൗണ്ട് 300 കിലോമീറ്റേഴ്സ്. ഓക്കെ, 300 കിലോമീറ്ററോളം യാത്ര ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. റിയലി എക്സോസ്റ്റഡ്. അപ്പം ക്ലാസ് മാറ്റി വെക്കുന്ന ഒരു സാഹചര്യം അതത്ര നല്ലതല്ല എന്ന് തിരിച്ചറിഞ്ഞാണ് ക്ലാസ് എടുക്കുന്നത്. സോ പ്ലീസ് പേ അറ്റൻഷൻ. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എൻ്റെ മുഖം കണ്ടാൽ തന്നെ ചിലപ്പോൾ അറിയാൻ പറ്റുമായിരിക്കും. ഐ എം റിയലി ടയേർഡ്. ഒരു കട്ടിൽ കണ്ടാൽ കിടന്ന് ഉറങ്ങണമെന്നുള്ള താല്പര്യത്തിൽ തന്നെയാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, സോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് സഹകരിക്കണം. ഞാനത് പറയാം. എനിക്ക് ഇരിക്കുമ്പോൾ തന്നെ ഉറക്കം വരുന്നു. അതാണ് എൻ്റെ അവസ്ഥ. ഒന്ന് ഫ്രഷ് ആയിട്ട് ക്ലാസ് എടുക്കണമെന്നായിരുന്നു താല്പര്യം. പക്ഷേ നമ്മുടെ പ്രോമിസസ് ഷാൾ ബി കെപ്റ്റ്, റൈറ്റ്? ഒന്ന് ശ്രദ്ധിച്ചേ നിങ്ങൾ. അപ്പോൾ ഞാൻ നേരെ ടോപ്പിക്കിലോട്ട് വരാം. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് ലോകായുക്ത ആൻഡ് ഉപലോകായുക്ത ഇൻ കേരള ആർ കറക്റ്റ് എന്നാണ് ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് ലോകായുക്ത ആൻഡ് ലോകായുക്ത ഇൻ കേരള ആർ കറക്റ്റ്. നമുക്ക് ചോദ്യങ്ങളിലൂടെ തന്നെ ഇതിൻ്റെ പ്രൊവിഷൻസും കാര്യങ്ങളും എല്ലാം പഠിച്ചു പോകാം. ഓക്കെ, ഇത് 3 പ്രസ്താവനകൾ അടങ്ങിയ ഒരു ചോദ്യമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചേ. ഗവർണർ അപ്പോയിൻറ്റ്സ് എ പേഴ്സൺ ടു ബി നോൺ ആസ് ലോകായുക്ത ആൻഡ് 2 other persons ടു ബി നോൺ ആസ് ഉപലോകായുക്ത. അപ്പം കേരള ലോകായുക്ത എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യൻ കേരള PSCയുടെ 118/22 എന്നുള്ള ഈ ചോദ്യത്തിൽ തന്നെ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ക്യൂ അല്ലെങ്കിൽ ഹിൻ്റ് എന്താണ്? കേരള ലോകായുക്ത എന്ന് പറയുന്നത് ഒരു 3 membered ബോഡിയാണ്. ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ആസ്പെക്റ്റ് അവിടെ നിൽക്കട്ടെ. ഇറ്റ്സ് എ 3 membered ബോഡി ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഒരു ലോകായുക്തയുണ്ട്, 2 ഉപലോകായുക്തമാരും ഉണ്ട്. ഇത് കേരള PSC ചോദിച്ചൊരു ചോദ്യമാണ്. ഈ ചോദ്യത്തിൽ പറയുന്ന ഒന്നാമത്തെ പ്രസ്താവന, ടേക്ക് ഇറ്റ് ഫ്രം മീ, അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. എന്താണ് അത്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. കേരള ലോകായുക്തേൻ്റെ ഘടന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു 3-അംഗ സംവിധാനമാണ്. ആ 3-അംഗ സംവിധാനത്തിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ലോകായുക്തയും 2 ഉപലോകായുക്തമാരും അടങ്ങുന്നതാണെന്ത് നമ്മുടെ കേരള ലോകായുക്ത എന്ന് പറയുന്നത്. സോ ആ നിലയ്ക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ എന്താണ്? ശരിയാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ശരിയാണ്. വാട്ട് അബൌട്ട് ദ 2 other statements? നമുക്ക് മറ്റ് 2 പ്രസ്താവനകളിലോട്ട് പോകാം. പ്ലീസ് പേ അറ്റൻഷൻ. ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിൽ കീപ്പ് ചെയ്യേണ്ട. എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സത്യസന്ധമായിട്ട് നിങ്ങളുടെ പറയാം. ഷാൾ ബി വെരി ജെന്യുവൻ. അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ബിക്കോസ് ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ഐ വാസ് കൈൻഡ് ഓഫ് ഉറങ്ങി വീഴുന്നൊരവസ്ഥയായിരുന്നു. ഓക്കെ, നമുക്ക് ആർക്കും ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് പ്രിപ്പറേഷനിലുള്ള കേസാണ്. നമ്മൾ എല്ലാ ദിവസവും യു നീഡ് നോട്ട് പുഷ് യുവർ സെൽഫ്. ഓക്കെ, ഒരു എവറി ആൾട്ടർനേറ്റ് ഡേ വി ഹാവ് നമുക്ക് ആ ഒരു ഫട്ടീഗും കാര്യങ്ങളൊക്കെ വന്നെന്നിരിക്കാം. ചെയ്യേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കം തന്നെയാണ് വിജയത്തിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഉറക്കം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും താളം തെറ്റും. മേക്ക് ഷുവർ ദാറ്റ് യു സ്ലീപ്പ് വെൽ ആൻഡ് സ്ലീപ്പ് ഇനഫ്. ഓക്കെ, കിടന്നുറങ്ങാനുള്ള സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ കിടന്നുറങ്ങുക, എന്നിട്ട് ഉണർന്ന് ഫ്രഷ് ആയിട്ട് വരിക. ആ എക്സോസ്റ്റ്മെൻറ്റും അല്ലെങ്കിൽ ആ എക്സോസ്റ്റഡ് ആയിട്ടിരിക്കുന്ന അവസ്ഥ ഫുൾ എനർജിയിൽ തന്നെ നിങ്ങൾ കാര്യങ്ങൾ, എസ്പെഷ്യലി അക്കാഡമിക്സ് ആയിട്ടുള്ള ലേണിംഗ് സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളിൽ സ്ലീപ്പ് ഡെപ്രിവേഷൻ വരാൻ പാടില്ല. നല്ല ഉറക്കം കിട്ടുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെ ഫ്രഷ് ആയിട്ട് വെക്കുന്നതിൽ. ഓക്കെ,
ഞാനത് പറയുകയാണ്. എൻ്റെ കാര്യത്തിലാണെങ്കിലും നിങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഉറക്കം എന്നുള്ളത് നമുക്ക് ഉറക്കം ഒഴിയേണ്ട സാഹചര്യങ്ങളുണ്ടാകും. ബട്ട് മേക്ക് ഷുവർ ദാറ്റ് യു കോമ്പൻസേറ്റ് ഫോർ ദാറ്റ്. ഓക്കെ, അതിൻ്റെ അകത്ത് ഒരു മടിയോ ചമ്മലോ ഒന്നും വിചാരിക്കേണ്ട. അത് കാരണം നിങ്ങളുടെ ഒന്നും നഷ്ടപ്പെടുത്തില്ല, കാര്യങ്ങൾ മെച്ചപ്പെടുത്തേ ഉള്ളൂ. ഇംഗ്ലീഷുകാർ ഒരു പറച്ചിൽ തന്നെ ഉണ്ട്, എന്താണ്, സ്ലീപ്പ് ഓവർ ഇറ്റ് എന്ന് പറയും. ഓക്കെ, ഒരു വിഷയം വരികയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മനസ്സിലോട്ട് എടുത്തുന്നുണ്ടെങ്കിൽ സ്ലീപ്പ് ഓവർ ഇറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ അകത്തൊന്ന് ഉറങ്ങി എണീക്കുക എന്നാണ് അതിൻ്റെ വെർബലായിട്ടുള്ള മീനിങ്. പക്ഷേ അതിന് മറ്റ് തലങ്ങളുണ്ട്. പക്ഷേ ഉറങ്ങി എണീക്കുമ്പോഴാണ് നമ്മുടെ പല ന്യൂറോ കെമിക്കലായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ച ശേഷം നമുക്ക് പലതിലും ഐഡിയാസ് ഉണ്ടായി വരുന്നതെന്നുള്ളത് നമ്മുടെ തന്നെ അനുഭവമാണ്, അല്ലേ? പല കാര്യങ്ങളും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പെർഫെക്ഷനിലോട്ട് എത്തിക്കുന്നത് ഈ സ്ലീപ്പ് സൈക്കിളിലൂടെ തന്നെയാണ്. അപ്പം രണ്ടാമത്തെ പ്രസ്താവന നോക്കുക. എ പേഴ്സൺ ഹു ഹോൾഡ്സ് ഓഫീസ് ആസ് ലോകായുക്ത ഓർ ആൻ ഉപലോകായുക്ത ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് ടെന്യൂർ ആർ എലിജിബിൾ ഫോർ റീ അപ്പോയിൻമെൻറ്റ് ടു ദാറ്റ് ഓഫീസ്. ലോകായുക്ത അല്ലെങ്കിൽ ഉപലോകായുക്ത എന്ന് പറയുന്ന പദവിയിലിരിക്കുന്ന ആളുകൾക്ക് ആ ഓഫീസിലേക്ക് എന്താ പറയണ്ടേ, റീ അപ്പോയിൻമെൻ്റ് ഉണ്ട്. എന്താണ് റീ അപ്പോയിൻമെൻറ്റ് അനുവദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ വീണ്ടും എന്ത് ചെയ്യാം, ആ പദവിയിലേക്ക് അപ്പോയിൻറ്റ് ചെയ്യാം. എലിജിബിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, എലിജിബിൾ ഫോർ റീ അപ്പോയിൻമെൻറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, വീണ്ടും അവരെ റീ അപ്പോയിൻറ്റ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഓക്കെ. ദ ലോകായുക്ത ആക്ട് ഡീംഡ് ടു ഹാവ് കം ഇൻ ടു ഫോഴ്സ് ഓൺ നവംബർ 1998. സാധാരണ നമ്മൾ ലെജിസ്ലേഷൻസിലൊന്നും ഇങ്ങനെ ഡീംഡ് ടു ഹാവ് എന്നുള്ളൊരു പ്രയോഗം നടത്തത്തില്ല. ഇറ്റ് കെയിം ഇൻ ടു ഫോഴ്സ്, ഓക്കെ, അല്ലെങ്കിൽ ഇറ്റ് ഷാൾ കം ടു ഫോഴ്സ്, അല്ലെങ്കിൽ ഇറ്റ് കംസ് ഇൻ ടു ഫോഴ്സ് എന്നേ പറയാറുള്ളൂ. ഈ ഡീംഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അതിൻ്റെ അകത്തൊരു റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ഉണ്ടെന്നാണ് ആ ഡീംഡ് എന്നുള്ള വാക്കിൻ്റെ മീനിങ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് റീവിസിറ്റ് ചെയ്യാം. ഞാൻ ആദ്യമേ പറഞ്ഞു ലോകായുക്തയുടെ ഘടന സംബന്ധിച്ച് ഒന്നാം പ്രസ്താവന ശരിയാണ്, രണ്ടാം പ്രസ്താവനയെ സംബന്ധിച്ചിടത്തോളം തന്നിരിക്കുന്ന കാര്യങ്ങളും ശരിയാണ്. അതായത് ലോകായുക്ത ഉപലോകായുക്ത തസ്തികകളിലേക്ക് എന്തില്ല, ഈ പറയുന്ന പോലെ റീ അപ്പോയിൻമെൻ്റ് ഇല്ല, അവരെ പുനർനിയമനം സാധ്യമല്ല. എന്തല്ല, പുനർനിയമനം സാധ്യമല്ല. എവിടെ, ലോകായുക്ത ഉപലോകായുക്ത തസ്തികകളിലേക്ക് എന്തില്ല, പുനർനിയമനം ഇല്ല. അതിപ്പോഴേ ഞങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഇതിൻ്റെ അകത്തെ കുറച്ച് ഒരു എന്താ പറയണ്ടേ, ട്രിക്കി ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ലോകായുക്ത ആക്ട് ഡീംഡ് ടു ഹാവ് കം ഇൻ ടു ഫോഴ്സ് ഓൺ നവംബർ 1998 എന്നുള്ളത്. സോ അവിടെ തന്നെ നമുക്ക് പഠിച്ചു തുടങ്ങാം, ആ ഒരു പോയിന്റിൽ പഠിച്ചു തുടങ്ങാം. അപ്പോൾ ഇവിടെ ഞാൻ എഴുതിയേക്കുന്ന ഹെഡിങ് എന്താ നിങ്ങളൊന്ന് വായിച്ചേ, 1999 വേഴ്സസ് 1998. പലർക്കും ഈ കൺഫ്യൂഷനുണ്ട്. 1999 ആണോ 1998 ആണോ ലോകായുക്തയായിട്ട് ബന്ധപ്പെട്ട വർഷം? കേരളത്തിലെ ലോകായുക്ത ഈ പറയുന്നത് പോലെ നിയമിക്കപ്പെട്ട് അതിൻ്റെ പ്രവർത്തനം തുടങ്ങിയതുമായിട്ട് ബന്ധപ്പെട്ട വർഷം പരിഗണിക്കുമ്പോൾ 99 ആണോ 98 ആണോ എന്നുള്ളതാണ്. ഓക്കെ, ഈ നിയമം ശരിക്കും പാസ്സാവുന്നത് 99-ലാണ്. ഈ നിയമം പാസ്സാവുന്നത് എപ്പോഴാണ്, 99-ലാണ്. പക്ഷേ ഈ നിയമം പാസ്സാവുന്നതിന് മുമ്പ് തന്നെ 15 നവംബർ 1998 മുതൽ നവംബർ 15 1998 മുതൽ കേരള ലോകായുക്ത പ്രവർത്തനം ആരംഭിച്ചു. കേരള ലോകായുക്ത എന്ത് ചെയ്തു, പ്രവർത്തനം ആരംഭിച്ചു. ഇവിടെ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകായുക്ത ബില്ല് കേരള നിയമസഭ പാസ്സാക്കിയ ശേഷം ഗവർണർക്ക് അത് പോയ കൂട്ടത്തിൽ ഗവർണർ അത് പ്രസിഡന്റിന് അയച്ചു. ഓക്കെ, ഈ കാലയളവിൽ ബില്ല് പാസ്സായ സമയത്ത് തന്നെ ലോകായുക്ത പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ എന്ത് സംഭവിച്ചിടെ, ലോകായുക്ത പരിഗണിച്ചിട്ടുള്ള കേസുകളാണെങ്കിലും അതിന്മേലെടുത്തിട്ടുള്ള നടപടികളാണെങ്കിലും ഈ ബില്ല് പാസ്സായ ഡേറ്റ് വെച്ചിട്ട് നമ്മൾ ലോകായുക്തയുടെ വാലിഡേഷൻ നോക്കുകയാണ് എങ്കിൽ അതിന് മുമ്പെടുത്ത തീരുമാനങ്ങളെല്ലാം തന്നെ എന്തായി മാറും, ഇൻവാലിഡേറ്റ് ആയിട്ട് മാറും, അല്ലേ? നമുക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞ പോയിന്റ് പിടികിട്ടിയോ? 99-ലാണ് നിയമം പാസ്സാവുന്നത്, പ്രസിഡന്റിൻ്റെ അക്സെൻറ്റ് കിട്ടുന്നത് 99-ലാണ്. പക്ഷേ 15 നവംബർ 1998 തന്നെ ലോകായുക്ത പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഡേറ്റിന് എന്താണ്, ഈ ഡേറ്റിൻ്റെ പ്രായോഗികത എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവർത്തനം ആരംഭിച്ചത് കൊണ്ട് തന്നെ ഈ ഡേറ്റ് പ്രകാരം പ്രവർത്തനം ആരംഭിച്ച കേരള ലോകായുക്തയുടെ ചെയ്തികളോ പ്രവൃത്തികളോ ഒന്നും തന്നെ ഇൻവാലിഡേറ്റ് ആകാതിരിക്കുന്നതിന് വേണ്ടി എന്ത് എഫക്റ്റ് കൊണ്ടുവന്നു, ഞാൻ ഉപയോഗിച്ചൊരു വാക്കുണ്ടല്ലോ, റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് നമ്മൾ കൊണ്ടുവന്നു. ഓക്കെ, അപ്പം റെട്രോസ്പെക്റ്റീവ്ലി ഈ നിയമം ബാധകമാണ് എന്നുള്ളത് ഇതിൻ്റെ ഗസറ്റ് വിജ്ഞാപനത്തിൽ തന്നെ നമ്മൾ ഉൾക്കൊള്ളിച്ചു. 99 പാസ്സായതാണെങ്കിലും ഈ ഡേറ്റ് മുതൽ തന്നെ ഇത് പ്രാബല്യത്തിലുണ്ട് എന്നുള്ള ആ റെട്രോസ്പെക്റ്റീവ് പ്രൊവിഷനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഡീംഡ് ടു ബി എന്നുള്ളൊരു വാക്ക് അവിടെ എഴുതി ചേർത്തത്. ഓക്കെ, അപ്പം ലീഗൽ ടേംസിൽ നമ്മളിതിനെ റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് അല്ലെങ്കിൽ മുൻകാല പ്രാബല്യം എന്ന് പറയും. ഓക്കെ, എന്താണ് റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് അല്ലെങ്കിൽ മുൻകാല പ്രാബല്യം എന്നാണ് നമ്മളിതിനെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് എ കോമൺ പ്രാക്ടീസ് വെൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷണൽ അറേഞ്ച്മെൻറ്റ്സ് ലൈക്ക് അപ്പോയിൻമെൻറ്റ്സ് ഹാപ്പൻ ബിഫോർ ദ ഫോർമൽ ആക്ട് ഈസ് നോട്ടിഫൈഡ്. അപ്പോൾ ഫോർമലായിട്ടുള്ള
നിയമം നോട്ടിഫൈ ചെയ്യപ്പെടുന്നതിന് മുമ്പ്, ഔദ്യോഗികമായിട്ട് നോട്ടിഫൈ ചെയ്യുന്നതിന് മുന്നേ അതിലേക്കുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും അതിലേക്കുള്ള നിയമനങ്ങൾ നടക്കുകയും ചെയ്യുന്ന പക്ഷം ആ നിയമനങ്ങളും നടപടിക്രമങ്ങളെയും സാധൂകരിക്കുന്നതിന് വേണ്ടി ലീഗൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സർക്കിൾസിൽ ഇത്തരത്തിലുള്ള മുൻകാല പ്രാബല്യങ്ങൾ കൊണ്ടുവരാറുണ്ട്, മുൻകാല പ്രാബല്യം നടപ്പിലാക്കാറുണ്ട്. അതുകൊണ്ടാണ് 99 പകരം 98 തന്നെ എവിടെ കിടക്കുന്നത്. 99 ഈ ആക്ട് പൂർണ്ണമായിട്ടും പാസ്സാവുന്ന 99 98 നിയമം എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഇതിനെ നോക്കിക്കാണാറുള്ളത്. മാത്രമല്ല ഇവിടുന്ന് നിങ്ങൾക്കൊരു ഫാക്റ്റും കൂടെ പഠിക്കുക. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ട്. 15th November 1998 15th November 1998 പ്രത്യേകത എന്താണ്? 15th November 1998 ആണ് കേരള ലോകായുക്ത ഡേ. കേരള ലോകായുക്ത ഡേ. ഇപ്പോൾ 15th November എല്ലാ വർഷവും നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നുണ്ട്? November 15 ലോകായുക്ത ഡേ, കേരള ലോകായുക്ത ഡേ. ഇത് ഓർത്തിരിക്കുക, കേരള ലോകായുക്ത ഡേ. ഓക്കെ, അപ്പം ഈ നിയമം കേരളത്തിലെ ഗവേണൻസിൽ, ഭരണത്തിൽ എന്താ പറയുക, ആൻറ്റി കറപ്ഷൻ ഓംബുഡ്സ്മാനായിട്ട് കേരള ലോകായുക്ത നിലവിൽ വന്ന ശേഷം ഒരു മുൻകാല പ്രാബല്യത്തിൽ നിലവിൽ വന്ന ഒരു അതോറിറ്റി എന്നുള്ള രീതിയിൽ നിങ്ങൾ ഈ ആക്ടിനെ ഓർത്തിരിക്കുക. 99 ആക്ച്വൽ ആക്സെൻ്റ് കിട്ടുന്നത്. പക്ഷേ 98 തന്നെ നിയമവുമായിട്ട് ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ തുടങ്ങിയിരുന്നു, നിയമനങ്ങൾ നടന്നിരുന്നു. സോ അതുകൊണ്ട് തന്നെ മുൻകാല പ്രാബല്യമുള്ളൊരു നിയമമാണിത്. അതുകൊണ്ട് തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ ശരിയാണ്. ലോകായുക്തയുടെ ഘടന 3 അംഗങ്ങളാണ്. ഒരു ലോകായുക്തയും 2 ഉപലോകായുക്തമാരും. ലോകായുക്തയ്ക്കോ ഉപലോകായുക്തമാർക്കോ എന്തില്ല, പുനർനിയമനമില്ല. പിന്നെന്താണ്, ദിസ് ആക്ട് ഡീംഡ് ടു ഹാവ് കം ഇൻ ടു ഫോഴ്സ് ഓൺ November 1998. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ ചെയ്ത് വരും. തന്നിരിക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ഇവിടെ ശരിയാണ്. ഡീംഡ് ടു ബി എന്നുള്ളതിൻ്റെ അർത്ഥം റെട്രോസ്പെക്റ്റീവ് എന്നല്ല. ഈ കോണ്ടെക്സ്റ്റിൽ മാത്രമാണ് ഞാനത് പറഞ്ഞത്. ഡീംഡ് ടു ബി എന്നുള്ളത് ആ ഒരു പ്രയോഗം അവിടെ വന്നതുകൊണ്ട് തന്നെ സാധാരണ ഉപയോഗിക്കുന്ന സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റിന് പകരം ഡീംഡ് ടു ബി എന്നുള്ള വേർഡ് കൊണ്ടുവന്നത് മുൻകാല പ്രാബല്യം എന്നുള്ള ആ ഒരു പ്രൊവിഷൻ അവിടെ ചേർക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഡീംഡ് ടു ബി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യും, ഒന്ന് നോക്കുമ്പോൾ മനസ്സിലായി November 1998. പക്ഷേ ഈ നിയമം പാസ്സായത് 99. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡീംഡ് ടു ബി എന്നുള്ള വേർഡ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, ഡീംഡ് ടു ഹാവ് എന്നുള്ള വേർഡ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ്, അസ്യൂം ടു ഹാവ് എന്നുള്ള അർത്ഥത്തിലാണ്. അല്ല ഡീംഡ് ടു എന്നുള്ളതിൻ്റെ വേർഡ് മീനിങ് എന്തല്ല, മുൻകാല പ്രാബല്യം എന്നുള്ളതല്ല. ഓക്കെ, സോ അങ്ങനെ ഞാൻ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടായെന്നുണ്ടെങ്കിൽ അത് ഞാൻ തന്നെ തിരുത്തുന്നു. ഡീംഡ് ടു ഹാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്യൂംഡ് ടു ഹാവ് എന്നുള്ള അർത്ഥത്തിലാണ് വന്നിരിക്കുന്നത്. മുൻകാല പ്രാബല്യം എന്നുള്ളൊരു സംഗതി അവിടെ വന്നു എന്നുള്ളത് സൂചിപ്പിക്കാനാണ് ഡീംഡ് ടു ഹാവ് എന്നുള്ള വന്നേക്കുന്നത്. എലിജിബിൾ എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ തെറ്റാണ് കേട്ടോ, സോറി. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. താങ്ക് യു ഫോർ കറക്റ്റിംഗ് മീ. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. എലിജിബിൾ എന്നാണ് ചോദ്യത്തിലുള്ളത്. എലിജിബിൾ അല്ല, റീ അപ്പോയിൻമെൻറ്റിന് അവർ എലിജിബിൾ അല്ല. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെങ്കിൽ ഏതായിരിക്കും ആൻസർ? ഓൾ ഓഫ് ദ എബോവ് അല്ല, മറിച്ച് ഏതായിരിക്കും? ഓപ്ഷൻ സി 1 and 3 ആണ്. ഓപ്ഷൻ സി 1 and 3 ആണ്. ശരിയാണ്, നിങ്ങൾ പറഞ്ഞതാണ് ശരി. ഓപ്ഷൻ സി 1 and 3. ഓക്കെ, നോട്ട് എലിജിബിൾ ശ്രീജു. ശരിയാണ് JV, അതുല്യ, ശ്രീജു. സോ ആൻസർ സി ആണ്. യെസ് ജിതിൻ, ഇത് ഗവർണർ റിസർവ് ചെയ്തൊരു ബില്ലാണ് കേരളത്തിലെ. ഓക്കെ, സോ അതിൻ്റെ ക്ലാരിഫിക്കേഷനാണ് എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത്. സ്റ്റാർട്ടേഡ് റിസീവിംഗ് ഇത് നിങ്ങൾ വായിച്ച് നോക്കിയാൽ മതി. നോട്ട് ഞാൻ ഷെയർ ചെയ്ത് തരാം. മാക്സിമം ടെന്യൂർ, അതാ പുതിയ നിയമപ്രകാരം 5 years ടെന്യൂർ വരുന്നത്. അവരുടെ നിയമന കാലയളവ് 5 കൊല്ലമാണ്. നേരത്തെ ഏജ് ലിമിറ്റ് ഇല്ലായിരുന്നു. അതൊക്കെ ടുവാർഡ്സ് എൻഡ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കമ്പയർ ചെയ്ത് പഠിക്കുന്ന സമയത്ത് ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. മുമ്പും പിമ്പും ഇപ്പോഴത്തെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഈ നോട്ട് അറേഞ്ച് ചെയ്തേക്കും. സോ ദാറ്റ് ഇറ്റ് വിൽ ബി വെരി ഈസി ഫോർ യു ടു കമ്പയർ. ഞാനത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തും കൂടെ തരുമ്പോൾ നിങ്ങൾക്ക് അത് എളുപ്പമാവും. ഇതാ നോക്കൂ, ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്നുള്ള രീതിയിൽ ഞാൻ ലാസ്റ്റ് ചെയ്തിട്ടുണ്ട്. മുമ്പ് എന്തായിരുന്നു ഒറിജിനൽ ആക്ട്, ഇപ്പോൾ ഈ 2022 ഭേദഗതി നിയമം വഴി എന്ത് മാറ്റമാണ് വന്നതെന്നുള്ളത്. കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സാധാരണ മുമ്പത്തെ നിയമപ്രകാരം ലോകായുക്തയായിട്ട് ഒന്നുകിൽ റിട്ടയർഡ് ആയിട്ടുള്ള ഒരു സുപ്രീം കോടതി ജഡ്ജി അല്ലെങ്കിൽ റിട്ടയർഡ് ആയിട്ടുള്ള ചീഫ് ജസ്റ്റിസ് ഓഫ് എ ഹൈക്കോർട്ട്, ഇത് രണ്ടുമേ പറ്റത്തോളായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ലോകായുക്ത ആരാന്ന് നോക്ക്, ജസ്റ്റിസ് അനിൽകുമാർ എന്ന് പറയുന്നത് ഹി വാസ് സിംപ്ലി എ ജഡ്ജ് ഓഫ് ദ ഹൈക്കോർട്ട് ഓഫ് കേരള. അയാൾ ആര് മാത്രമാണ്? കേരള ഹൈക്കോടതിയിൽ ഒരു ജഡ്ജി മാത്രമാണ്. അയാൾ ചീഫ് ജസ്റ്റിസ് അല്ല, അയാൾ സുപ്രീം കോടതി ജഡ്ജിയല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സംബന്ധിച്ചൊരു മാറ്റം ഉണ്ടായെന്നല്ലേ അർത്ഥം? ആ മാറ്റമാണ് ഇങ്ങനെ ഈ കമ്പയർ ചെയ്താണ് അത് പഠിക്കേണ്ടത്. അപ്പോയിൻമെൻറ്റിൽ ഉണ്ടായ മാറ്റമാണ്. ഒറിജിനലി എന്തായിരുന്നു കിടന്നത്? ഒറിജിനലി കിടന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സെഷൻ 1 പറയുന്നത് എന്താണ്?
സെഷൻ 3 പറയുന്നുണ്ട്, ഒറിജിനലാണ് ഞാൻ ആദ്യം കാണിച്ചിരുന്നത്. എ പേഴ്സൺ ടു ബി അപ്പോയിൻറ്റഡ് ആസ് ഉപലോകായുക്ത അല്ലെങ്കിൽ ലോകായുക്ത, രണ്ടോ പറയുന്നത്. ലോകായുക്തയുടെ കേസിൽ നോക്ക്, ഷാൾ ബി എ പേഴ്സൺ ഹൂ ഹാസ് ഹെൽഡ് ദ ഓഫീസ് ഓഫ് എ ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട് ഓർ ദാറ്റ് ഓഫ് ചീഫ് ജസ്റ്റിസ് ഓഫ് എ ഹൈക്കോർട്ട്. ഈ രണ്ട് കണ്ടീഷനേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നുകിൽ അദ്ദേഹം എന്തായിരിക്കണമായിരുന്നു, സുപ്രീം കോടതി ജഡ്ജി ആകണമായിരുന്നു, അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട് ആയിരിക്കണമായിരുന്നു. ഓക്കെ, ഹാസ് ഹെൽഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടയർഡ് ആയിരിക്കുകയും ചെയ്യണം, സർവിങ് ആകാൻ പാടില്ല. ഇതേതാണ്, ലോകായുക്തയുടെ കേസിലാണ്. ബെയർ ആക്റ്റാണ് കിടക്കുന്നത് കേട്ടോ. ബെയർ ആക്ട് പ്രകാരം 1998 ബെയർ ആക്ട് പ്രകാരം 99 നിലവിൽ വന്ന റെട്രോസ്പെക്റ്റീവ് എഫക്റ്റിലുള്ള 98 നിയമപ്രകാരം രണ്ട് കാര്യങ്ങളാണ് അവിടെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലായിക്കൊണ്ടിരുന്നത്. ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ പറയുകയാണ്, നമ്മുടെ ഇന്നത്തെ ലെക്ചറിൻ്റെ ഒരു സ്വഭാവം പറയാനാണ്, സോ ദാറ്റ് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനും ഉണ്ടാവത്തില്ല ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ. അത്രയും ക്ലാരിറ്റിയിൽ നമുക്കിത് പഠിച്ച് മാറ്റാം. കാരണം അതുകൊണ്ട് ഈ റൈറ്റ് ലെഫ്റ്റ് അപ്രോച്ചാണ് കമ്പയർ ചെയ്താൽ പഠിക്കുന്നത്. ഇവിടുന്ന് നമ്മൾ എടുക്കേണ്ട കാര്യങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കും, സെർവിങ് ആണോ എന്ന് ചോദിക്കും. ലോകായുക്ത സെർവിങ് അല്ല. അതെങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നത്? ഹാസ് ഹെൽഡ് എന്നുള്ള പ്രയോഗമാണ് വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ഹോൾഡിംഗ് എന്നൊരു പ്രയോഗം അവിടെ ഇല്ല. ലോകായുക്തയുടെ കേസാണ് ഞാൻ പറയുന്നത്. ഹാസ് ഹെൽഡ് എന്ന് പറഞ്ഞതോടുകൂടി തന്നെ ഒറിജിനൽ ആക്റ്റിലും എന്താണ് ഉദ്ദേശിക്കുന്നത്? റിട്ടയർഡ് ആണ്. ഇനി ഒറിജിനൽ ആക്റ്റിലെ രണ്ട് കണ്ടീഷൻസ് എന്തൊക്കെയാണ്? ഒന്നീ സുപ്രീം കോടതി ജഡ്ജി അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട്. ഇത്രയാണ് ലോകായുക്തയുടെ യോഗ്യത. ലോകായുക്ത ആകാനുള്ള യോഗ്യത ഇതായിരുന്നു. എന്നാൽ നമ്മളിപ്പം ഒരാളെ കണ്ടു, ജസ്റ്റിസ് അനിൽകുമാർ. ജസ്റ്റിസ് അനിൽകുമാർ എന്ന് പറയുന്ന വ്യക്തി റിട്ടയർഡ് ആണ്. ഓക്കെ, ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. റിട്ടയർഡ് ആണെന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. പക്ഷേ അദ്ദേഹം എന്തല്ല, സുപ്രീം കോടതി ജഡ്ജി ആയിരുന്നില്ല, കേരള ഹൈക്കോർട്ടിലെ ചീഫ് ജസ്റ്റിസും ആയിരുന്നില്ല. അപ്പോൾ എന്താണ് ഇപ്പോൾ സംഭവിച്ചത് നിങ്ങൾക്ക് അറിയണ്ടേ? ഇപ്പോൾ സംഭവിച്ചത് നോക്കൂ. സെഷൻ 3 അതാണ് അപ്പോയിൻമെൻറ്റ് ഓഫ് ലോകായുക്ത ആൻഡ് ഉപലോകായുക്ത. ആ സെഷൻ 3 സബ്സെക്ഷൻ 2 ഇതാണല്ലോ സബ്സെക്ഷൻ 2. സബ്സെക്ഷൻ 2 അവരൊരു മാറ്റം വരുത്തി. എന്താണ്? ആഫ്റ്റർ ദ വേർഡ്സ് ഓർ ദാറ്റ് ഓഫ് ചീഫ് ജസ്റ്റിസ് ഓഫ് എ ഹൈക്കോർട്ട്, ചീഫ് ജസ്റ്റിസ് ഓഫ് എ ഹൈക്കോർട്ടിന് പുറമെ എന്താണ് ഒരു കാര്യം കൂടി അവർ ഇൻസേർട്ട് ചെയ്തു. എന്താ ഇൻസേർട്ട് ചെയ്തേ? ഓർ ദാറ്റ് ഓഫ് എ ജഡ്ജ് ഓഫ് എ ഹൈക്കോർട്ട്. മനസ്സിലായോ? അപ്പം രണ്ട് കണ്ടീഷൻസിന് പുറമെ, മീൻസ് രണ്ട് ഓഫീസ് ഹോൾഡേഴ്സിന് പുറമെ മൂന്നാമതൊരു ഓഫീസ് ഹോൾഡറേയും കൂടി അപ്പോയിൻമെൻ്റ് എന്നുള്ള ക്ലോസിൽ എന്ത് ചെയ്തു? ആഡ് ചെയ്തു. അപ്പോയിൻമെൻ്റ് എന്നുള്ള ക്ലോസ്. അപ്പോൾ ലോകായുക്തയുടെ കേസ് ഞാൻ പറയുന്നത് ഉപലോകായുക്തയിലോട്ട് പോയില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ശ്രദ്ധിക്കണേ. ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ പോകുന്നത്. 2024 ഈ നിയമം, ശരിക്കും ഈ നിയമത്തിന് പ്രസിഡന്റിൻ്റെ അനുമതി കിട്ടിയത് ഇവിടെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവർണർ ആരിഫ് ഖാൻ ആയിരുന്നു. ഗവർണറും നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിൽ നല്ല ക്ലാഷ് ഉണ്ടായിരുന്ന സമയമാണ്. ഹി റിസർവ്ഡ് ഇറ്റ് ഫോർ ദ പ്രസിഡന്റ്. അങ്ങനെ പ്രസിഡന്റ് ഹോൾഡ് ചെയ്ത് വെച്ചിരുന്നതിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ലെജിസ്ലേഷൻസ് ഹോൾഡ് ചെയ്ത് വെച്ചിരുന്നതിൽ ഒന്നായിരുന്നു കേരള ലോകായുക്ത അമെൻമെൻറ്റ് ആക്ട് എന്നുള്ളത്. സോ ആ നിലയ്ക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇങ്ങനെ നെല്ലും പതിനും തിരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഒരു കൺഫ്യൂഷൻ്റെ കാര്യമില്ല. ഓക്കെ, അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ചേ. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറയുന്നത് ലോകായുക്തയുടെ അപ്പോയിൻമെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ലോകായുക്തയുടെ അപ്പോയിൻമെൻറ്റ് പഴയതെന്താണ്? രണ്ട് കണ്ടീഷൻസ്. എന്താണ്? അയാൾ സെർവിങ് ആണോ റിട്ടയർഡ് ആണോ? നമുക്കറിയാം എന്താണ്, റിട്ടയർഡ് ആണ്. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ, അയാൾ ആരായിരിക്കണം? ഓക്കെ, അവിടെ രണ്ട് ഓഫീസ് ഹോൾഡേഴ്സിനെ പറ്റിയാണ് പരാമർശമുള്ളത്. ഏതൊക്കെയാണ്? ഒന്നുകിൽ റിട്ടയർഡ് ആയിട്ടുള്ള, അത് ഓൾറെഡി ഉള്ള കണ്ടീഷനാണ്, സുപ്രീം കോടതി ജഡ്ജി. ഓക്കെ, സുപ്രീം കോടതി ജഡ്ജി. അമെൻമെൻറ്റ് ഇയർ 2022 ആണ്. അമെൻമെൻറ്റ് 2022 ആണ്. ആ അമെൻമെൻറ്റിന് പ്രസിഡന്റിൻ്റെ അനുമതി കിട്ടിയത് 2024 ഓക്കെ, ഇയേഴ്സ് അപ്പാർട്ട്. അതുകൊണ്ട് തന്നെ ഈ നിയമത്തെ അറിയപ്പെടുന്നത് 2022 അമെൻമെൻറ്റ് എന്ന് തന്നെയാണ് അറിയപ്പെടാറുള്ളത്. ഓക്കെ, ശ്രദ്ധിക്കും, ഞാൻ പറയുന്ന പോയിന്റ്സ് ശ്രദ്ധിക്കും. അപ്പം രണ്ട് ഓഫീസ് ഹോൾഡേഴ്സിനാണ് ലോകായുക്ത ആകാനുള്ള യോഗ്യത ഉണ്ടായിരുന്നത്. ഒന്നുകിൽ സുപ്രീം കോടതി ജഡ്ജി അല്ലെങ്കിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ഇനി പുതിയ നിയമത്തിലോട്ട് വരുമ്പോഴോ, ഇപ്പോൾ പ്രാബല്യത്തിലുള്ള നിയമത്തിലോട്ട് വരുമ്പോഴോ, റിട്ടയർഡ് ആണെന്നുള്ള കണ്ടീഷനിൽ മാറ്റമില്ല. റിട്ടയർഡ് ആയിരിക്കണമെന്നുള്ള കണ്ടീഷനിൽ എന്തില്ല? മാറ്റമില്ല. റിട്ടയർഡ് ആയിരിക്കണമെന്നുള്ള കണ്ടീഷനിൽ മാറ്റമില്ല. ദാറ്റ്സ് ക്ലിയർ. ഓക്കെ, ഇനി എന്താണ്? ഓഫീസ് ഹോൾഡേഴ്സിൻ്റെ യോഗ്യതപ്പെട്ട ആൾക്കാരെ നോക്കുമ്പോൾ ഒന്നുകിൽ സുപ്രീം കോടതി ജഡ്ജി അല്ലെങ്കിൽ കേരള അല്ലെങ്കിൽ ഒരു ഹൈക്കോർട്ടിലെ ചീഫ് ജസ്റ്റിസ്. അതുമല്ലെങ്കിൽ എന്താണ്? മൂന്നാമതൊരു കണ്ടീഷൻ കൂടി അവിടെ കൂട്ടിച്ചേർത്തു, ഓർ ദാറ്റ് ഓഫ് എ ജഡ്ജ് ഓഫ് എ ഹൈക്കോർട്ട്. ഒരു ഹൈക്കോടതി ജഡ്ജി ആയാലും മതി, ആരാണെങ്കിൽ തന്നെ അവർ റിട്ടയർഡ് ആയിരിക്കണം. ക്ലിയർ ആണോ? പുതിയ നിയമപ്രകാരം നിങ്ങൾക്കിനി ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരികയാണ്, പ്രസ്താവന ചോദ്യം വരികയാണ്. ലോകായുക്ത, ഓക്കെ, എന്താണ്? പേഴ്സൺ ഹൂ ഷാൾ ബി അപ്പോയിൻറ്റഡ് ആസ് ലോകായുക്ത ഈസ് എ ക്യാൻ ബി എ റിട്ടയർഡ് ജഡ്ജ് ഓഫ് എ ഹൈക്കോർട്ട്. ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? ശരിയാണ്. ആസ് പെർ ദ
അമെൻഡഡ് ആക്ട് അത് ശരിയാണ്, ഒറിജിനൽ ആക്ട് പ്രകാരം അത് ശരിയല്ലായിരുന്നു. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, സമ്മറി ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. അടുത്ത പോയിന്റ് ശ്രദ്ധിച്ചേ. അടുത്ത പോയിന്റ് സബ്സെക്ഷൻ 3 ആണ്. സബ്സെക്ഷൻ 3-ലാണ് എന്തിനെക്കുറിച്ച് പറയുന്നത്? സബ്സെക്ഷൻ 3-ലാണ് ഉപലോകായുക്തയുടെ അപ്പോയിൻമെൻറ്റിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒറിജിനൽ എന്തായിരുന്നു, ഇപ്പോൾ എന്താണ് മാറ്റം നോക്കാം. ലോകായുക്തയുടെ കേസിൽ ഷാൾ ബി എ പേഴ്സൺ ഹൂ ഹോൾഡ്സ്, ഉപലോകായുക്തയുടെ കണ്ടീഷൻ എഴുതുമ്പോൾ ഉപലോകായുക്തയുടെ കണ്ടീഷൻ UPL എന്ന് എഴുതിയ ഉപലോകായുക്ത കേട്ടോ. കണ്ടീഷൻ 1-ൽ എന്ത് വന്നു? സെർവിങ്ങും ആകാം ഹൂ ഹോൾഡ്സ് ഓർ ഹാസ് ഹെൽഡ് എന്നായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർവിങ്ങും ആകാം റിട്ടയേർഡും ആകാം. ഇതെങ്ങനെ മനസ്സിലായി? ബെയർ ആക്റ്റിൽ അങ്ങനായിരുന്നു. സെർവിങ്ങും ആകാം റിട്ടയേർഡും ആകാം. ഹെൽഡ് ദ ഓഫീസ്. ഇനി ആരൊക്കെയാണ് ആ ഓഫീസ് ഹോൾഡേഴ്സ്? ആരൊക്കെയാണ്? ഒന്ന് ഹൈക്കോടതി ജഡ്ജി. ഓക്കെ, ഷാൾ ബി എ പേഴ്സൺ ഹു ഹോൾഡ്സ് ദ ഓർ ഹെൽഡ് ദ ഓഫീസ് ഓഫ് എ ജഡ്ജ് ഓഫ് എ കോർട്ട് ആൻഡ് ഷാൾ ബി അപ്പോയിൻറ്റഡ് ഓൺ ദ അഡ്വൈസ് ടെൻഡേർഡ് ബൈ ദ. ഓക്കെ, ഇത് അടുത്ത പറയേണ്ട ഒരു കാര്യമാണ്, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഹൈക്കോടതി ജഡ്ജി ആയിട്ട് റിട്ടയർ ആയതോ അല്ലെ ഹൈക്കോടതി ജഡ്ജിയായിട്ട് ഇപ്പം നിലവിൽ സർവീസിലിരിക്കുന്നതായിട്ടോ ഉള്ള ഒരാളെ എന്ത് ചെയ്യാം? ഉപലോകായുക്തയായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാം. ഇത്രയാണല്ലോ നമുക്ക് മനസ്സിലായ കാര്യം. എന്നാൽ ഇതാ നോക്കൂ, അമെൻമെൻറ്റ് വന്നപ്പോൾ എന്തെടുത്ത് കളഞ്ഞടേ? അമെൻമെൻറ്റ് വന്നപ്പോൾ ഇൻ ദ സബ്സെക്ഷൻ 3 ദ വേർഡ് ഹോൾഡ്സ് ഷാൾ ബി ഒമിറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപലോകായുക്തയിലേക്ക് വരുമ്പം ആസ് പെർ ദ 2022 അമെൻഡഡ് ആക്ട് സെർവിങ് ആയിട്ടുള്ള ആളുകളെ ഉപലോകായുക്തയായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ സാധിക്കില്ല ഇപ്പോൾ. കാരണം എന്താണ്? അങ്ങനെ സെർവിങ് ആയിട്ടുള്ള ആളുകളെ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ചില നൂലാമാലകളുണ്ട്. ആ നൂലാമാലയാണ് ഒറിജിനൽ ആക്ടിൽ ഇതായി കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു സെർവിങ് ആയിട്ടുള്ള സിറ്റിംഗ് ജഡ്ജിനെയാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നതെങ്കിൽ കൺസേൺഡ് ഹൈക്കോർട്ടിലെ ചീഫ് ജസ്റ്റിസിൻ്റെ കൺസൾട്ടേഷൻ കൂടി എടുക്കണമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രൊവിഷൻ അങ്ങ് അമെൻഡഡ് ആക്ടിൽ എടുത്ത് കളഞ്ഞത് വഴി ഈ എൻറ്റയർ പ്രൊവിഷൻ അങ്ങ് പോയി കിട്ടത്തില്ലേ? അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രൊവിസോ, ഇതാണ് ആ പ്രൊവിസോ മൊത്തത്തിൽ അങ്ങ് പോയി കിട്ടി. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറഞ്ഞ കാര്യം വല്ലതും മനസ്സിലായോ? ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് പിടികിട്ടിയോ? അപ്പോയിൻമെൻ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആണെങ്കിലും സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആണെങ്കിലും മത്സര പരീക്ഷയിൽ പ്രസ്താവന ചോദ്യങ്ങളായിട്ട് വരുന്ന കാര്യങ്ങളാണ് അപ്പോയിൻമെൻറ്റ്, ടേംസ് ഓഫ് സർവീസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് സർവീസ്, റിമൂവൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ലോകായുക്ത ഒരു ഹോട്ട് ടോപ്പിക്കാണ്. ലോക്പാൽ ആൻഡ് ലോകായുക്തയിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് കേരള ലോകായുക്തയെ സംബന്ധിച്ചിട്ടാണ്. 2021 തൊട്ട് തന്നെ നമുക്ക് പാറ്റേൺ മാറിയപ്പോൾ ചോദ്യങ്ങളുണ്ട്. ഈവൻ നമ്മുടെ പാറ്റേൺ മാറിയിട്ടുള്ള ചോദ്യങ്ങൾ പോലും ഇപ്പം നിലവിൽ നമുക്ക് എന്താവത്തില്ല, നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണ്? ഈ പ്രൊവിഷൻ പോയത് കാരണം ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പല ചോദ്യങ്ങളിലേക്ക് കീ തന്നെ മാറേണ്ട അവസ്ഥയാണ്. ഓക്കെ, ഹോപ്പ് തിങ്സ് ആർ മേക്കിംഗ് സെൻസ്. അപ്പോൾ ലോകായുക്ത ഉപലോകായുക്ത അപ്പോയിൻമെൻറ്റ് മുമ്പും നിലവിലും എന്നുള്ള കാര്യത്തിൽ വ്യക്തതയായോ? ഒന്ന് സമ്മറൈസ് ചെയ്ത് പറഞ്ഞേ. ഇത് 1 മാർക്കിൻ്റെ ഏരിയ ആണ്. ഇതൊക്കെ ഷുവർ ഷോർട്ട് ഏരിയാസ് ആണ്. ലോകായുക്തയിൽ നിന്ന് 1 മാർക്ക് ചോദിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഓക്കെ, ഒരു വെയിറ്റേജ് കൂടിയ ഏരിയ ആണ് എന്ത് ലോകായുക്ത എന്ന് പറയുന്നത്. അപ്പോൾ ലോകായുക്ത 2 ഉപലോകായുക്തമാരും. ലോകായുക്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നിയമപ്രകാരം ലോകായുക്തയും ഉപലോകായുക്തയും റിട്ടയേർഡ് ഒഫീഷ്യൽസ് തന്നെയാണ്. നേരത്തെ ഉപലോകായുക്തയിൽ സെർവിങ് ആയിട്ടുള്ള ജഡ്ജിയെ പരിഗണിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ കൺസേൺഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ അനുമതി കൺസൾട്ടേഷൻ തേടേണ്ടതായിട്ടുണ്ടായിരുന്നു. ആ വകുപ്പുകളെല്ലാം ഇപ്പോഴത്തെ ആക്ടിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടു. സോ ആ നിലയ്ക്ക് ലോകായുക്തയും ഉപലോകായുക്തയായിട്ടും തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാർ എന്താണ് സെർവിങ് ആകാൻ പാടില്ല. 2 കൂട്ടരും മീൻസ് ഇരു പൊസിഷൻസും റിട്ടയേർഡ് ആയിട്ടുള്ള ജുഡീഷ്യൽ ലൂമിനറീസിന് വേണ്ടിയാണ് റിസർവ് ആക്കിയിട്ടുള്ളത്. ഇനി ലോകായുക്തയെ പറ്റി പറയുകയാണെങ്കിൽ 3 കൂട്ടർക്ക് ലോകായുക്ത ആകാനുള്ള എലിജിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ സുപ്രീം കോടതിയിൽ തുടങ്ങുകയാണെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിക്ക് ആകാം. ഹൈക്കോടതിയിൽ വരികയാണെങ്കിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനാകാം, ഹൈക്കോടതി ജഡ്ജിക്കും ആകാം. നിലവിൽ കേരള ലോകായുക്തയായിട്ടിരിക്കുന്ന വ്യക്തി ഒരു സുപ്രീം കോടതി ജഡ്ജിയല്ല, അദ്ദേഹം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും അല്ല. അദ്ദേഹം കേവലം കേവലം ഒരു കേരള ഹൈക്കോടതിയിലെ ഒരു റിട്ടയേർഡ് ജഡ്ജി മാത്രമാണ്. ആരാണ് കേരള ലോകായുക്തയായിട്ട് ഇപ്പോൾ സെർവ് ചെയ്യുന്ന വ്യക്തി? കേരള ലോകായുക്തയായിട്ട് സെർവ് ചെയ്യുന്ന വ്യക്തി റിട്ടയേർഡ് ജസ്റ്റിസ് അനിൽ കുമാറാണ്. അദ്ദേഹം ഒരു കേരള ഹൈക്കോടതിയിൽ ജഡ്ജായിട്ട് 2018 അപ്പോയിൻറ്റ് ചെയ്യപ്പെടുകയും 2021 ഡിസംബറിൽ വിരമിക്കുകയും ചെയ്ത വ്യക്തിത്വമാണ്. അദ്ദേഹം എന്തല്ല, ഒരു ചീഫ് ജസ്റ്റിസ് ആയിരുന്നില്ല, അദ്ദേഹം സുപ്രീം കോടതി ജഡ്ജി ആയിരുന്നില്ല. പക്ഷേ അദ്ദേഹം നിലവിൽ അദ്ദേഹം
കേരള ലോകായുക്തയാണ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഐ ഹോപ്പ് ദ ഐഡിയ ഈസ് വെരി ക്ലിയർ. ഓക്കെ, ശരി. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലൂടെ ബാക്കി കണ്ടന്റിലോട്ട് വരാം. സോ ഈ സ്ലൈഡൊക്കെ ഇൻവാലിഡ് ആവും കേട്ടോ. അപ്പോൾ അതിൻ്റെ അവസാനത്തോടുകൂടെ നിങ്ങൾ വായിച്ചു നോക്കണം. ഇത് ഒറിജിനൽ ആക്ട് പ്രകാരമുള്ള സ്ലൈഡാണ്. അതിൻ്റെ ഘടനയെ പറ്റി പറയുന്നു. ഒരു ലോകായുക്ത, 2 ഉപലോകായുക്തമാർ. ഹൂ ക്യാൻ ബിക്കം ലോകായുക്ത, ആർക്കാണ് ലോകായുക്ത ആകാൻ സാധിക്കുന്നതെന്നുള്ളത് ജഡ്ജ് ഓഫ് സുപ്രീം കോടതി, ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട് പ്ലസ് ജഡ്ജ് ഓഫ് ഹൈക്കോർട്ട്. ഓക്കെ, ദ അപ്പോയിൻമെൻറ്റ് ഈസ് മെയ്ഡ് ബൈ ഗവർണർ. ഇനി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ആരാണ് ലോകായുക്തമാരെയും ലോകായുക്തയെയും ഉപലോകായുക്തയും അപ്പോയിൻറ്റ് ചെയ്യുന്നത്? ആരാണ്? അപ്പോയിൻറ്റിങ് അതോറിറ്റി ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ് ആണ്. സംസ്ഥാന ഗവർണറാണ് ആരെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്? ലോകായുക്ത അല്ലെങ്കിൽ ഉപലോകായുക്തനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആരാണ്? സംസ്ഥാന ഗവർണറാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി സംസ്ഥാന ഗവർണർ നേരെ അങ്ങ് അപ്പോയിൻറ്റ് ചെയ്യുവാണോ ചെയ്യുന്നത്? അല്ല, ബൈ ദ അഡ്വൈസ് ഓഫ് ചീഫ് മിനിസ്റ്റർ. ചീഫ് മിനിസ്റ്ററുടെ ഉപദേശപ്രകാരമാണ്, അല്ലെ ചീഫ് മിനിസ്റ്റർ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഗവർണർ അപ്പോയിൻറ്റ് ചെയ്യാറുള്ളത്. ഇനി ചീഫ് മിനിസ്റ്റർ എങ്ങനെയാണ് ഈ പറയുന്ന ലോകായുക്തനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? ചീഫ് മിനിസ്റ്റർ നേരിട്ടൊരു വ്യക്തിയെ ലോകായുക്തയായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കത്തില്ല. ഇറ്റ് ഈസ് എ കമ്മിറ്റി ബേസ്ഡ് അപ്രോച്ച്. ഇറ്റ് ഈസ് എ കമ്മിറ്റി ബേസ്ഡ് അപ്രോച്ച്. ഒരു സമിതിയാണ് ഇത്തരത്തിൽ ചീഫ് മിനിസ്റ്റർക്ക് ഒരു വ്യക്തിയെ ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുക്കുന്നത്. ആ വ്യക്തിയെ ഗവർണർക്ക് ചീഫ് മിനിസ്റ്റർ ശുപാർശ ചെയ്യുന്നു എന്നേ ഉള്ളൂ. അപ്പം ലോകായുക്തയെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ആ കമ്മിറ്റി ഏതാണെന്നുള്ളത് നമുക്ക് പഠിക്കാം. ആ കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ട്? അവിടെ ഒരു 3 അംഗ സമിതിയാണ് ലോകായുക്തയെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി ഉള്ള കമ്മിറ്റിയിലുള്ളത്, സമിതിയിലുള്ളത്. ഉറപ്പായിട്ടും ചീഫ് മിനിസ്റ്റർ അതിൻ്റെ ഭാഗമാണ്. പ്ലസ് ആരൊക്കെയുണ്ട്? സ്പീക്കർ, സംസ്ഥാന നിയമസഭയിൽ എം എൽ സി അതുപോലെ തന്നെ നമ്മുടെ നിയമസഭയും നിയമസഭാ കൗൺസിലും ഉണ്ട് ചില സംസ്ഥാനങ്ങളിലൊക്കെ. കേരള ലോകായുക്തയുടെ കേസ് എടുക്കുകയാണെങ്കിൽ വി ഷാൾ ബി ബോതേർഡ് ഓൺലി അബൌട്ട് ദ കേരള നിയമസഭ. അപ്പോൾ നിയമസഭാ സ്പീക്കർ പ്ലസ് ഒപ്പോസിഷൻ ലീഡർ, ഇങ്ങനെ 3 പേരടങ്ങിയ ഒരു സമിതിയാണ് ആരിലോട്ട് സീറോ ഡൗൺ ചെയ്യേണ്ടത്? ലോകായുക്തയിലോട്ട് സീറോ ഡൗൺ ചെയ്യേണ്ടത്. സോ ഈ 3 അംഗ സമിതി എടുക്കുന്ന തീരുമാനം ചീഫ് മിനിസ്റ്റർ ആർക്ക് മുന്നിൽ വെക്കും? ഗവർണർക്ക് മുന്നിൽ വെക്കും. ഗവർണർ എന്ത് ചെയ്യും? അദ്ദേഹത്തിന് അപ്പോയിൻമെൻറ്റ് കൊടുക്കും. സോ ഇറ്റ്സ് എ 3 മെമ്പേർഡ് ബോഡി. ലോകായുക്തയുടെ കേസിൽ ഇറ്റ്സ് എ 3 മെമ്പേർഡ് ബോഡി. ചീഫ് മിനിസ്റ്റർക്ക് കൺസൾട്ടേഷൻ, ചീഫ് മിനിസ്റ്ററുമായിട്ട് ചേർന്ന് ആ ഒരു ഡെലിബറേഷൻ നടത്തുന്ന ആ സമിതിയിലുള്ള അംഗങ്ങളെ മറന്നു പോകരുത്. ദിസ് ഈസ് എ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ചീഫ് മിനിസ്റ്ററുണ്ട്, സ്പീക്കറുണ്ട്, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവുണ്ട്. ഇറ്റ് ഷാൽ ബി വെരി ക്ലിയർ, ഇറ്റ്സ് എ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി അടുത്ത ലോകായുക്ത ആർക്കൊക്കെ ആവാം? മാറ്റം ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ. നമ്മൾ ആ മാറ്റം ചർച്ച ചെയ്തതാണ്. എന്താണ് മാറ്റം? ഈ ഈസ് ഓർ ഹാസ് ബീൻ എന്നുള്ളതിൽ ഈ ഈസ് എന്നുള്ളത് നമുക്ക് വെട്ടാം. ഹാസ് ബീനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ ഉപലോകായുക്തയായിട്ടും റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്ക് മാത്രമേ എന്തുള്ളൂ? സാധ്യതയുള്ളൂ. റിട്ടയർഡ് ആയിട്ടുള്ള ഒരാളെ മാത്രമേ ഉപലോകായുക്തയായിട്ട് എന്ത് ചെയ്യുള്ളൂ? പരിഗണിക്കുള്ളൂ. ഉപലോകായുക്തയായിട്ട് പരിഗണിക്കപ്പെടേണ്ട ഒരു വ്യക്തിയുടെ യോഗ്യത എന്ന് പറയുന്നത് ഒരു ഹൈക്കോടതി ജഡ്ജിയെങ്കിലും ആയിരിക്കണം. അദ്ദേഹം എന്താണ്? മിനിമം ഒരു ഹൈക്കോടതി ജഡ്ജിയെങ്കിലും ആയിരിക്കണം. മിനിമം ക്വാളിഫിക്കേഷനാണ് ഇതെല്ലാം കേട്ടോ. മാക്സിമം ഉണ്ട്, പക്ഷേ മിനിമം നമുക്ക് ആരെ കിട്ടിയാൽ മതി? ഒരു ഹൈക്കോടതി ജഡ്ജിയെ കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ കൊണ്ട് ചെന്ന് എന്ത് ചെയ്യാം? ഉപലോകായുക്തയാക്കാം. പ്രൊവൈഡഡ് ഈ 3 അംഗ സമിതി എന്ത് ചെയ്യണം? ഒരു ഡെലിബറേഷനിലൂടെ ഒരു കൺസെൻസസിലെത്തണം. കാരണം സ്പീക്കറും ചീഫ് മിനിസ്റ്ററും ഓക്കെ, മറ്റേ കക്ഷി ആരാ? മറ്റേ കക്ഷി പ്രതിപക്ഷ നേതാവാണ്. ഇപ്പോഴത്തെ നിലവിലെ കേസ് വി ഡി സതീശനാണ്. അപ്പോൾ വി ഡി സതീശനും ഷംസീറും പിണറായി വിജയനും കൂടി ഇരിക്കുന്ന സമിതിയാണ് ആരെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്? ഉപലോകായുക്തമാരെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇവർ തിരക്കി ഇറങ്ങുമ്പോൾ ആരെ തിരക്കി ഇറങ്ങിയാൽ മതി? റിട്ടയർഡ് ആയിട്ടുള്ള ഹൈക്കോടതി ജഡ്ജിമാരും എല്ലാം ഇവിടെ ഉണ്ടോ എന്ന് തിരക്കിയാൽ മതി. സർവിംഗ് ആയിട്ടുള്ളവരെ നോക്കണ്ട. പുതിയ മാറ്റം അതാണ്. ഓക്കെ, ദ ചീഫ് മിനിസ്റ്റർ ഗീവ്സ് ദ അഡ്വൈസ് ഫോർ അപ്പോയിൻമെൻറ്റ് ആഫ്റ്റർ കൺസൾട്ടിംഗ് സ്പീക്കർ ആൻഡ് ലീഡർ ഓഫ് ഒപ്പോസിഷൻ. അപ്പോൾ ഇവിടെയും അപ്പോയിൻറ്റ് ചെയ്യുന്ന ആരാണ്? അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഗവർണറാണെന്നുള്ള കാര്യം മറക്കാതിരിക്കുക. ഗവർണറാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗവർണർക്ക് ശുപാർശ ചെയ്യേണ്ടത് ആരാണ്? ചീഫ് മിനിസ്റ്ററാണ്. ചീഫ് മിനിസ്റ്ററാണ്. ഓക്കെ, അതുകൊണ്ട് ഈ കണ്ടീഷൻ ശ്രദ്ധിച്ച്. അഡീഷണലി എന്ന് പറഞ്ഞൊരു പ്രൊവിസോ കിടപ്പുണ്ടായിരുന്നു, ഇതങ്ങ് വെട്ടി അയ്യത്ത് കളഞ്ഞേക്കുക. ഇപ്പോൾ ഈ പ്രൊവിഷൻ ഇല്ല. കാരണം എന്താണ്? സെർവിങ് ആയിട്ടുള്ള ജഡ്ജി ഉള്ള സമയത്ത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ കൺസൾട്ടേഷൻ എടുക്കണമെന്നുള്ളതായിരുന്നു. ആ പോയിന്റ് ഇപ്പം നിലവിലില്ല. അങ്ങനെയാണ് എങ്കിൽ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തേ.
അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തേ. ഈ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് ആളുകൾ ചലഞ്ച് ചെയ്തിരുന്നു. ഈ ക്വസ്റ്റ്യൻ വന്ന സമയത്ത് ആളുകൾ ചലഞ്ച് ചെയ്തിരുന്നു. ഇന്ന് ഈ ചലഞ്ചിങ് ഒന്നും നടക്കത്തില്ല, കാരണം ആ പ്രൊവിഷൻ തന്നെ പോയി. സോ ഇതിൻ്റെ ആൻസർ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. ദ ലോകായുക്ത ആൻഡ് ഉപലോകായുക്ത ആർ അപ്പോയിൻറ്റഡ് ആസ് പെർ ദ റെക്കമെൻഡേഷൻസ് ഓഫ് ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ. ഇപ്പോൾ ലോകായുക്തയാണെങ്കിലും ഉപലോകായുക്തയാണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമുക്ക് ആ സമിതിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അതിൻ്റെ അകത്ത് ഡൗട്ടില്ല. മുമ്പായിരുന്നെങ്കിൽ ഒരു കൺസേൺ വരുമായിരുന്നു. എന്തായിരുന്നു മുമ്പായിരുന്നെങ്കിൽ വരുന്ന കൺസേൺ? എന്തായിരുന്നു? നേരത്തെ ആയിരുന്നെങ്കിൽ തോന്നാമായിരുന്ന കൺസേൺ എന്തായിരുന്നു? സമീറ, ദുല്യ, നിഖിൽ, ജിതിൻ, ശ്രീജു, നീതു. നേരത്തെ ആയിരുന്നെങ്കിൽ നമ്മൾ ഒരു പക്ഷേ അലീജ് ചെയ്തേനെ അല്ലെങ്കിൽ ചലഞ്ച് ചെയ്തേനെ. ഉപലോകായുക്തയുടെ കേസിൽ സെർവിങ് ആയിരുന്നുവെങ്കിൽ ചീഫ് ജസ്റ്റിസ് ഒന്നും കൂടെ വരണ്ടേ എന്നുള്ളൊരു വാദം അവിടെ നിലനിന്നേനെ. പക്ഷേ ഇന്ന് ആ വാദം നിലനിൽക്കുമോ? ഇല്ല. ആസ് പെർ ദ ന്യൂ അമെൻമെൻറ്റ് 2022 ബില്ല് പ്രകാരം, ബില്ല് പിന്നീട് 2024 നിയമമായിട്ടുണ്ട്. ആ നിയമപ്രകാരം, പുതിയ ലോകായുക്ത നിയമപ്രകാരം സമിതിയിൽ ലോകായുക്തയാണെങ്കിലും ഉപലോകായുക്തയാണെങ്കിലും ആ സമിതിയിൽ ആര് മാത്രമേ ഉള്ളൂ? ചീഫ് മിനിസ്റ്റർ, സ്പീക്കർ ഓഫ് ദ ലെജിസ്ലേച്ചർ ആൻഡ് ദ ഓപ്പോസിഷൻ ലീഡർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് ഡൗട്ടിൻ്റെ കാര്യമൊന്നുമില്ല. ഇനി സത്യപ്രതിജ്ഞ ആൻഡ് സത്യവാചകം, ലോക്പാൽ ആൻഡ് ലോകായുക്തേൻ്റെ സത്യപ്രതിജ്ഞയും സത്യവാചകവും. ബിഫോർ സ്റ്റാർട്ടിംഗ് ദെയർ ഡ്യൂട്ടീസ്, ലോകായുക്ത ആൻഡ് ഉപലോകായുക്താസ് മസ്റ്റ് ടേക്ക് ആൻ ഓത്ത് ഓർ അഫർമേഷൻ ആസ് ഗിവൺ ഇൻ ദ ഫസ്റ്റ് ഷെഡ്യൂൾ ഓഫ് ദ ആക്ട്. ഈ നിയമത്തിൻ്റെ 1-ാം ഷെഡ്യൂൾ പ്രകാരമുള്ള സത്യവാചകം ചൊല്ലിയാണ് ലോകായുക്തയും ഉപലോകായുക്തമാരും. ഞാൻ പറയുന്നതിൽ എപ്പോഴെങ്കിലും തെറ്റിപ്പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ കൈൻഡ്ലി എക്സ്ക്യൂസ്. ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ലോകായുക്തയും ഉപലോകായുക്തമാരെ കുറിച്ചുമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ടങ് സ്ലിപ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പ്ലീസ് ബി കോഷ്യസ് അബൌട്ട് ഇറ്റ്. ഓക്കെ, എൻ്റെ ഭാഗത്തുനിന്ന് ടങ് സ്ലിപ്പ് ഉണ്ടായാലും ഞാൻ ഉദ്ദേശിക്കുന്നത് ലോകായുക്തയും ഉപലോകായുക്തമാരുമാണ്. അവർ ഓത്തെടുക്കേണ്ടത് 1-ാം ഷെഡ്യൂൾ പ്രകാരം ഗവർണർക്ക് മുമ്പാകെയോ അല്ലെങ്കിൽ ഗവർണർ അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മുന്നെയാണ് ഓത്തെടുക്കേണ്ടത്. ഇതൊരു സബ് ടോപ്പിക് ലെവലിൽ ക്വസ്റ്റ്യനായിട്ട് വരാൻ അത്ര സാധ്യതയില്ല. നിങ്ങളുടെ സമയമൊക്കെ അത്ര നല്ലതല്ലെങ്കിൽ ചിലപ്പോൾ ഇതും ചോദിക്കാം. അതുകൊണ്ട് ഇതുകൂടെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. ലോകായുക്ത ആൻഡ് ഉപലോകായുക്ത ഓത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നിയമത്തിൻ്റെ 1-ാം ഷെഡ്യൂളിലാണ്. 1-ാം ഷെഡ്യൂൾ പ്രകാരം സത്യവാചകം ചൊല്ലേണ്ടത്, സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് ഗവർണർക്ക് മുമ്പാകെയാണ്, അല്ലെങ്കിൽ ഗവർണർ അപ്പോയിൻറ്റ് ചെയ്ത മറ്റൊരു ഒഫീഷ്യലിൻ്റെ മുമ്പാകെയാണ് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത്. ക്ലിയർ ആണല്ലോ? അതിൻ്റെ അകത്തിന് പേശില്ല, അതിൻ്റെ അകത്തിന് ഫർദർ സംസാരമില്ല. ഓത്ത് ബിഫോർ ടേക്കിംഗ് ഓഫീസ് ഈസ് കൺവെയ്ഡ്. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി ലിമിറ്റേഷൻസ്. ഇതിപ്പോഴും ബാധകമാണ്. ഇവർക്കുള്ള പരിമിതികൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ലോകായുക്ത ആൻഡ് ഉപലോകായുക്ത സംബന്ധിച്ച് ഉള്ള ലിമിറ്റേഷൻസ്: മറ്റ് ജോലികളോ ബിസിനസ്സോ രാഷ്ട്രീയമോ പാടില്ല. മറ്റ് തൊഴിലോ ബിസിനസ്സോ രാഷ്ട്രീയമോ ആർക്ക് പാടില്ല? ലോകായുക്തയായിട്ടോ ഉപലോകായുക്തയായിട്ടോ അപ്പോയിൻറ്റ് ചെയ്യുന്നവർക്ക് പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, കാരണം ലോകായുക്ത ഉപലോകായുക്ത ഓംബുഡ്സ്മാൻഷിപ്പ് ഈസ് ആക്ച്വലി ആപ്ലിക്കബിൾ ഫ്രം ടു എവിടെ വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പഞ്ചായത്ത് അംഗം മുതൽ മുഖ്യമന്ത്രിയെ വരെ അന്വേഷണത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരാനുള്ള അധികാരം ആർക്കുണ്ട്? ലോകായുക്തയ്ക്കും ഉപലോകായുക്തയ്ക്കും ഉണ്ട്. മനസ്സിലായോ? മുഖ്യമന്ത്രി തൊട്ട് മുകളിൽ ഏറ്റവും സംസ്ഥാനത്തെ തല എന്നറിയപ്പെടുന്ന മുഖ്യമന്ത്രി തൊട്ട് എന്തിനേറെ പറയുന്ന ഒരു പഞ്ചായത്ത് അംഗം വരെ എന്തിൻ്റെ പരിധിയിൽ വരും? ലോകായുക്ത ഉപലോകായുക്തയുടെ പരിധിയിൽ വരും. ഇനി വെൻ ഇറ്റ് കംസ് ടു ബ്യൂറോക്രസി, ഒരു ലൈൻ സ്റ്റാഫിലെ ഏറ്റവും താഴെ തട്ട് തൊട്ട് ചീഫ് സെക്രട്ടറി വരെ ഉള്ളവർ ഏതിൻ്റെ പരിധിയിൽ വരും? നമ്മുടെ ലോകായുക്തയുടെ പരിധിയിൽ വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ MLA മാർ, MP മാർ എല്ലാവരും എന്തിൻ്റെ പരിധിയിൽ വരും? ലോക്പാൽ ആൻഡ് ലോകായുക്തയുടെ പരിധിയിൽ വരും. എക്സിക്യൂട്ടീവ്സ് അതിൻ്റെ പരിധിയിൽ വരും. ഈവൻ മുമ്പ് ഒരു ജില്ലാ പാർട്ടിയുടെ, ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ജില്ലാ കമ്മിറ്റി അംഗം പോലും, മനസ്സിലായില്ലയോ, ഒരു ജില്ലാ കമ്മിറ്റി അംഗം തൊട്ട് ജില്ലാ പ്രസിഡൻറ്റ്, സംസ്ഥാന അതായത് രാഷ്ട്രീയ പാർട്ടികൾ, പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ഒഫീഷ്യൽസ് പോലും ഏതിൻ്റെ പരിധിയിൽ വരുമായിരുന്നു? ഒറിജിനൽ 1999 ആക്ട് അല്ലെങ്കിൽ 1998 ആക്ട് പ്രകാരം 1998 ആക്ട് പ്രകാരം ഓഫീസ് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഓഫീസ് ബെയറേഴ്സ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് വെയർ ഈവൻ ഫോൾ അണ്ടർ ദ ആംബിറ്റ് ഓഫ് അല്ലെങ്കിൽ പർവി ഓഫ് ലോകായുക്ത. പക്ഷേ പുതിയ ഭേദഗതി പ്രകാരം ഈ രാഷ്ട്രീയ
കക്ഷികളെയും അതിൻ്റെ ഓഫീസ് ബെയറേഴ്സിനെയും ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ ഒറിജിനലി അവരും പെടുമായിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ അത്രയും വൈഡായിട്ടുള്ള ഒരു എന്താ പറയണ്ടേ ജൂറിസ്ഡിക്ഷൻ അല്ലെങ്കിൽ വൈഡായിട്ടുള്ളൊരു ഒരു അധികാരം കൈയാളുന്ന ഒരു ഓഫീസാണ് ലോകായുക്തയുടേത്. ലോകായുക്തയുടെയും ലോകായുക്തമാരും അടങ്ങിയ ലോകായുക്തയുടേത്. സോ അങ്ങനെ അത്രയും തന്ത്രപ്രധാനമായിട്ടുള്ള ഓംബുഡ്സ്മാൻഷിപ്പിലിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റ് തൊഴിലോ ബിസിനസ്സോ രാഷ്ട്രീയമോ ഒന്നും പാടില്ല. രാഷ്ട്രീയത്തിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഒറിജിനൽ ആക്റ്റിൽ ഒരു ടൈം ഫ്രെയിം മെൻഷൻഡ് ആണ്. എന്ത് മെൻഷൻഡ് ആണ്? ഒരു ടൈം ഫ്രെയിം മെൻഷൻഡ് ആണ്. വെരി ഇൻട്രസ്റ്റിംഗ്. ശ്രദ്ധിച്ചേ, ടൈം ഫ്രെയിം എന്ന് പറയുന്നത് ഇപ്പോൾ ലോകായുക്തയായിട്ടോ ഉപലോകായുക്തയായിട്ടോ വരുന്ന ആൾക്ക് തീരെ രാഷ്ട്രീയം പാടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നടക്കത്തില്ല. ഇപ്പോൾ കോടതിയിലൊക്കെ പ്രവർത്തിക്കുകയാണെങ്കിൽ വക്കീലായിട്ടൊക്കെയാണ് കരിയർ ആരംഭിക്കുന്നതെങ്കിൽ അവർ വക്കീൽ സംഘടനകൾ ദേ മേ ബി അഫിലിയേറ്റഡ് ടു സം പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻ കേരള. സോ ഓഫ് കോഴ്സ് ആൻഡ് ഫോർ ഒബ്വിയസ് റീസൺസ് അവരിപ്പോൾ ജഡ്ജായിട്ടിരിക്കുന്ന സമയത്ത് പോലും അവർക്ക് എന്തെങ്കിലുമൊക്കെ രാഷ്ട്രീയ അഫിലിയേഷൻ ഉണ്ടായിരിക്കും. പക്ഷേ അവരൊരു ഓംബുഡ്സ്മാൻ പദവിയിലോട്ട് വരുന്ന സമയത്ത് ഈ രാഷ്ട്രീയം അവരെ സ്വാധീനിക്കാത്ത രീതിയിൽ വളരെ ഫെയർ ആയിട്ടുള്ളൊരു ടൈം ഗ്യാപ്പ് ഇവരുടെ രാഷ്ട്രീയ പ്രവർത്തനവും ഇവരുടെ അപ്പോയിൻമെൻറ്റും തമ്മിൽ വേണം എന്നുള്ളതാണ് ആ ടൈം ഫ്രെയിം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇവർ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മെമ്പർഷിപ്പ് ഉള്ള ഒരാളായിരുന്നുവെങ്കിൽ ആ മെമ്പർഷിപ്പ് വിച്ഛേദിച്ചിരിക്കണം. ഇവരുടെ അപ്പോയിൻമെൻറ്റിന് 5 കൊല്ലം മുന്നെയെങ്കിലും ആ മെമ്പർഷിപ്പ് ഇവരെന്ത് ചെയ്തിരിക്കണം? വിച്ഛേദിച്ചിരിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2020 CPM മെമ്പറായിട്ടുള്ളൊരു ഒരു ജഡ്ജിയാണെന്ന് വിചാരിക്കുക, ഒരു ഹൈക്കോടതി ജഡ്ജിയാണെന്ന്, അല്ലെങ്കിൽ CPM ആയിട്ട് അഫിലിയേഷനുള്ള ഒരു ഹൈക്കോടതി ജഡ്ജിയാണെന്ന് വിചാരിക്കുക. 2020 അദ്ദേഹം പാർട്ടിയുടെ ബേസിക് മെമ്പർഷിപ്പ് ഉപേക്ഷിച്ചു. അദ്ദേഹത്തെ 2025 ലോകായുക്തയായിട്ടോ ഉപലോകായുക്തയായിട്ടോ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ പറഞ്ഞാൽ പറ്റുമോ? 2020 അദ്ദേഹം രാഷ്ട്രീയ ബന്ധം വിച്ഛേദിച്ചു. അപ്പോൾ 2025 അദ്ദേഹത്തെ ലോകായുക്ത അല്ലെങ്കിൽ ഉപലോകായുക്തയായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ സാധിക്കുമോ? 2025 അപ്പോയിൻറ്റ് ചെയ്യാൻ സാധിക്കുമോ? സാധിക്കത്തില്ല. 5 വർഷമെങ്കിലും മിനിമം വേണം. 5 വർഷമെങ്കിലും മിനിമം വേണം. അത് ഏത് മാസം വിട്ടെന്നൊക്കെ അറിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ 2026 വേണമെങ്കിൽ അദ്ദേഹത്തെ പരിഗണിക്കാം. കാരണം എന്താണ്? ആ 5 ഇയർ ടൈം ഫ്രെയിം അദ്ദേഹം കവർ ചെയ്തത് കൊണ്ട് തന്നെ, 5 ഇയർ ടൈം ഫ്രെയിം കടന്നു പോയതുകൊണ്ട് തന്നെ 2026 ഓൺവേർഡ്സ് അദ്ദേഹത്തെ എന്ത് ചെയ്യാം? പരിഗണിക്കാം. 2026 ഓൺവേർഡ്സ് എന്ത് ചെയ്യാം? പരിഗണിക്കാം. ഇപ്പോൾ 2020 ഏപ്രിലാണ്, 2025 ജനുവരിയിൽ പരിഗണിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 5 വർഷമെങ്കിലും മിനിമം കംപ്ലീറ്റ് ചെയ്യണം. ഇപ്പോൾ മാസക്കണക്ക് വെച്ചല്ലേ അത് നോക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ 2026 ആകുമ്പോൾ അത് സേഫായി. ആ ടൈം ഫ്രെയിം പ്രകാരമുള്ള അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ അഫിലിയേഷൻ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ മെമ്പർഷിപ്പ് എന്നുള്ളത് 5 വർഷം പിന്നിട്ട സാഹചര്യത്തിൽ അദ്ദേഹത്തെ എന്തായിട്ട് പരിഗണിക്കാം? അദ്ദേഹത്തിൻ്റെ മുൻകാല രാഷ്ട്രീയം ഈ പദവിയെ ബാധിക്കില്ല എന്നുള്ള തരത്തിൽ എന്ത് ചെയ്യാം? പദവിയെ ബാധിക്കില്ല എന്നുള്ള തരത്തിൽ അദ്ദേഹത്തെ ഓംബുഡ്സ്മാനിലേക്ക് അല്ലെങ്കിൽ എന്താ പറയണ്ടേ ലോകായുക്തയായിട്ടോ ഉപലോകായുക്തയായിട്ടോ പരിഗണിക്കാം. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഒറിജിനൽ ആക്റ്റിൽ പറയുന്നത്. റീസെൻ്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടി മെമ്പേഴ്സ് ആകാൻ പാടില്ല എന്നുള്ളത് വ്യക്തമായി പറയുന്നുണ്ട്. എ പേഴ്സൺ കനോട്ട് ബി അപ്പോയിൻറ്റഡ് ആസ് ലോകായുക്ത അല്ലെങ്കിൽ ഉപലോകായുക്ത ഇഫ് ദേ വേർ എ മെമ്പർ ഓഫ് എനി പൊളിറ്റിക്കൽ പാർട്ടി ഇൻ ദ ലാസ്റ്റ് 5 years ബിഫോർ ദ സ്റ്റാർട്ട് ഓഫ് ദ ആക്ട്. ആക്ട് തുടങ്ങിയ സമയത്താണെങ്കിൽ 5 വർഷം മീൻസ് ആക്ട് തുടങ്ങിയ സമയത്ത് ഫസ്റ്റ് അപ്പോയിൻമെൻറ്റിൻ്റെ കേസാണ് പറയുന്നത്. ഇൻ ദ കേസ് ഓഫ് ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ് ഓർ ദ ഡേറ്റ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഇൻ ദ കേസ് ഓഫ് ലേറ്റർ അപ്പോയിൻമെൻറ്റ്സ്. ആ വെരി ഫസ്റ്റ് ഇൻസ്റ്റോളേഷൻ ഓഫ് ലോകായുക്ത വന്ന സമയത്ത് ആക്ടിൻ്റെ ഡേറ്റിൽ നിന്നുള്ള 5 വർഷവും പിന്നീട് സബ്സിക്വൻ്റ് ആയിട്ടുള്ള അപ്പോയിൻമെൻറ്റിൽ അവരുടെ ഡേറ്റ് ഓഫ് അപ്പോയിൻമെൻറ്റും ഡേറ്റ് ഓഫ് അവരുടെ എന്താ പറയേണ്ട റിനൗൺസ്മെൻറ്റ് ഓഫ് ദെയർ പാർട്ടി മെമ്പർഷിപ്പും തമ്മിൽ എന്ത് വേണം? 5 വർഷത്തെ ഗ്യാപ്പ് വേണം. ഓക്കെ, ഡേറ്റ് ഓഫ് റിനൗൺസ്മെൻറ്റ്, ഡേറ്റ് ഓഫ് അപ്പോയിൻമെൻറ്റിൻ്റെ ഡേറ്റും ഡേറ്റ് ഓഫ് റിനൗൺസിങ് ദെയർ പാർട്ടി മെമ്പർഷിപ്പും തമ്മിൽ എത്ര വർഷത്തിൻ്റെ ഗ്യാപ്പ് ഉണ്ടായിരിക്കണം? 5 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. 5 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരിക്കണം. അത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ? ഓക്കെ, സോ ഇൻ ഷോർട്ട് ലോകായുക്ത ആൻഡ് ഉപലോകായുക്ത മസ്റ്റ് ബി ഫുള്ളി ന്യൂട്രൽ. എന്താണ്? എല്ലാ മനുഷ്യർക്ക് രാഷ്ട്രീയവും താല്പര്യങ്ങളും ഒക്കെ ഉള്ള ആൾക്കാരാണ്. പക്ഷേ ഇതുപോലൊരു പദവിയിൽ ഓംബുഡ്സ്മാൻ എന്ന് പറയുന്ന ഒരു പദവിയിലോട്ട് വരുമ്പോൾ അവർ പൂർണ്ണമായിട്ടും എന്തായിരിക്കണം? അവർ പൂർണ്ണമായിട്ടും നിഷ്പക്ഷരായിരിക്കണം, ന്യൂട്രൽ ആയിരിക്കണം. അതുകൊണ്ട് ഇവരെ റിഫൈൻ ചെയ്ത ശേഷമാണ്, ഇവർക്ക് ഇത്തരത്തിലുള്ള അഫിലിയേഷനൊക്കെ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് ഈ 3 അംഗ സമിതി ഇവരെ ചീഫ് മിനിസ്റ്റർ വഴി ആരുടെ മുന്നിലേക്ക് ശുപാർശ ചെയ്യുള്ളൂ? ഗവർണർക്കായിട്ട് അപ്പോയിൻമെൻറ്റിന് വേണ്ടി ശുപാർശ ചെയ്യുള്ളൂ എന്ന് ചുരുക്കം. ഓക്കെ, ഇനി ടേംസ് ഓഫ് ഓഫീസ് ആൻഡ് അതർ കണ്ടീഷൻസ് ഓഫ് സർവീസ്. അപ്പോൾ ഇത് സ്ലൈഡ് ഓർഗാനിക്കായിട്ട് പ്രിപ്പയർ ചെയ്ത സ്ലൈഡാണ്. ആ സ്ലൈഡ് പ്രകാരം ടേംസ് ഓഫ് ഓഫീസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് സർവീസിൽ മാറ്റം വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യമേ ഒറിജിനൽ ഒന്ന് പഠിച്ചിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ള സബ് ടോപ്പിക്കാണെന്ത്? ടേംസ് ഓഫ് ഓഫീസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് സർവീസ്. ടേംസ് ഓഫ് ഓഫീസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് സർവീസ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? പറയുന്ന കാര്യങ്ങളൊക്കെ പിടികിട്ടുന്നുണ്ടോ? കുറച്ച് ഡെപ്തിൽ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് മാർക്ക് നഷ്ടപ്പെടാൻ പാടില്ല. മാത്രമല്ല കറണ്ടായിട്ടൊരു ഡെവലപ്മെൻറ്റ് ഈ വിഷയത്തിൽ പുതിയ നിയമ ഭേദഗതിയുടെ രൂപത്തിൽ വന്നിട്ടുണ്ട്. സോ പഴയ രീതിയിൽ പഠിച്ച ആളുകൾക്ക് ചിലപ്പോൾ തെറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ആ മാറ്റങ്ങളോട് ഉൾക്കൊണ്ട് പറഞ്ഞു പോകുന്നത്. ഓക്കെ, വൺസ് അപ്പോയിൻറ്റഡ് ദ ലോകായുക്ത or ഉപലോകായുക്ത holds office for 5 years
from the date they start the job. However, they can resign any time by writing to the governor. They can also be removed from office, but only through a specific legal procedure mentioned in another section of the act. പിന്നെ അവർക്ക് എന്തില്ല, റീഅപ്പോയിൻമെൻ്റ് ഇല്ല. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദെയർ 5-year term they cannot be reappointed to the same post again. ലോകായുക്തമാരെ ലോകായുക്ത എന്നുള്ള തസ്തികയിലേക്കും ഉപലോകായുക്തമാരെ ഉപലോകായുക്ത എന്നുള്ള തസ്തികയിലേക്കും എന്ത് ചെയ്യാറില്ല, പുനർനിയമനം നടത്താറില്ല. എന്ത് ചെയ്യാറില്ല, പുനർനിയമനം നൽകാറില്ല എന്നുള്ള കാര്യം കൂടി ഓർക്കുക. ഓക്കെ, ഇനി അപ്പോൾ ഇവിടുന്ന് ഒരു കാര്യം ഞാൻ ആദ്യമേ പറയട്ടെ. നമ്മൾ പഠിച്ചൊരു പോയിന്റ്, ഇതിൽ മാറ്റമില്ല, ഈ പോയിന്റ് ഇപ്പോഴും ഹോൾഡ്സ് ട്രൂ. ഇവർക്ക് എപ്പോൾ വേണമെങ്കിലും ഇവരുടെ കാലാവധി തീരുന്നതിന് മുന്നേ എന്ത് ചെയ്യാം, ഇവർക്ക് വേണമെങ്കിൽ രാജിവെച്ചൊഴിയാം. തൽസ്ഥാനത്ത് നിന്ന് ലോകായുക്തയ്ക്കും 2 ഉപലോകായുക്തമാർക്കും വേണമെങ്കിൽ രാജിവെച്ചൊഴിയാം. അത്തരത്തിൽ രാജിവെക്കണമെന്നുണ്ടെങ്കിൽ ഇവർ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ആർക്കാണ്? സ്പീക്കർക്കാണോ, മുഖ്യമന്ത്രിക്കാണോ, ഏതെങ്കിലും വകുപ്പ് മന്ത്രിക്കാണോ? അല്ല. ആർക്കാണ്? ഗവർണർക്കാണ് ഇവർ രാജി സമർപ്പിക്കേണ്ടത്. എന്താണ്? ഗവർണർക്കാണ് രാജി സമർപ്പിക്കേണ്ടത്. അങ്ങനെയാണ് എങ്കിൽ അത് കേരള PSC ചോദിച്ചിട്ടുണ്ട് ഡിഗ്രി പ്രിലിംസിൽ. നിങ്ങൾ ആൻസർ ചെയ്തേ. ലോകായുക്ത ക്യാൻ റിസൈൻ ബൈ സബ്മിറ്റിംഗ് റെസിഗ്നേഷൻ ടു. ആർക്ക് രാജി സമർപ്പിച്ചുകൊണ്ടാണ് ലോകായുക്തയ്ക്ക് രാജിവെക്കാൻ സാധിക്കുക? വളരെ വ്യക്തമല്ലേ ഉത്തരം? ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി, ഗവർണർ. ആർക്കാണ്? ഗവർണർക്കാണ് രാജി സമർപ്പിക്കേണ്ടത്. ഗവർണർക്കാണ് എന്ത് ചെയ്യേണ്ടത്? രാജി സമർപ്പിക്കേണ്ടത്. രാജിക്കത്ത് ആർക്കാണ് കൊടുക്കേണ്ടത്? ഗവർണർക്കാണ് കൊടുക്കേണ്ടത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. രാജിക്കത്ത് ഗവർണർക്ക് കൊടുക്കുക. ഓക്കെ, ശരി. ഇനി റിട്ടയർമെൻറ്റിന് ശേഷം മറ്റെന്തെങ്കിലും തൊഴിലെടുക്കാൻ പറ്റുമോ? മറ്റെന്തെങ്കിലും തൊഴിലെടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ, വൺസ് ദേ ലീവ് ദെയർ ഓഫീസ് ദേ കനോട്ട് ടേക്ക് അപ്പ് എനി അതർ ഗവൺമെൻറ് ജോബ് ഓർ ജോബ് ഇൻ എനി ഗവൺമെൻറ് അതോറിറ്റി, ബോർഡ് ഓർ കോർപ്പറേഷൻ, കമ്പനി, സൊസൈറ്റി, യൂണിവേഴ്സിറ്റി മെൻഷൻഡ് ഇൻ ദ ആക്ട്. അതായത് സർക്കാരുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള ഒരു പ്രസ്ഥാനത്തിൽ ഇവർക്ക് തുടർ നിയമനം ഇവർ സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇതെന്തിനു വേണ്ടിയാണെങ്കിൽ ഇവരുടെ സ്വതന്ത്രത, ഇവരുടെ ഒരു ന്യൂട്രാലിറ്റി, ഇവരുടെ അക്കൗണ്ടബിലിറ്റി ടു ദ ഓഫീസ് അല്ലെങ്കിൽ പോസ്റ്റ് ദേ ഹോൾഡ്, അതുപോലെ തന്നെ ഇവർക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ടെംപ്ടേഷൻ. ഇയാൾ റിട്ടയർ ചെയ്ത് വാ, ഇയാൾ പെൻഷൻ പറ്റി വരുമ്പോൾ അല്ലെങ്കിൽ ഇയാളുടെ റിട്ടയർമെൻറ്റിന് ശേഷം ഞങ്ങൾ ഇവിടെ വലിയൊരു ജോലി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇവരെ ല്യൂർ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്നുള്ള ഒരു ജോലിക്ക് സ്കോപ്പില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പിന്നെ ല്യൂർ ചെയ്യാൻ ആരും മെനക്കെടത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചർ ജോബ്, ഈ ഫോർമൽ ജോബ്സ് ഇവർക്ക് എടുക്കാൻ പറ്റത്തില്ല ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട്. അതായത് ദേ കനോട്ട് ടേക്ക് അപ്പ് എനി അതർ ഗവൺമെൻറ് ജോബ് ഓർ ജോബ് ഇൻ എനി ഗവൺമെൻറ് അതോറിറ്റി. ഗവൺമെൻറ്റിൻ്റെ അതോറിറ്റിയുടെ കീഴിൽ വരുന്ന ജോലികൾ, കമ്പനി, ബോർഡ്, കോർപ്പറേഷൻ, അതുപോലെ തന്നെ സൊസൈറ്റി, യൂണിവേഴ്സിറ്റി, ഇതിലൊന്നും ദേ ആർ ലീഗൽ ലൂമിനറീസ് അല്ലേ, ദേ ആർ ലീഗൽ ലൂമിനറീസ്. ഈ പറയുന്ന ഏത് മേഖലയിൽ വേണമെങ്കിലും പിന്നീട് അവരുടെ എക്സ്പെർട്ടൈസ് വേണമെങ്കിൽ വിനിയോഗിക്കാനുള്ള അറിവുള്ള ആൾക്കാരാണ്. എക്സാക്ട്ലി ശ്രീഹരി, അറിവുള്ള ആൾക്കാരാണ്. അപ്പോൾ ആ നിലയ്ക്ക് അവർ ജോലിയിൽ ഇരിക്കുന്ന സമയത്ത് അവരെ വേണമെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് 5 കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വളരെ വലിയ ഒരു ജോലി ഓഫറിലുണ്ട് എന്ന് വേണമെങ്കിൽ അവരെ ടെംപ്ടേഷൻ അല്ലെങ്കിൽ അവരെ പ്രലോഭിപ്പിക്കാൻ സാധ്യതയുണ്ട്. ആ പ്രലോഭനമെല്ലാം മുളയിലേ നുള്ളിക്കൊണ്ട് എന്തില്ല, റിട്ടയർമെൻറ്റിന് ശേഷം അവർക്ക് എന്തില്ല, അവർക്ക് ഗവൺമെൻറ് ബന്ധപ്പെട്ട സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലൊന്നും അവർക്ക് തൊഴിലെടുക്കാൻ സാധിക്കത്തില്ല. ഓക്കെ, അത് പ്രത്യേകം ഓർക്കുക. സാലറി ആൻഡ് സർവീസ് കണ്ടീഷൻ ജസ്റ്റ് ലൈക്ക് എനി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ് പോലെ തന്നെ, കോൺസ്റ്റിറ്റ്യൂഷണൽ ഓഫീസേഴ്സ് പോലെ തന്നെ അവരുടെ സാലറിയോ അലവൻസോ സർവീസ് കണ്ടീഷൻസോ ഈ പറയുന്നത് പോലെ ഗവൺമെൻറ്റിൻ്റെ നിയമം വഴി അത് നിശ്ചയിക്കാം. പക്ഷേ നിങ്ങൾ രാജ്യത്തെ 3 അക്കൗണ്ട്സിനെ പറ്റി കേട്ടിട്ടില്ലേ? ഏതൊക്കെയാണ്? കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ, കണ്ടിൻജൻസി ഫണ്ട് ഓഫ് ഇന്ത്യ ആൻഡ് പബ്ലിക് അക്കൗണ്ട് ഓഫ് ഇന്ത്യ. ഓക്കെ, ഇഫ് 2 രീതിയിലാണ് കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് പണം പിൻവലിക്കപ്പെടാറുള്ളത്. വോട്ടഡും ഉണ്ട്, ചാർജഡും ഉണ്ട്. ചാർജഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവിടെ ആരുടെയും വോട്ടോ അനുമതിയോ ഒന്നും വേണ്ട. അത് ഡയറക്റ്റ്ലി അവിടെ നിന്ന് എന്താണ് ആ ഫണ്ട് വകയിരുത്താൻ സാധിക്കും. അതാണ് ചാർജഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പം ലോകായുക്തയും ഉപലോകായുക്തമാരെ സംബന്ധിച്ചിടത്തോളം they will get pay and benefit similar to Supreme Court ജഡ്ജി അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട് depending on eligibility. Okay, and once appointed their salary or conditions cannot be reduced to their disadvantages. Exactly ജിതിൻ. ചാർജഡും വോട്ടഡും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ വോട്ടഡ് ആണെന്നുണ്ടെങ്കിൽ ദ മെമ്പേഴ്സ് ഹാവ് ടു വോട്ട്. അതിൽ നിന്ന് ആ പണം പിൻവലിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം? വോട്ട് ചെയ്താണ് പിൻവലിക്കേണ്ടത്. ചാർജഡ് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൽ നിന്ന് എന്ത് ചെയ്യാം? അത് ആപ്ലിക്കബിൾ ആണ്. സോ ഇവിടെ അത് തന്നെയാണ് ഇവിടെ വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ വൺസ് അപ്പോയിൻറ്റ് ചെയ്ത ശേഷം നിങ്ങളിപ്പോൾ ഒരു ഉദ്യോഗത്തിലേക്ക് എടുക്കുന്നു, ഇത്ര ശമ്പളം പറഞ്ഞ് ജോലിക്ക് എടുത്ത ശേഷം 2-3 മാസം കഴിഞ്ഞ ശേഷം പറയുകയാണ്, ഓക്കെ നിങ്ങളുടെ സർവീസ് കണ്ടീഷൻസ് മാറിയിട്ടുണ്ട്, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒറിജിനലായിട്ടുള്ള സാലറി തരാൻ പറ്റത്തില്ല. ഓക്കെ, നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് മണിക്കൂർ അടിസ്ഥാനത്തിൽ ശമ്പളം തരാൻ പറ്റത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താടേ? അതൊരു തരത്തിലുള്ള ചെറ്റത്തരവും തമ്മാടിത്തരവും അല്ലേ?
ഇപ്പം ഒരാളുടെ മുഖം കാണിച്ച് ബിസിനസ് ചെയ്യുക, അയാളെ വെച്ചിട്ട് ഈ പറയുന്നത് പോലെ എന്താണ് ബിസിനസ് വളർത്തുക, അതിനുശേഷം പിന്നീട് അദ്ദേഹത്തെ ഒരു മണിക്കൂർ അടിസ്ഥാനത്തിൽ ജോലിക്കാരനാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? അവരുടെ കണ്ടീഷൻസ് ആൻഡ് സാലറി വെയർ ആക്ച്വലി റെഡ്യൂസ്ഡ് ടു ദെയർ ഡിസഡ്വാൻറ്റേജ് അല്ലേ. സമാനമായ രീതി നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇത്തരം പദവികളിലൊക്കെ പ്രൊട്ടക്റ്റഡ് ആണ്. നിങ്ങൾ ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ് എടുത്ത് നോക്കിയാലും ഈ കണ്ടീഷൻസ് അവിടെ കാണും. വൺസ് അപ്പോയിൻറ്റഡ് അവരുടെ സാലറിയോ അവരുടെ കണ്ടീഷൻസോ എന്ത് ചെയ്യാൻ പാടില്ല, അവരുടെ കണ്ടീഷൻസോ അവരുടെ ഒരു അവർക്ക് ഡിസഡ്വാൻറ്റേജ് ഉണ്ടാകുന്ന രീതിയിൽ പുനഃക്രമീകരിക്കാൻ പാടില്ല. നിങ്ങൾക്ക് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം? പറഞ്ഞു വിട്ടേക്കണം, അവരടുത്ത ജോലി നോക്കും. അതല്ലാതെ അവരെ നിർത്തിക്കൊണ്ട് അവരുടെ സാഹചര്യം മുതലെടുത്തുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? അല്ലെങ്കിൽ അവരുടെ അവസ്ഥ മുതലെടുത്തുകൊണ്ട് അവരുടെ ഡിസഡ്വാൻറ്റേജിലേക്ക് അവരുടെ കണ്ടീഷൻസ് ഡിസ്കൗണ്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. വൺസ് അപ്പോയിൻറ്റഡ് ദെയർ സാലറി ഓർ കണ്ടീഷൻസ് കനോട്ട് ബി റെഡ്യൂസ് ടു ദെയർ ഡിസഡ്വാൻറ്റേജ്. ഇതുണ്ട്. ഇവരെ ലോകായുക്ത ഉപലോകായുക്തയായിട്ട് അപ്പോയിൻറ്റ് ചെയ്തു, അതിനുശേഷം അവരുടെ സാലറിയോ അല്ലെങ്കിൽ സർവീസ് കണ്ടീഷൻസോ അവരുടെ റെസിഡൻസ് അല്ലെങ്കിൽ അക്കോമഡേഷൻ അലവൻസോ ഇതൊന്നും വെട്ടിക്കുറയ്ക്കാൻ പാടില്ല. ഓക്കെ, ഇഫ് ദേ ആർ നോട്ട് പെർഫോമിംഗ് വെൽ റിമൂവ് ചെയ്യാനുള്ള പ്രൊസീജിയർ പറയുന്നുണ്ട്. ആ പ്രൊസീജിയർ ഉപയോഗിച്ച് അവർ റിമൂവ് ചെയ്യാം. ഓക്കെ, സോ വെയർ ഡസ് ദ മണി കംസ് ഫ്രം? ഇവർക്ക് കൊടുക്കാനുള്ള പണം എവിടെ നിന്നാണ് വരുന്നത്? ഓൾ എക്സ്പെൻസസ്, അവരുടെ ശമ്പളം ആണെങ്കിലും ശരി, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിലും ശരി, അവരുടെ സ്റ്റാഫ് പെൻഷൻ ആൻഡ് അലവൻസ് ആണെങ്കിലും ശരി, അതെല്ലാം കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് സ്റ്റേറ്റ്, സംസ്ഥാന കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ് വരുന്നത്. ദിസ് മീൻസ് ദ മണി ഈസ് സെക്യൂർഡ് ബൈ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് കനോട്ട് ബി ബ്ലോക്ക്ഡ് ഓർ റെഡ്യൂസ്ഡ് ആർബിട്രലി ബൈ ദ ഗവൺമെൻറ്. ഈ പണം കോൺസ്റ്റിറ്റ്യൂഷണലി സെക്യൂർഡ് ആണ്. സംസ്ഥാന ഗവൺമെൻറ് വിചാരിച്ചാൽ ഇത് കുറയ്ക്കാനോ തടഞ്ഞു വെക്കാനോ സാധിക്കത്തില്ല. അതാണെന്ത്? കൺസോളിഡേറ്റഡ് ഫണ്ട്, സ്റ്റേറ്റ് കൺസോളിഡേറ്റഡ് ഫണ്ടിൻ്റെ പ്രത്യേകത. ഓക്കെ, നോക്കൂ. ഇനി റിമൂവൽ ഓഫ് ലോകായുക്ത ആൻഡ് ഉപലോകായുക്ത. ലോകായുക്തമാരെ എങ്ങനെ റിമൂവ് ചെയ്യാം? റിസൈൻ ചെയ്യുന്നതിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, ടെന്യൂറിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, 5 വർഷമാണെന്ന് പറഞ്ഞു. പക്ഷേ ടെന്യൂർ പറഞ്ഞ എവിടെയും നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? കാലാവധി പറഞ്ഞ കൂട്ടത്തിൽ എവിടെയും ഏജ് ലിമിറ്റ് പറയുന്നില്ല. നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ നമ്മൾ സുപ്രീം കോടതി ജഡ്ജി, ഹൈക്കോടതി ജഡ്ജിയുടെ കേസിലോട്ടൊക്കെ വരുമ്പം നിങ്ങൾ നോക്കേ, സുപ്രീം കോടതി ജഡ്ജിയുടെ റിട്ടയർമെൻറ്റ് ഏജ് എത്രയാണ്? അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 124 ക്ലോസ് 2, 124 ക്ലോസ് 2 പ്രകാരം ഒരു സുപ്രീം കോടതി ജഡ്ജിയുടെ റിട്ടയർമെൻറ്റ് ഏജ് എത്രയാണ്? അത് പറയാം. റിമൂവ് ചെയ്യാനുള്ള അതോറിറ്റി ആരാണെന്നുള്ള കാര്യം ഞാൻ പറയാം. സുപ്രീം കോടതി ജഡ്ജിയുടെ റിട്ടയർമെൻറ്റ് ഏജ് 65 വയസ്സാണ്. 217 ക്ലോസ് 1 പ്രകാരം ഹൈക്കോടതി ജഡ്ജിയുടെ റിട്ടയർമെൻറ്റ് ഏജ് എത്രയാണ്? 62 ആണ്. ഹൈക്കോടതി ജഡ്ജിയുടെ റിട്ടയർമെൻറ്റ് ഏജ് എത്രയാണ്? 62 ആണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റ് അല്ലേ? ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരും കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. സുപ്രീം കോടതി ജഡ്ജി, അതുപോലെ തന്നെ ഹൈക്കോടതി ജഡ്ജി. ഇനി സുപ്രീം കോടതി ജഡ്ജി ആവാൻ യോഗ്യതയുള്ള ഒരാൾക്കാണ് ചീഫ് ജസ്റ്റിസ് ആവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചീഫ് ജസ്റ്റിസിൻ്റെ വിരമിക്കൽ പ്രായം 65 ആണ്. ഹൈക്കോടതികളിലേക്ക് വരുമ്പോൾ സംസ്ഥാന ജഡ്ജിമാരുടെയും ചീഫ് ജസ്റ്റിസിൻ്റെയും വിരമിക്കൽ ഏജ് 62 ആണ്. ഇത് രണ്ടും കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. 124 ക്ലോസ് 2ഉം 217 ക്ലോസ് 1ഉം 62 ഹൈക്കോടതി, 65 സുപ്രീം കോടതി. അങ്ങനെ ഓർത്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് അതിനെന്തെങ്കിലും ഇത് വല്ലതും ഉണ്ടോ? ഹിൻഡോ വല്ലതും കാര്യങ്ങളും ഉണ്ടോ? 65 62 എന്നുള്ളതിന് എന്തെങ്കിലും ഓർത്ത് വെക്കാനായിട്ട് നിങ്ങളുടെ എന്തെങ്കിലും കാര്യമുണ്ടോ? മറക്കല്ലേ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 65 62. എന്താ ആരതി മധുസൂദന ഒരു മെസ്സേജ് ഇട്ട് റിട്രാക്ട് ചെയ്തേ? ഏജ് പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണോ? ശരി. എന്നാൽ ലോക്പാൽ ആൻഡ് ലോകായുക്തയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നോക്കേ, ലോക്പാൽ ആൻഡ് ലോകായുക്തയെ സംബന്ധിച്ചിടത്തോളം ഏജ് ലിമിറ്റ് ഒന്നും പ്രസ്താവിച്ചിട്ടില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടയർഡ് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം വേണമെങ്കിൽ അയാൾക്ക് ഏത് പ്രായത്തിലും ഈ 5 വർഷ കാലാവധി തികയ്ക്കാം എന്നുള്ളതല്ലേ അതിൻ്റെ അകത്തെ വ്യംഗ്യമായ അർത്ഥം, അതിൻ്റെ അകത്ത് അടങ്കൽ അർത്ഥം അതല്ലേ അല്ലേ? ഏജ് ലിമിറ്റ് ഇവിടെ എവിടെയെങ്കിലും കാണുന്നുണ്ടോ? നിങ്ങൾ ഒറിജിനൽ ആക്ട് കാണിച്ചു തരാം. എന്നാൽ വെരി ഇമ്പോർട്ടൻറ്റ്, പുതിയ നിയമപ്രകാരം, ഭേദഗതി നിയമപ്രകാരം ഏജ് ലിമിറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ്? ഏജ് ലിമിറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കണ്ടിട്ട് റിമൂവലിലോട്ട് വരുന്നതല്ലേ നല്ലത്. നമ്മൾ ക്വാളിഫിക്കേഷൻ ഓഫ് ലോക്പാൽ ആൻഡ് ലോകായുക്ത, അതായത് അപ്പോയിൻമെൻറ്റ് ഓഫ് ലോക്പാൽ ആൻഡ് ലോകായുക്ത കണ്ടു കഴിഞ്ഞു. ഇനി ഈ പറയുന്ന കണ്ടീഷൻസും കൂടെ ഒന്ന് നോക്കാം. അതായത് എന്താണ് ടേം ഓഫ് ഓഫീസ് ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഓടി വരാം. ശ്രദ്ധിച്ചേ. കോർ ഏരിയാസ് മാരത്തോൺ ക്ലാസ് തന്നെ എടുക്കേണ്ടി വരുമെന്നാണ് എൻ്റെ ഈ ഒരു 3-4 ഡേയ്സിലെ എക്സ്പീരിയൻസ് പറയുന്നത്. നിങ്ങൾ പ്രിലിംസ് കം മെയിൻസ് പ്രിപ്പറേഷന് മനസ്സോടെ ഇരിക്കുന്ന ആൾക്കാരെന്നുള്ള നിലയ്ക്ക് ഇത് തീർച്ചയായിട്ടും മെയിൻസ് ടോപ്പിക്ക് കൂടിയാണ്.
അത്തരം മാരത്തോൺ ക്ലാസ്സുകളൊക്കെ ഇരിക്കാനുള്ള മനസാന്നിധ്യം നിങ്ങൾക്ക് ഉണ്ടല്ലോ അല്ലേ? മീൻസ് ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ 5 മണിക്കൂറൊക്കെ ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ട്. WCAS-PD-യിലെ നിങ്ങൾ PYQ സെഷൻസൊക്കെ കണ്ടാൽ മതി. ഇറ്റ് വെൻറ്റ് ഓൺ ഫോർ അവേഴ്സ്. ഓക്കെ, ആ ഒരു നെക്സ്റ്റ് വീക്ക് ഓൺവേർഡ്സൊക്കെ നമുക്ക് അങ്ങനെ ഒരു മോഡിലോട്ട് മാറേണ്ട സാഹചര്യം ഉണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ട് ഞാൻ ഈ 1 വീക്കിൽ ഒരു കാലിബ്രേഷൻ ഇട്ടതാണ്. എനിക്ക് പേഴ്സണലി ഒരുപാട് ചാലഞ്ചസ് അത് കറണ്ടായിട്ടും പാമ്പായിട്ടും പട്ടിയായിട്ടും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം മാറ്റിവെച്ച് ഫുള്ളി ഇതിലേക്ക് പോവുകയാണ്. ഇത് വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ചുമതലയായിട്ട് എനിക്ക് മാറിയിട്ടുണ്ട്. സോ മാരത്തോൺ ക്ലാസ്സസ് ആണെങ്കിൽ നിങ്ങളുടെ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ക്രാഷ് കോഴ്സ് ആണെങ്കിൽ പോലും ഏറ്റവും ആവശ്യം കാര്യങ്ങൾ പറയാതെ പോയിട്ട് കാര്യമില്ല. ഇന്നലെ ഒന്നും നല്ല ഫ്ലോ ഇല്ലായിരുന്നു. അപ്പം ജിതിനെ ഇന്നലെ ഇത്തിരി ടയർഡായിരുന്നു അല്ലേ? ശരി, നിങ്ങൾ എന്നിരുന്നാൽ മതിയുടെ നിങ്ങൾ ഒരു 5 മാസം കഷ്ടപ്പെട്. 5 മാസം കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത 30 കൊല്ലം നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ടുള്ള കഷ്ടപ്പാടുകളല്ലേ ഉള്ളൂ. ജോലിയില്ല, കൂലിയില്ല, നാട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല എന്നുള്ള പ്രശ്നമൊക്കെ അങ്ങ് മാറി കിട്ടത്തില്ലേ? ഈ പറയുന്ന 5, 6, 7 തസ്തികയുണ്ട്. അതിലേതെങ്കിലും ഒന്നിൽ കയറി പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സർവീസ് ബെറ്റർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ആയി. KS കമ്പനി ബോർഡ് അല്ലെന്നുണ്ടെങ്കിൽ KS എഴുതാനുള്ള ഓപ്പർച്യൂണിറ്റി ആയി. ഓക്കെ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായി മാറി. ഓക്കെ, അപ്പോൾ ഈ ഒരു 3-4 മാസം കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു 30 കൊല്ലം അന്തസ്സോടെ ഡിഗ്നിറ്റിയോടുകൂടി കേരളത്തിൽ ജീവിക്കാം. അതെ, എനിക്ക് ആകെ ഇതേ ഉള്ളൂ. ഞാൻ ഇപ്പോൾ പേഴ്സണലി പറയാനാണെങ്കിൽ ഇപ്പം എൻ്റെ ഇഫ് ഐ എം ഓക്കെ പേഴ്സണലി ഓക്കെ, ഇറ്റ് വോണ്ട് അഫക്റ്റ് മൈ ക്ലാസ്സസ്. പക്ഷേ പേഴ്സണലായിട്ട് എന്തെങ്കിലും ഒരു നിഗളം ഉണ്ടായി കഴിഞ്ഞാൽ അത് റിഫ്ലക്റ്റ് ചെയ്യും. ടയർഡാവുക, നമ്മുടെ കമ്മിറ്റ്മെൻറ്റ്സ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, യാത്രയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ ഒരു ക്ഷീണമൊക്കെ. ഞാൻ ഇന്ന് ഈ ക്ലാസ് എടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചല്ല, എടുത്തു തുടങ്ങിയപ്പോൾ ഇറ്റ് ഈസ് ഫൈൻ, കാര്യങ്ങൾ സ്മൂത്തായിട്ട് വരുന്നുണ്ട്. എനിക്കുള്ള നിങ്ങളൊരു പക്ഷേ നോട്ടീസ് ചെയ്യത്തില്ലായിരിക്കും. പക്ഷേ എനിക്ക് ഈ വൊക്കാബുലറി ബ്ലോക്കോ ഒരു കാര്യം പറഞ്ഞ് ഫലിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അതിൽ നിന്ന് പിന്മാറും. പിന്നൊന്ന് ഓക്കെ ആയിട്ട് തുടങ്ങാമെന്നുള്ളൊരു വിചാരിക്കും. മടിയല്ല, ഞാൻ അതെ കണ്ടില്ലേ, ഫയൽ ഒപ്പിട്ടു. ഇനി തൊട്ട് സർക്കാർ ജീവനക്കാർക്ക് ശനിയാഴ്ച അവധിയാണ്. ആഴ്ച 2 ദിവസം ഓഫ്, 5 ദിവസം ജോലി ചെയ്താൽ മതി. മുൻകാല പ്രാബല്യത്തിൽ DA കിട്ടും. അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ്. ശമ്പള പരിഷ്കരണം വരാൻ പോകുന്നു, കൈ നിറയെ പൈസ, മിനിമം ജോബ്, നാട്ടിലും വീട്ടിലുമൊക്കെ സർക്കാർ ജോലിക്കാരി എന്നുള്ള പ്രിവിലേജ്, ജീവിതകാലം മൊത്തം കഞ്ഞി കുടിച്ച് കിടക്കുമെന്നുള്ള ഉറപ്പ്, കഞ്ഞി കുടിച്ച് കിടക്കാൻ പറ്റുമെന്നുള്ള ഉറപ്പ്, പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജോലി ഉറപ്പുവരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് KSFE അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ലോൺസ്, ബാങ്ക് ലോൺസൊക്കെ വളരെ മിതമായ നിരക്കിലെ ലോണുകൾ, സ്വന്തമായിട്ട് വീട്, കാറ്, അല്ലേ? എന്നാലോചിച്ച് നോക്ക്, 2-3 മാസം കഷ്ടപ്പെടാം. ഓക്കെ, ഞാൻ ഒരു കാര്യം പറയാം, യു ഹാവ് ടു പുഷ് മീ. ഓക്കെ, നിങ്ങൾ എന്നെ മാക്സിമം നിങ്ങളുടെ ഡിമാൻഡ്സും ഉണ്ട്. ഇപ്പോൾ നോ മാറ്റർ വാട്ട് കോഴ്സിൻ്റെ ഫീ നിങ്ങൾ എത്ര അടച്ചു, ഞാൻ പറഞ്ഞല്ലോ ഇതൊരു കൊമേഴ്ഷ്യൽ ഇൻട്രസ്റ്റിൽ തുടങ്ങിയൊരു സാധനമല്ല. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെൻ്റെ ഒരു പ്രസ്റ്റീജ് മാറ്ററാണ്. ഓക്കെ, ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുക. അതിൻ്റെ ഗുണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. മാക്സിമം പുഷ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്സ് നിങ്ങൾ മറ്റേ ഗ്രൂപ്പിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഹോട്ട് ടോപ്പിക്കും കൂടെ ആയിരിക്കണം. അത് ഞാനായിരിക്കും അതിൻ്റെ അകത്ത് ഫൈനൽ കൺഫർമേഷൻ തരുന്നത്. അതൊക്കെ നിങ്ങൾ ചർച്ച ചെയ്യുക. നിങ്ങൾ ഈ ഗ്രൂപ്പിലും ഈ ഒരു ആക്ടിവിറ്റിയിലും അങ്ങ് സജീവമാകുക. ഓക്കെ, അപ്പോൾ നമുക്ക് ടേംസ് ഓഫ് ഓഫീസ് ആൻഡ് അതർ കണ്ടീഷൻസ് ഓഫ് സർവീസ്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് തീരെ എടുത്ത് തരാത്തൊരു ടോപ്പിക്ക് എക്കണോമിക്സ് ആണ്. എക്കണോമിക്സ് നമ്മുടെ കൂട്ടിലെ കോഴിയാണ്. അതെപ്പോൾ വേണമെങ്കിലും അതിനടുത്ത് കറി വെക്കാം. അതുകൊണ്ടാണ് എക്കണോമിക്സ് തൊടാത്തത്. മാത്രമല്ല എക്കണോമിക്സിൽ ഈ പറയുന്ന പോലെ മർമ്മം അറിഞ്ഞു കഴിഞ്ഞാൽ പോത്തിനെ തടവാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ അവസ്ഥയാണ്. അപ്പോൾ അതെനിക്ക് ചുരുക്കി പറയാനൊരു ബുദ്ധിമുട്ട്. അപ്പോൾ അത് എന്താ പറയേണ്ടത്, നമ്മുടെ ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് സെപ്പറേറ്റഡ് ആയിട്ട് തന്നെ പോകാം. അങ്ങനെയാണ് നാഷണൽ ലിങ്ക് ഓരോ ദിവസവും ഞാൻ ഇടുന്നത്. പക്ഷെ നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിയത്തില്ല, ഈ ബാച്ച് തുടങ്ങിയതിൻ്റെ അന്ന് തൊട്ട് അതുവരെ ഇല്ലാത്ത ഒരുപാട് ചാലഞ്ചസ് ആണ് വന്ന് ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഇറ്റ് ഈസ് ആക്ച്വലി ലിറ്ററലി എൻ്റെ സമയം കാർന്നെടുക്കുന്ന കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കറണ്ടായിട്ട് വരും, വേറെ എന്തെങ്കിലും പ്രശ്നമായിട്ട് വരും, യാത്രയായിട്ട് വരും. ഒന്ന് സ്വസ്ഥമാവണം. വൊക്കാബ്സ് ക്ലാസ് എക്കണോമിക്സ് ഉള്ള എത്ര ആൾക്കാരുണ്ട് ഈ ബാച്ചിൽ? എല്ലാവരും ഇപ്പോൾ ലൈവ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരും വൊക്കാബ്സിൻ്റെ ക്ലാസ് ഉണ്ടോ? യെസ്, എക്സാക്ട്ലി ജിതിൻ, അതാണ് പോയിന്റ്. ഞാൻ കൂളാണോ, ക്ലാസ് അതിൻ്റെ ഫ്ലോയിൽ അങ്ങ് നടന്നോളും. അത് കൂളായിരിക്കുക എന്നുള്ളതാണ്. ശരി, ഇല്ലാത്തവരുണ്ടല്ലേ? വൊക്കാബ്സിൻ്റെ ക്ലാസ് ഇല്ലാത്ത ആൾക്കാരുണ്ട്. അപ്പം ഞാനേ ഒരു പോൾ ഇടാം. അതിൽ എൻ്റെ സജഷൻ ഈസ് ദാറ്റ്
വൊക്കാബ്സിൻ്റെ ക്ലാസ് എക്കണോമിക്സ് കിട്ടിയ ആൾക്കാർ ലൈവിൽ വന്നിരിക്കണ്ട, നിങ്ങളത് കേട്ടാൽ മതി. അത് നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ഞാൻ വിടുകയാണ്. നിങ്ങൾക്ക് ഇരിക്കണമെങ്കിൽ ഇരിക്കാം, ഇല്ലെങ്കിൽ ആ സമയം സ്പെയർ ചെയ്യാം. അപ്പോൾ ഞാൻ ഒരു പോൾ ഇടാം. ആ പോൾ ഇട്ടിട്ട് വൊക്കാബ്സിൻ്റെ ക്ലാസ് എടുത്തിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവരെ ഒന്ന് ഐഡൻറ്റിഫൈ, അവർക്കൊരു സ്പെഷ്യൽ ഗ്രൂപ്പ് ഉണ്ടാക്കാം. സോ ദാറ്റ് അതനുസരിച്ചിട്ട് പോവാം. ഇപ്പോൾ വേണ്ട, നമുക്ക് ഗ്രൂപ്പിൽ ഞാൻ ചാറ്റ് ഗ്രൂപ്പിൽ പോൾ ഇടാം. അതിൽ നിങ്ങൾ ഇത് മീൻസ് റെസ്പോണ്ട് ചെയ്താൽ മതി ആരൊക്കെ വൊക്കാബ്സിൻ്റെ എക്കണോമിക്സ് ക്ലാസ് ആക്സസ് ഉണ്ടെന്നുള്ള കാര്യം. ഓക്കെ, ശരി. അപ്പോൾ എക്കണോമിക്സ് ക്ലാസ് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് തരാം. 5 മോഡ്യൂളേ ഉള്ളൂ. സോ അതിൽ എനിക്ക് ഫുൾ കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ്. അത് PPT പോലും വേണ്ടടേ, ഇറ്റ് കംസ് വെരി നാച്ചുറൽ ടു മീ. ചുമ്മാ എടുത്തുകൊണ്ടിരിക്കാം. പക്ഷെ ബാക്കി ടോപ്പിക്സാണ് നമുക്ക് യുദ്ധകാല അടിസ്ഥാനത്തിൽ തീർക്കാനുള്ളത്. സോ അവിടെ എനിക്ക് തോന്നുന്നു വി ഹാവ് ടു ബൈ മോർ ടൈം. കുറച്ചധികം സമയം നിങ്ങൾ സഹകരിച്ചിരിക്കേണ്ടതായിട്ട് വരും. അപ്പം എന്തൊക്കെ പറഞ്ഞാണെങ്കിലും ഞാൻ കുറച്ച് അഡ്മിഷനും കൂടെ പ്രതീക്ഷിക്കുന്നുണ്ട്. അഡ്മിഷൻ നടക്കുന്നുണ്ട് ഡെയിലി ബേസിൽ. അപ്പോൾ ഒരുപാട് പോർഷൻ കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ കുട്ടികൾ അഡ്മിഷൻ എടുക്കാനൊന്നും മടിക്കും. ഓക്കെ, അപ്പോൾ മൺഡേ വരെ അല്ലെങ്കിൽ ട്യൂസ്ഡേ വരെ, മാക്സിമം ട്യൂസ്ഡേ വരെയാണ് ഞാൻ അഡ്മിഷൻ ഓപ്പൺ ആക്കിയിടാൻ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് പോകാമെന്നുള്ളതാണ്. സെക്ഷൻ 5 ടേംസ് ഓഫ് ഓഫീസ് ആൻഡ് അതർ കണ്ടീഷൻ ഓഫ് സർവീസിനെ കുറിച്ച് പറയുന്നത്. സെക്ഷൻ 5 പറയുന്നത് എന്താ ശ്രദ്ധിച്ചേ. അതിൻ്റെ അകത്ത് വന്ന മാറ്റം ആദ്യം എന്താണെന്ന് നോക്കാം. ഒറിജിനലി ലോകായുക്ത ആൻഡ് ഉപലോകായുക്ത മേ ബൈ റൈറ്റിംഗ് അണ്ടർ ഹിസ് ഹാൻഡ് seal addressed to governor, addressed to the writing under his hand and seal. ഓക്കെ, കൈയെഴുത്തിൽ ഒപ്പുവെച്ച് കൈവച്ച് എഴുതി ഒപ്പുവെച്ച് സീൽ ചെയ്ത് ആർക്ക്, ഗവർണർക്കാണ് റെസിഗ്നേഷൻ സമർപ്പിക്കേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് ഓൾറെഡി അറിയാം. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. എക്കണോമിക്സ് റെക്കോർഡഡ് ഇട്ടാൽ പോരെ എന്ന് ചോദിക്കുന്നു. റെക്കോർഡഡ് എൻ്റെ കയ്യിലില്ല, അല്ലെങ്കിൽ ഞാൻ ഇരുന്ന് റെക്കോർഡ് ചെയ്യണം. അത് ലൈവായിട്ട് കയറിക്കോ, കത്തി അടിച്ചൊന്നും സമയം കളയൂല. നിങ്ങൾക്ക് വേണ്ടുന്ന സാധനങ്ങളും ക്വസ്റ്റ്യൻ സോൾവിങ് മാത്രമേ കാണത്തുള്ളൂ. അപ്പം നിങ്ങൾ ഈ ലൈവിൻ്റെ ഇടയ്ക്ക്, മെയിൻ ലൈവിൻ്റെ ഇടയ്ക്ക് എക്കണോമിക്സ് കൊണ്ടുവരണ്ടെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമുക്കത് ചർച്ച ചെയ്ത് തീരുമാനം എടുക്കാം. അപ്പോൾ ഗവർണർക്കാണ് റെസിഗ്നേഷൻ ഉണ്ടെന്നുള്ള ഒറിജിനൽ ആക്ടിലും അങ്ങനെ തന്നെ, ഇപ്പോഴും അങ്ങനെ തന്നെ. ഇനി ലോകായുക്ത അല്ലെങ്കിൽ ഉപലോകായുക്തയെ റിമൂവ് ചെയ്യേണ്ടത് ഇൻ ദ മാനർ പ്രൊവൈഡഡ് ഇൻ ദ സെഷൻ 6. സെഷൻ 6 പറഞ്ഞ മാനറിൽ വേണം, നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് വേണം ലോകായുക്ത അല്ലെങ്കിൽ ഉപലോകായുക്തനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യേണ്ടതെന്ന് പറയുന്നു. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അടുത്തതാണ് സെക്കൻഡ് സബ്സെഷനാണ് നിങ്ങൾക്ക് വേണ്ടത്. എ പേഴ്സൺ ഹു ഹോൾഡ്സ് ഓഫീസ് ആസ് ലോകായുക്ത ഓർ എൻ ഉപലോകായുക്ത ഷാൾ ഓൺ ദ എക്സ്പയറേഷൻ ഓഫ് ഹിസ് ടേം ഓഫ് ഓഫീസ് ബി ഇനെലിജിബിൾ ഫോർ റീ അപ്പോയിൻമെൻറ്റ് ടു ദാറ്റ് ഓഫീസ്. ഇത് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ക്വസ്റ്റ്യൻ തൊട്ട് കാണുന്നൊരു ആർഗ്യുമെൻ്റാണ്. ഈ ഒരു പ്രൊവിഷനിൽ സെഷൻ 5 എന്തൊക്കെ മാറ്റമാണ് പുതിയ നിയമപ്രകാരം വന്നതെന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. അപ്പോൾ അതിൽ സബ്സെഷൻ 1 ഫോർ എ ടേം ഓഫ് 5 years ഫ്രം ദ ഡേറ്റ് ഓൺ വിച്ച് ഹി എൻറ്റേഴ്സ് അപ്പോൺ ഹിസ് ഓഫീസ് എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫോർ എ ടേം ഓഫ് 5 years ഫ്രം ദ ഡേറ്റ് ഓഫ് അപ്പോയിൻമെൻറ്റ് അല്ലെങ്കിൽ ഡേറ്റ് ഓൺ വിച്ച് ഹി എൻറ്റേഴ്സ് ദ ഓഫീസ്. എന്നാൽ ഒന്നാമത്തെ അമെൻമെൻറ്റിൻ്റെ അതാണ് സബ്സെഷൻ 1 ആഫ്റ്റർ ദ വേർഡ്സ് എ ടേം ഓഫ് 5 years ഓർ ടിൽ ഹി കംപ്ലീറ്റ്സ് ദ ഏജ് ഓഫ് 70 years എന്ന് വന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏജ് ലിമിറ്റ് വന്നു. അപ്പോൾ ലോകായുക്തയ്ക്ക് എന്തുണ്ട്, ഇപ്പം ലോകായുക്ത ഉപലോകായുക്തമാർക്ക് എന്തുണ്ട്, ഏജ് ലിമിറ്റ് ഉണ്ട്, പ്രായപരിധി ഉണ്ട്. പ്രായപരിധി എത്രയാണ്? പ്രായപരിധി 70 വയസ്സാണ്. പ്രായപരിധി എത്രയാണ്? 70 വയസ്സാണ്. ഓക്കെ. പിന്നെ ബിഫോർ ദ എക്സിസ്റ്റിംഗ് പ്രൊവിസോ ദ ഫോളോയിങ് പ്രൊവിസോ ഷാൾ ബി ഇൻസേർട്ടഡ് പ്രൊവൈഡഡ് ദാറ്റ് ലോകായുക്ത ആൻഡ് ഉപലോകായുക്ത അപ്പോയിൻറ്റഡ് ബിഫോർ ദ അതായത് ഈ ഇവിടെ ജിതിനാണെന്ന് ഒന്ന് ചോദിച്ചത്. കേരള ലോകായുക്ത അമെൻമെൻറ്റ് ആക്ട് 2022 എന്നാണ് പറയുന്നത്. ശ്രദ്ധിച്ചേ, അതിൻ്റെ അകത്തൊരു ക്ലാരിറ്റി നിങ്ങളിപ്പോൾ തന്നെ എടുത്തേ. ശരിക്കും ഈ നിയമത്തിനെ അറിയപ്പെടുന്ന പേരെന്താണ്? ഈ പുതിയ നിയമത്തെ അറിയപ്പെടുന്ന പേര് ജിതിനെ കേരള ലോകായുക്ത അമെൻമെൻറ്റ് ആക്ട് 2002. പക്ഷേ ആ നിയമം ഗസറ്റ് വിജ്ഞാപനമായതാണ് കിടക്കുന്നത് ആക്ട് 7 of 2024. എപ്പോഴും നിങ്ങൾ നോക്കിയാൽ മതി ഒരു വർഷത്തെ കേരളത്തിലെ നിയമസഭ പാസ്സാക്കിയ നിയമങ്ങളെ ആക്ട് ഡാഷ് ഓഫ് ഡാഷ്. ഓക്കെ, 2024 പാസ്സാക്കിയ നിയമങ്ങളാണെങ്കിൽ ആക്ട് 1 of 2024, ആക്ട് 2 of 2024, ആക്ട് 3 of 2024. അത്തരത്തിൽ ആക്ട് 7 of 2024 ആണെന്ത് കേരള ലോകായുക്ത അമെൻമെൻറ്റ് ആക്ട് 2022. അപ്പോൾ നിയമത്തിൻ്റെ പേര് 2022 ആണെങ്കിലും ഈ നിയമം ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് 2024 വിജ്ഞാപനമായിട്ടാണ്. 2024 ഇതിൻ്റെ വിജ്ഞാപനം വന്നിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ശരി, അതാ പറഞ്ഞത് ശ്രീഹരി.
അതിൻ്റെ അകത്ത് നിങ്ങൾ ഈ ക്ലാസ്സിന് എടുക്കുന്ന സമയമൊന്നും നോക്കണ്ട. അപ്പോൾ നമ്മളൊരു ഇന്നിങ്സ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് നോക്കിയും കണ്ടുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞു പോകും. റൺ റേറ്റ് കൂട്ടേണ്ട സമയത്ത് നമുക്ക് അടിച്ച് റൺ റേറ്റ് കൂട്ടാൻ പറ്റും. അവിടെ മേക്ക് ഷുവർ ദാറ്റ് യു വിൻ ദ ചലഞ്ച് എന്നുള്ളതാണ്. അത് നിങ്ങൾ എനിക്ക് വിട്ടതാ. അതിനകത്ത് നിങ്ങൾ ഈ പറയുന്നത് പോലെ നിങ്ങളുടെ തല പോയിക്കേണ്ട. സാറ് ഇപ്പോൾ ഈ 1 മണിക്കൂർ എടുത്ത ക്ലാസ് തീർക്കുന്നത്, അങ്ങനെയാണെങ്കിൽ 3 മണിക്കൂർ കൊണ്ട് എങ്ങനെ 5 ടോപ്പിക്ക് തീർക്കും എന്നുള്ളത് ഇറ്റ് ഈസ് അപ് ടു മീ. നമ്മൾ മനുഷ്യരല്ലേ. വി ഫൈൻഡ് വേസ് ടു എന്താ പറയണ്ടേ, വി ഫൈൻഡ് സൊല്യൂഷൻസ്. വി ആർ ഗുഡ് ഇൻ ഫൈൻഡിങ് സൊല്യൂഷൻസ്. ഓക്കെ, സോ ഹാവ് ദാറ്റ് ലീപ്പ് ഓഫ് ഫെയ്ത്ത് ഓൺ മീ. ഐ ഡിഡ് ഇറ്റ് ബിഫോർ ആൻഡ് ഐ വിൽ ഡു ഇറ്റ് അഗെയിൻ. ഓക്കെ, സോ അതുകൊണ്ട് ഇപ്പോൾ ഈ എന്താ പറയണ്ടേ, നമ്മുടെ ഒരു കണ്ടീഷനിങ് ഫേസിൽ യു കം അലോങ് വിത്ത് മീ. ഓക്കെ, എന്താണ് എൻ്റെ ഭാഷ, ആദ്യമായിട്ട് പ്രത്യേകിച്ച് ക്ലാസ് കാണുന്ന ആൾക്കാരാണെങ്കിൽ എൻ്റെ ശൈലിയൊക്കെ ഒന്ന് മനസ്സിലാക്കും. എൻ്റെ ശൈലി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാമാണ്. ഈ കോമ്പറ്റേറ്റീവ് എക്സാമിൽ നിങ്ങളും ഞാനും കാണിക്കേണ്ട മിനിമം മര്യാദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോമ്പറ്റീഷനെ ഹോണർ ചെയ്യുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസിലൂടെ ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്ത് കാര്യങ്ങൾ കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഓക്കെ, ശരി. സോ പ്രൊവൈഡഡ് ദാറ്റ് ലോകായുക്ത അതിൻ്റെ കേസിൽ വന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് പറയുന്നത്. ഈ നിയമം വരുന്നതിന് മുമ്പ് പദവിയിലെത്തിയ ആൾക്കാർക്ക് കുറച്ച് സമയളവ് നൽകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇറ്റ്സ് നോട്ട് ആൻ ഇമ്പോർട്ടൻറ്റ് കാര്യം. അതൊരു എക്സ്ട്രാ പ്രൊവിഷനാണ്. ഇതാണ് ഇമ്പോർട്ടൻറ്റ് കാര്യം. നിലവിൽ എന്തുകൊണ്ട് 70 വയസ്സെന്നുള്ള ഏജ് ലിമിറ്റ് ഉണ്ട്. ഇതാണ് 70 വയസ്സെന്നുള്ള ഏജ് ലിമിറ്റ് വന്നിട്ടുണ്ട്. സോ അതാണ് സെഷൻ 5. സോ അതിൻ്റെ സമ്മറി നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ എഴുതി വെച്ചിട്ടുള്ളതാണിത്. വൺസ് അപ്പോയിൻറ്റഡ് ലോകായുക്ത അല്ലെങ്കിൽ ഉപലോകായുക്ത 5 വർഷം കാലാവധി 5 വർഷമാണ്. ഓർ ടിൽ ഹി കംപ്ലീറ്റ്സ് ദ ഏജ് ഓഫ് 70 years വിച്ച് എവർ ഈസ് ഏർലിയർ എന്നുള്ള പ്രൊവിഷൻ വന്നു. അവർക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, റിസൈൻ ചെയ്യാം. ദേ ക്യാൻ ഓൾസോ ബി റിമൂവ്ഡ് ഫ്രം ഓഫീസ് ബട്ട് ഓൺലി ത്രൂ എ സ്പെസിഫിക് ലീഗൽ പ്രൊസീജിയർ. സ്പെസിഫിക് ആയിട്ടുള്ള നിയമപരമായിട്ടുള്ള നടപടിക്രമം പാലിച്ച് മാത്രമേ അവരെ ഓഫീസിൽ നിന്ന് അവരെ ഒഴിവാക്കാൻ സാധിക്കുള്ളൂ. അവർക്ക് സ്വയം റിസൈൻ ചെയ്യാൻ സാധിക്കും, പക്ഷേ അവരെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നടപടിക്രമങ്ങൾ പാലിക്കണം. റീ അപ്പോയിൻമെൻറ്റ് ഇല്ല എന്നുള്ള കാര്യം അങ്ങനെ അങ്ങ് ഓർക്കുക. റീ അപ്പോയിൻമെൻറ്റ് ഇല്ല എന്നുള്ള കാര്യം ഓർക്കുക. റിമൂവലിനെ പറ്റിയാണ് പറയുന്നത്. റിമൂവലുമായിട്ട് ബന്ധപ്പെട്ട് ഒരൊറ്റ ഭേദഗതി മാത്രമേ വന്നോളൂ. അപ്പോൾ ഒറിജിനൽ ആക്ടിലെ റിമൂവൽ തന്നെ നമ്മൾ പഠിച്ചാൽ മതി. അതിൻ്റെ അകത്ത് വന്ന ഭേദഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും എന്ന് നിങ്ങൾക്കൊന്ന് ഊഹിക്കാവോ? റിമൂവലുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഭേദഗതി വന്നത് എന്താണെന്ന് ഊഹിക്കാവോ? സിറ്റിംഗ് ഹൈക്കോടതി ജഡ്ജിയെ ഉപലോകായുക്തയായിട്ട് നിയമിക്കുന്ന പക്ഷം പാലിക്കേണ്ട നടപടിക്രമങ്ങളാണ് നേരത്തെ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും. എന്താണ്? ഒരു സിറ്റിംഗ് ഹൈക്കോടതി ജഡ്ജിയെ ഉപലോകായുക്തയായിട്ട് നിയമിക്കാനുള്ള സ്കോപ്പ് ഉണ്ടായിരുന്നല്ലോ ഒറിജിനൽ ആക്ടിൽ. ആ സ്കോപ്പ് എടുത്ത് മാറ്റപ്പെട്ടത് 2022 ഭേദഗതി നിയമത്തിലാണല്ലോ, അല്ലെ ആക്ട് 7 of 2024 വഴിയാണല്ലോ. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി തൊട്ട് സിറ്റിംഗ് ജഡ്ജിമാരും തന്നെ ലോകായുക്ത ഉപലോകായുക്ത ആവില്ല എന്നുള്ള അച്ചട്ടാണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഭേദഗതി നിയമത്തിൽ റിമൂവലുമായിട്ട് ബന്ധപ്പെട്ട് വന്ന മാറ്റം ആ ഒരു മാറ്റമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഇറ്റ്സ് ദ സെയിം ഓൺലി. ആകെ ഒറ്റ കാര്യത്തിലെ വ്യത്യാസം ഉണ്ടായിട്ടുള്ളൂ. ആ സിറ്റിംഗ് ഹൈക്കോടതി ജഡ്ജിമാരുടെ റിമൂവലാണ്. ആ കാര്യം നിങ്ങളിനി ബേജാറാവേണ്ട, അതില്ല. മീൻസ് ആ പ്രൊവിഷൻ ഇനിയില്ല. ഓക്കെ, അപ്പോൾ ബാക്കി കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ സബ്സെഷൻ 3യെ പറ്റി നിങ്ങൾ നോക്കണ്ട. അത് പറയുന്നത് സബ്സെഷൻ 3 ആണ്. ഇതങ്ങ് വെട്ടിക്കളയാം. ബാക്കി സബ്സെഷൻ 1ഉം സബ്സെഷൻ 2 ആണ് നോക്കേണ്ടത്. നിങ്ങൾ ഓർത്തിരിക്കുക, റിമൂവലിനെ പറ്റി പറയുന്ന വകുപ്പ് സെഷൻ 6 ആണ്. റിമൂവലിനെ പറ്റി പറയുന്ന വകുപ്പ് എന്താണ്? സെഷൻ 6 ആണ്. RT ആക്ടിലെ പോലെ സെഷൻ എടുത്ത് ചോദിച്ചിട്ടില്ല ലോകായുക്തയിൽ. ലോകായുക്തയുടെ പർപ്പസ് ആണ് ഇവിടെ ഉദ്ദേശം വരുന്നത്. RT ആക്ടിലെ സെഷൻ ചോദിക്കാൻ കാരണം സാധാരണ ജനങ്ങൾ ഏത് സെഷൻ ഉപയോഗിച്ചിട്ടാണ് നിയമം എന്താണ് നമ്മുടെ അതിനെന്തോടെ പറയുന്നത്, റൈറ്റ് ടു ഇൻഫർമേഷൻ്റെ മലയാളം എന്താണ്, വിവരാവകാശം തേടുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ സെഷന് പ്രാധാന്യം ഉണ്ടായിരുന്നു അവിടെ. ഇവിടെ സെഷനല്ല പ്രാധാന്യം. ഇവിടെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി, സ്റ്റാറ്റ്യൂട്ടറി ബോഡി പഠിക്കുന്ന പോലെ ഒരു സംസ്ഥാന സ്റ്റാറ്റ്യൂട്ടറി ബോഡി അതിൻ്റെ പ്രത്യേകതകൾ പഠിക്കുകയാണ്. അതുകൊണ്ട് സെഷൻ ആസ് സച്ച് അറിയണ്ട. നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ നിങ്ങളൊന്ന് പരിഗണിച്ചാൽ മാത്രം മതി. സെഷനായിട്ട് ചോദിക്കത്തില്ല. ഓക്കെ, റിമൂവൽ ഓഫ് ലോകായുക്ത ആൻഡ് ഉപലോകായുക്ത കെയർഫുള്ളായിട്ടൊന്ന് വായിച്ചേ. എടേ, എൻ്റെ കൂടെ സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാഡമിയിൽ ഉണ്ടായിരുന്ന ഒരു ആഷിഖ് എന്ന് പറഞ്ഞൊരു എഡ്യൂക്കേറ്റർ ഉണ്ട്. അദ്ദേഹം ടെലിഗ്രാമിൽ അത്യാവശ്യം വലിയൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത് ഒരുപാട് ആൾക്കാരെ ഗൈഡ് ചെയ്യുന്നൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മോഡസ് ഓപ്പറാൻഡി നോക്കിയ സമയത്ത് തുടക്കത്തിൽ, ഇപ്പോൾ അദ്ദേഹം അത് ചെയ്യുന്നില്ല, തുടക്കത്തിൽ നിങ്ങൾ എത്ര പേര് അതിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടെന്ന് അറിയത്തില്ല, അയാൾ രാവിലെ ഒരു റീഡിംഗ് സെഷൻ വെക്കാറുണ്ട്. ഓക്കെ, എളുപ്പകാലത്ത് ഒരു 5 മണിക്ക് NCERT ബേസിക് ആയിട്ട് തുടങ്ങുന്ന ആൾക്കാർക്ക് NCERT ചാപ്റ്റർ പറഞ്ഞിട്ട് അദ്ദേഹം ഉണർന്നിരിക്കും, ഇവരെ കൊണ്ട് വായിപ്പിക്കും. ഓക്കെ, മടക്കി വെക്കും. അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ചിട്ട് രാവിലെ തന്നെ ഒരു ചാലഞ്ച് നിങ്ങൾക്ക് തരും. അപ്പം അത് അത്രയും താല്പര്യമുള്ള ആൾക്കാർ മാത്രം ആ സമയത്ത് ഇരുന്നാൽ മതി. രാവിലെ എണീറ്റ് വായിക്കാൻ മനസ്സുള്ള ആൾക്കാർ വന്നിരിക്കുക. വായിച്ച് കഴിയുമ്പോൾ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇവിടെ ക്വസ്റ്റ്യനായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, രാവിലെ തന്നെ ഒരു ക്യൂസിലൂടെ
ദിവസം ആരംഭിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് വൈ നോട്ട് ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻസ് ക്വസ്റ്റ്യൻസ് അതുമായിട്ട് ബന്ധപ്പെട്ട റിലവൻറ്റ് NCERT ടോപ്പിക്സ് നിങ്ങളെ കൊണ്ട് തന്നെ വായിപ്പിച്ചിട്ട് രാവിലെ ഒരു 5 മണി 5:30 1 മണിക്കൂറിനുള്ളിൽ കൺക്ലൂഡ് ചെയ്യുന്ന അത്തരം കുഞ്ഞു കുഞ്ഞ് ആഡ് ഓൺസ് ചെയ്താൽ എന്താണെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. വാട്ട്സ് യുവർ ഒപ്പീനിയൻ നിങ്ങൾക്ക് പറയാം. ഓക്കെ, റിമൂവൽ ഓഫ് ലോകായുക്ത ആൻഡ് ഉപലോകായുക്ത. The Lokayukta or an Upa-Lokayukta shall not be removed from his office except by an order of the governor. ഒരു ഗവൺമെൻറ്റിൻ്റെ ഉത്തരവ് വഴി അല്ലാതെ ലോകായുക്തയും ഉപലോകായുക്തയും തൽസ്ഥാനത്ത് നിന്ന് അവരുടെ ഓഫീസിൽ നിന്നും നീക്കം ചെയ്യാൻ സാധിക്കില്ല. എന്താണ്? ലോകായുക്ത അല്ലെങ്കിൽ ഉപലോകായുക്തനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് മുൻനിർത്തിക്കൊണ്ടുള്ള, അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടോ അത് എന്താണ് പറയുന്നത്, അത് സംബന്ധിച്ചൊരു ഉത്തരവ് ആരിറക്കണം? ഗവർണർ ഇറക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ പുറത്താക്കുക എന്നുള്ള ഓർഡറിൽ ഒപ്പുവെക്കേണ്ട ഓഫീസ് ആരുടെയാണ്? ഗവർണറാണത് ഒപ്പുവെക്കേണ്ടത്. ഓക്കെ, ഗവർണറാണത് ചെയ്യേണ്ടത്. ഓർഡേഴ്സ് ഓഫ് ഗവർണർ പാസ്ഡ് ആഫ്റ്റർ ആൻ അഡ്രസ് ബൈ ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് ദ സ്റ്റേറ്റ് സപ്പോർട്ടഡ് ബൈ എ മെജോറിറ്റി ഓഫ് ടോട്ടൽ മെമ്പർഷിപ്പ് ഓഫ് ദ ഹൗസ് by a majority of not less than 2/3 of the members of that house present and voting has been presented to the governor in the same session for such removal on the ground of proved misbehavior or incapacity. അപ്പം ലോകായുക്ത ആൻഡ് ഉപലോകായുക്തനെ പുറത്താക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗ്രൗണ്ട് ഈസ് ദാറ്റ്, നമുക്ക് ചെയ്യാം, അതിൻ്റെ ഗ്രൗണ്ട് ഈസ് ദാറ്റ് പ്രൂവ്ഡ് മിസ്ബിഹേവിയർ ഓർ ഇൻകപ്പാസിറ്റി. തെളിയിക്കപ്പെട്ട മിസ്ബിഹേവിയർ അല്ലെങ്കിൽ ഇൻകപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മിസ്ബിഹേവിയർ ആൻഡ് ഇൻകപ്പാസിറ്റി, കഴിവുകേട് അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഇനപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പെരുമാറ്റം. ഓക്കെ, ആ തസ്തിക അല്ലെങ്കിൽ ആ ഓഫീസ് ഡിമാൻഡ് ചെയ്യാത്ത പെരുമാറ്റം അല്ലെങ്കിൽ ഇൻകപ്പാസിറ്റി, ഇത് രണ്ടും ചൂണ്ടിക്കാണിച്ച് ലോകായുക്ത അല്ലെങ്കിൽ ഉപലോകായുക്തനെ നീക്കം ചെയ്യാൻ സാധിക്കും. പക്ഷേ അതിനായിട്ട് മന്ത്രിസഭ തീരുമാനം എടുത്ത് ഗവർണറെ അറിയിച്ചു കഴിഞ്ഞാൽ ഗവർണർ പോയി പണി നോക്കാൻ പറയും. ഓക്കെ, അത് പോരാ, ഇതിന് സ്പെഷ്യൽ മെജോറിറ്റി വേണം. ഇതിനെന്ത് വേണം? പ്രാപ്തിയില്ലായ്മ. യെസ്, ഇൻകപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ കാര്യക്ഷമതയില്ലായ്മ, പ്രാപ്തിയില്ലായ്മ. അപ്പം ഇതിന് എന്ത് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പെഷ്യൽ മെജോറിറ്റി വേണം. എന്ത് വേണം? സ്പെഷ്യൽ മെജോറിറ്റി വേണം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പറഞ്ഞു, ടൈപ്സ് ഓഫ് മെജോറിറ്റീസ് ഉണ്ട്. അതിൽ സിമ്പിൾ മെജോറിറ്റി ഈസ് ദെയർ, അബ്സല്യൂട്ട് മെജോറിറ്റി ഈസ് ദെയർ, and then what special majority is there. So what about simple majority? Simple majority എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസൻറ്റ് ആൻഡ് വോട്ടിങ്ങിൻ്റെ മെജോറിറ്റിയാണ് സിമ്പിൾ മെജോറിറ്റി. വാട്ട് അബൌട്ട് അബ്സല്യൂട്ട് മെജോറിറ്റി? ആ നിയമസഭയുടെ അല്ലെങ്കിൽ നിയമനിർമ്മാണ സഭയുടെ സ്ട്രെങ്തിൻ്റെ മെജോറിറ്റിയാണ് അബ്സല്യൂട്ട് മെജോറിറ്റി. വാട്ട് അബൌട്ട് സ്പെഷ്യൽ മെജോറിറ്റി? ഇന്ത്യയുടെ കണ്ടീഷനിൽ 2/3 ഓഫ് പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ്. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? സ്പെഷ്യൽ മെജോറിറ്റിയാണ്. സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയുമ്പോൾ അബ്സല്യൂട്ട് മെജോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്സല്യൂട്ട് മെജോറിറ്റിയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്താണ്? മെമ്പർഷിപ്പ് ഓഫ് ദ ഹൗസ്, അതായത് സപ്പോർട്ടഡ് ബൈ എ മെജോറിറ്റി ഓഫ് ടോട്ടൽ മെമ്പർഷിപ്പ് ഓഫ് ദ ഹൗസ്. ടോട്ടൽ മെമ്പർഷിപ്പിൻ്റെ മെജോറിറ്റിയാണ് അബ്സല്യൂട്ട് മെജോറിറ്റി. ഇപ്പോൾ നമുക്ക് 140 സീറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ 71 വോട്ട് കിട്ടണം. അതാണ് അബ്സല്യൂട്ട് മെജോറിറ്റി. അപ്പം അബ്സല്യൂട്ട് മെജോറിറ്റിയും 2/3 ഓഫ് ദ മെമ്പേഴ്സ് പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ്. 2/3 ഓഫ് ദ മെമ്പേഴ്സ് പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ്. ഇവിടെ ഇപ്പോൾ റാറ്റിഫിക്കേഷൻ ഓഫ് സ്റ്റേറ്റ്സിൻ്റെ പ്രാധാന്യമില്ല, കാരണം ഒരു സംസ്ഥാന നിയമമല്ലേ. അപ്പോൾ സംസ്ഥാന നിയമസഭയിലെ നിയമസഭാംഗങ്ങളായിട്ടുള്ളവരുടെ അബ്സല്യൂട്ട് മെജോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമസഭയുടെ സ്ട്രെങ്തിൻ്റെ മെജോറിറ്റിയും പ്ലസ് 2/3 മെമ്പേഴ്സ് പ്രസൻറ്റ് ആൻഡ് വോട്ടിങ്ങും. സിമ്പിൾ മെജോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അതാണ് ഏറ്റവും എളുപ്പം കിട്ടാവുള്ളത്. 50 പേരെ ഉള്ളെങ്കിൽ 26 വോട്ട് കിട്ടിയ സിമ്പിൾ മെജോറിറ്റിയായി. 100 പേരെ ഉള്ളെങ്കിൽ 51 വോട്ട് കിട്ടിയ സിമ്പിൾ മെജോറിറ്റിയായി. എന്നാൽ അബ്സല്യൂട്ട് മെജോറിറ്റി കിട്ടണമെങ്കിൽ കേരള നിയമസഭയിൽ 150 സീറ്റ് ഉള്ളതിൽ അബ്സല്യൂട്ട് മെജോറിറ്റിക്ക് 71 വേണം. ഇനി 71 തീർന്നില്ല, 2/3 മെജോറിറ്റി, സ്പെഷ്യൽ മെജോറിറ്റി 2/3 എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ്, അതും വേണം. ഇത് രണ്ടും സാറ്റിസ്ഫൈഡ് ആവുകയാണ് എങ്കിൽ ഏത് റെസൊല്യൂഷൻ പാസ്സാവും? ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ മെജോറിറ്റി ഓഫ് ദ ടോട്ടൽ മെമ്പർഷിപ്പ് ഓഫ് ആ റെസൊല്യൂഷൻ്റെ അടിസ്ഥാനത്തിൽ വേണം എന്ത് ചെയ്യാൻ? ഇവരെ നീക്കം ചെയ്യാം. ഒരു പ്രമേയം പാസ്സാക്കി എടുക്കണം. നിയമസഭയിൽ എന്ത് ചെയ്യണം? ഒരു പ്രമേയം പാസ്സാക്കി എടുക്കണം. ആ പ്രമേയത്തിന് വോട്ട് ചെയ്യുമ്പം എന്താണ് വേണ്ടത്? സ്പെഷ്യൽ മെജോറിറ്റിയാണ് വേണ്ടത്. എന്താണ് വേണ്ടത്? സ്പെഷ്യൽ മെജോറിറ്റിയാണ് വേണ്ടത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇത് എന്തിന് തുല്യമാണടേ? ഒരു സംസ്ഥാന ഹൈക്കോടതിയിലെ ജഡ്ജിനെ റിമൂവ് ചെയ്യേണ്ട ജഡ്ജിനെ റിമൂവ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങൾക്ക് തുല്യമായിട്ടുള്ള നടപടിക്രമം വേണം പാലിക്കാൻ. ദ പ്രൊസീജിയർ ഫോർ ദ പ്രസൻറ്റേഷൻ ഓഫ് ആൻ അഡ്രസ് ആൻഡ് ഫോർ ദ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് പ്രൂഫ് ഓഫ് മിസ്ബിഹേവിയർ ഓർ ഇൻകപ്പാസിറ്റി ഓഫ് ദ ലോകായുക്ത ഓർ ആൻ ഉപലോകായുക്ത മെമ്പർ അണ്ടർ സബ്സെഷൻ 1, ഇതാണ് സബ്സെഷൻ 1, ഷാൾ ബി ആസ് പ്രൊവൈഡഡ് ഇൻ ദ ജഡ്ജസ് ഇൻക്വയറി ആക്ട് in relation to the removal of a judge
ആൻഡ് അക്കോർഡിംഗ്ലി ദി പ്രൊവിഷൻസ് ഓഫ് ദ ആക്ട് ഷാൾ, ഇതിൻ്റെ അകത്തൊരു ഫോറിൻ വേർഡ് വന്നിട്ടുണ്ട്, മിലാറ്റിസ് ടാൻഡസ് അപ്ലൈ ഇൻ റിലേഷൻ ടു ദ റിമൂവൽ ഓഫ് ലോകായുക്ത ആൻഡ് ഉപലോകായുക്ത ആസ് ദേ അപ്ലൈ ഇൻ കേസ് ഓഫ് റിമൂവൽ ഓഫ് എ ജഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാൻ പോകുന്ന ഇതായിരിക്കും, ഇങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി അറിഞ്ഞിരുന്നാൽ മതി, സ്പെഷ്യൽ മെജോറിറ്റി വേണമെന്നുള്ള കാര്യം അറിഞ്ഞിരുന്നാൽ മതി. അതായത് ഒരു ഹൈക്കോടതി ജഡ്ജിനെ എങ്ങനെയാണോ റിമൂവ് ചെയ്യുന്നത് അതേ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് വേണം ആരെ റിമൂവ് ചെയ്യാൻ, ലോകായുക്ത അല്ലെങ്കിൽ ഉപലോകായുക്തനെ റിമൂവ് ചെയ്യാൻ. കാരണം ലോകായുക്തയായിട്ടും ഉപലോകായുക്തയായിട്ടും ഇരിക്കുന്ന ആൾക്ക് മിനിമം എന്ത് യോഗ്യതയുണ്ടേ, ഒരു ഹൈക്കോടതി ജഡ്ജിയെങ്കിലും ആയിരിക്കണ്ടേ. അപ്പോൾ അതേ മാന്യത അദ്ദേഹത്തിൻ്റെ റിമൂവലിലും കാണിക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ അതേ നടപടിക്രമങ്ങൾ അദ്ദേഹത്തിൻ്റെ റിമൂവലിലും കാണിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി, ചീഫ് ജസ്റ്റിസ് ഒക്കെ ആയിരിക്കും എന്തായിട്ട് വരുന്നത്, ലോകായുക്തയായിട്ടും അല്ലെങ്കിൽ ഉപലോകായുക്തയായിട്ട് സംസ്ഥാന ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും മിനിമം ആയിട്ട് വരുന്നത്, റിട്ടയർഡ് ആയിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. പക്ഷേ ഒരു ഹൈക്കോടതി ജഡ്ജിയെ റിമൂവ് ചെയ്യുന്ന അതേ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് വേണം ആരെ റിമൂവ് ചെയ്യാൻ, ലോകായുക്ത അല്ലെങ്കിൽ ഉപലോകായുക്ത റിമൂവ് ചെയ്യാൻ. അത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ദാറ്റ് ഈസ് ആക്ച്വലി ഫോളോയിങ് വെരി മച്ച് ഇൻ ലൈൻ വിത്ത് വാട്ട് ജഡ്ജസ് ഇൻക്വയറി ആക്ട് 1968 പറഞ്ഞിരിക്കുന്ന എങ്ങനെയാണ് ഒരു ഹൈക്കോടതി ജഡ്ജിയെ നീക്കം ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ നടപടിക്രമങ്ങളാണ് ലോകായുക്ത ഉപലോകായുക്തയ്ക്ക് പാലിക്കുന്നത്. ഇനി മുമ്പുണ്ടായിരുന്ന ഇപ്പോൾ ഇല്ലാത്ത പ്രൊവിഷൻ എന്താണ്, ഒരു സിറ്റിംഗ് ആയിട്ടുള്ള ഹൈക്കോടതി ജഡ്ജിയാണ് എന്നുണ്ടെങ്കിൽ എന്താണ്, സിറ്റിംഗ് ഔട്ട് വിസ്റ്റാൻഡിംഗ് എനിത്തിങ് സസ്റ്റെയിൻ ഓർ സബ്സെഷൻ ഉപലോകായുക്ത അപ്പോയിന്റഡ് ഫ്രം among the sitting judges or high court shall not be removed except in like manner on the like grounds of a judge of a high court. ഓക്കെ, ഈ പ്രൊവിഷൻ ഇപ്പോൾ എന്തില്ല, ഈ പ്രൊവിഷൻ ഇപ്പം ബാധകമല്ല. ഈ പ്രൊവിഷൻ എന്തല്ല, ബാധകമല്ല. കാരണം എന്താണ്, ഇപ്പോൾ സിറ്റിംഗ് ഹൈക്കോടതി ജഡ്ജി എവിടെ ഇല്ല, സിറ്റിംഗ് ഹൈക്കോടതി ജഡ്ജി ഇപ്പം ലോകായുക്ത അല്ലെങ്കിൽ ഉപലോകായുക്ത പദവികളിലേക്ക് വരാറില്ല. ഓക്കെ, സോ ദ പ്രൊസീജിയർ ഫോർ ദ പ്രസൻറ്റേഷൻ ഓഫ് ആൻ അഡ്രസ് ആൻഡ് ഫോർ ദ investigation and proof of misbehavior or incapacity of Lokayukta, Upalokayukta shall be provided as subsection shall be as provided in the Judges Inquiry Act in relation to the removal of a judges, and accordingly the provisions of that act shall be. Okay, fine. അപ്പോൾ ഇത്ര ഓർത്താൽ മതി. എന്താണ്, ഒരു സംസ്ഥാന മന്ത്രിസഭയ്ക്ക് തീരുമാനം എടുത്ത് പുറത്താക്കാൻ സാധിക്കില്ല, ഗവർണർ തന്നെയാണ് പുറത്താക്കേണ്ടത്. ഗവർണർ പുറത്താക്കുമ്പോൾ രണ്ട് ഗ്രൗണ്ട്സ് അവിടെ നോക്കേണ്ടതായിട്ടുണ്ട്. രണ്ട് ഗ്രൗണ്ട്സിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. പ്രൂവ്ഡ് മിസ്ബിഹേവിയർ അല്ലെങ്കിൽ ഇൻകപ്പാസിറ്റി, ഇത് സംബന്ധിയായിട്ട് ആ നിയമസഭയിൽ എന്താണ്, നിയമസഭയിൽ ഇതിനെ സംബന്ധിച്ചായിട്ടൊരു അഡ്രസ്സ് ഓക്കെ പാസ്ഡ് ആഫ്റ്റർ ആൻ അഡ്രസ് ബൈ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് ദ സ്റ്റേറ്റ് സപ്പോർട്ടഡ് ബൈ എ മെജോറിറ്റി ഓഫ് ടോട്ടൽ മെമ്പർഷിപ്പ് ഓഫ് ഹൗസ് ആൻഡ് ബൈ എ മെജോറിറ്റി ഓഫ് നോട്ട് ലെസ് ദാൻ two-thirds of the members of that house present and voting, okay, has been presented to the governor in the same session for such removal. ഓക്കെ, ആ സെഷനിൽ തന്നെ ഈ പറയുന്ന എന്താണ് ഗവർണർ പാസ്ഡ് ബൈ ഈ പറയുന്ന പ്രമേയം പാസ്സായ പ്രമേയം ഗവർണർക്ക് കൊടുക്കണം ഫോർ സച്ച് റിമൂവൽ ഓൺ ദ ഗ്രൗണ്ട് ഓഫ് പ്രൂവ്ഡ് മിസ്ബിഹേവിയർ ഓർ ഇൻകപ്പാസിറ്റി. അപ്പോൾ പ്രൂവ്ഡ് മിസ്ബിഹേവിയർ അല്ലെങ്കിൽ ഇൻകപ്പാസിറ്റിയാണ് ഗ്രൗണ്ട് ഫോർ റിമൂവൽ. ഇതിനായിട്ട് സഭയുടെ സ്പെഷ്യൽ മെജോറിറ്റി വേണം, ഗവർണറാണ് നീക്കം ചെയ്യുന്നത്. ഇത്രയും കാര്യം അറിഞ്ഞാൽ മതി. ഓക്കെ, സോ അല്ലെങ്കിൽ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തരാം ഇതുവരെയുള്ള എല്ലാം ഇട്ട് തരാം. ഇൻ സിമ്പിൾ വേർഡ്സ്, ലോകായുക്ത അല്ലെങ്കിൽ ഉപലോകായുക്ത ആർ പ്രൊട്ടക്റ്റഡ് ഫ്രം ഈസി റിമൂവൽ. പെട്ടെന്ന് അവരെ അങ്ങനെ തൂക്കാമെന്നൊന്നും ആരും വിചാരിക്കേണ്ട. ദേ ക്യാൻ ഓൺലി ബി റിമൂവ്ഡ് ത്രൂ സീരിയസ്, ഫെയർ ആൻഡ് ഹൈ സ്റ്റാൻഡേർഡ് ലീഗൽ പ്രോസസ് സിമിലർ ടു ഹൗ ജഡ്ജസ് ആർ റിമൂവ്ഡ്. എങ്ങനെയാണോ ഒരു ഹൈക്കോടതി ജഡ്ജിയെ റിമൂവ് ചെയ്യുന്നത് അതേ മാനദണ്ഡങ്ങളും നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ട് തെല്ലിത്തിരി ക്ലേശകരമായിട്ട് മാത്രമേ ആരെ റിമൂവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ, നമ്മുടെ ലോകായുക്ത ഉപലോകായുക്തമാരെ റിമൂവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, 2023 ചോദിച്ച ചോദ്യമാണ്. 2023 ചോദിച്ച ചോദ്യമാണ്. ക്വസ്റ്റ്യൻ വായിച്ചേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് ദ കേരള ലോകായുക്ത അമെൻമെൻറ്റ് ഓർഡിനൻസ് ഓഫ് 2022. കേരള ലോകായുക്ത അമെൻമെൻറ്റ് ഓർഡിനൻസ് ഓഫ് 2022. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് ദ കേരള ലോകായുക്ത അമെൻമെൻറ്റ് ഓർഡിനൻസ് 2022. ഞാൻ ആദ്യമേ പറഞ്ഞു, വളരെ ശക്തമായിരുന്ന ഒരു ലോകായുക്ത നിയമമായിരുന്നു കേരളത്തിൻ്റെ 98 ലോകായുക്ത നിയമം. എന്നാൽ അതിനെന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ KT ജലീലിൻ്റെ എപ്പിസോഡിന് ശേഷം നമ്മൾ ചില ഭേദഗതികൾ വരുത്താൻ തീരുമാനിച്ചു. ആ ഭേദഗതികൾക്ക് ഊന്നൽ നൽകുന്ന രീതിയിൽ 2013 ഡൽഹിയിൽ നടന്ന പ്രക്ഷോഭത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോക്പാൽ ആൻഡ് ലോകായുക്ത നിയമങ്ങൾ കേന്ദ്ര പാർലമെൻറ്റും പാസ്സാക്കി. അപ്പോൾ എന്തുകൊണ്ട് കേരളത്തിൽ മാത്രം രാഷ്ട്രീയ പ്രവർത്തകർക്ക് അല്ലെങ്കിൽ മന്ത്രിസഭയിലുള്ള ആളുകൾക്ക്, എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകൾക്ക് നെഗറ്റീവായിട്ട് വരുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് ഡിട്രിമെൻ്റലായിട്ട് വരുന്ന രീതിയിൽ ഒരു കേരള ലോകായുക്ത നിയമം ഇവിടെ നിലനിൽക്കണം എന്നുള്ള ചോദ്യം രാഷ്ട്രീയ കക്ഷികൾക്കിടയിലും ഗവൺമെൻറ്റിൻ്റെ
സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാരുടെ ഇടയിലും ഉണ്ടായി. കാരണം ആ രീതിയിലാണ് ആര് പുറത്തു പോകേണ്ടി വന്നത്, KT ജലീലിന് പുറത്തു പോകേണ്ടി വന്നത്. സിംപ്ലി അദ്ദേഹത്തിൻ്റെ പേര് അവിടെ പരാമർശിക്കപ്പെട്ടു, ലോകായുക്തയുടെ അന്വേഷണത്തിൽ പരാമർശിക്കപ്പെട്ടു. എന്താണ്, അദ്ദേഹം നേരിട്ട് അഴിമതിയിൽ പങ്കെടുത്തു എന്നുള്ളതൊന്നുമല്ല പ്രശ്നം. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ആരോപണം എന്തായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഭാഗമായിട്ട് വന്നത് ഫേവറേറ്റിസം കാണിച്ചു, നിയമനത്തിൽ ഫേവറേറ്റിസം കാണിച്ചു, സ്വജനപക്ഷപാതം കാണിച്ചു എന്നുള്ളതാണ്. അപ്പോൾ വളരെ നിരാശയോടുകൂടി KT ജലീലിന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടതായിട്ട് വന്നു. ഓക്കെ, അദ്ദേഹത്തിന് പിന്നെ ആകെയുള്ള ഓപ്ഷൻ എന്താണ്? ആകെയുള്ള ഓപ്ഷൻ ഇത്തരത്തിൽ സ്ഥാനമാനം നഷ്ടപ്പെട്ടവർക്ക് അന്വേഷണം നേരിട്ടുകൊണ്ട്, പദവിയിൽ ഇരുന്നുകൊണ്ട് അന്വേഷണം നേരിടാൻ ഒരു വഴിയില്ല. പരാമർശിക്കപ്പെട്ടോ സ്പോട്ടിൽ എന്ത് ചെയ്യണം, രാജിവെക്കണം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയല്ലോ, നാളെ ഈ നമ്മുടെ ലോകായുക്ത ചീഫ് മിനിസ്റ്റർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടൊരു പരാമർശം നടത്തുകയാണെങ്കിൽ ചീഫ് മിനിസ്റ്റർ റിസൈൻ ചെയ്യണം, എൻ്റയർ മിനിസ്ട്രി ഹാസ് ടു റിസൈൻ എന്നുള്ള സ്ഥിതിവിശേഷം വേണമെങ്കിലും വരാം. മന്ത്രിസഭ തന്നെ വീഴാൻ അത് മതി അല്ലേ? അപ്പോൾ ഇങ്ങനെ ഒരു കടിക്കുന്ന പട്ടീനെ കൊണ്ട് നടക്കാൻ പാടുണ്ടോ? എപ്പോൾ വേണമെങ്കിലും അതിൻ്റെ കടി കിട്ടും അല്ലേ? സോ അപ്പം നമ്മൾ എടുത്ത് കാച്ചിയതാണ് ലോകായുക്ത, ഒറിജിനൽ ലോകായുക്ത ആക്ട് സ്വാഭാവിക നീതിക്ക് അഗെയിൻസ്റ്റ് ആണ്. എന്താണ്? സ്വാഭാവിക നീതിക്ക് അഗെയിൻസ്റ്റ് ആണ്. യെസ്, ഗോട്ട് ഡൈല്യൂട്ടഡ് മിസ്റ്റർ ജിതിൻ. സ്വാഭാവിക നീതി എന്താണ്? നാച്ചുറൽ ജസ്റ്റിസ്. സ്വാഭാവിക നീതി പാലിക്കുന്നില്ല. എന്ത് സ്വാഭാവിക നീതി പാലിക്കുന്നില്ല? ഒറിജിനൽ ആക്ട് 1998, ലോകായുക്ത ആക്ട് 1998 സ്വാഭാവിക നീതി പാലിക്കുന്നില്ല എന്നുള്ള ഒരു കാരണം ചൂണ്ടിക്കാണിച്ചു. സ്വാഭാവിക നീതിക്ക് 3 പ്രിൻസിപ്പിൾസാണ് ഉള്ളത്. നാച്ചുറൽ ജസ്റ്റിസിൻ്റെ 3 പ്രിൻസിപ്പിൾസ് ഇപ്പോൾ തന്നെ അങ്ങ് പഠിച്ചോ. ഇത് നമ്മുടെ നേരെ ലോകായുക്തയിൽ മാത്രമല്ല ബാധകം, സിവിക്സുമായിട്ട് ബന്ധപ്പെട്ട്, കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട്, ലീഗലായിട്ടുള്ള ഗവർണൻസുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മൾ സാധാരണ ചർച്ച ചെയ്യുന്ന നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ സാധാരണ നമ്മൾ ടെലിവിഷൻ ചർച്ചകളിലൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്, ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് നാച്ചുറൽ ജസ്റ്റിസ്, സ്വാഭാവിക നീതി അവിടെ നടപ്പിലായില്ലെന്നൊക്കെ പറയും. അപ്പോൾ എന്താണ് സ്വാഭാവിക നീതി? ഇവിടെ സ്വാഭാവിക നീതിയിൽ 3 പ്രിൻസിപ്പിൾസാണ് അവിടെ ഉള്ളത്. ഓക്കെ, നിമോ ജൂഡെക്സ് ഇൻ ക്വാസാസ്വ, ഓഡി ആൾട്രം പാർട്ടം, സ്പീക്കിംഗ് ഓർഡേഴ്സ്. ഇങ്ങനെ 3 കാര്യങ്ങളാണ് അതിൽ വരുന്നത്. അതിൻ്റെ അർത്ഥം നോക്കുക. ആദ്യത്തേതാണ് ഇമ്പാർഷ്യാലിറ്റി. അതിൻ്റെ കീ ഐഡിയ ആണ് ഇമ്പാർഷ്യാലിറ്റി. നോ ബയാസ് റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോ വൺ ഷുഡ് ഡിസൈഡ് ദെയർ ഓൺ കേസ്. പോലീസിലൊക്കെ ഇത് വളരെ സർവ്വസാധാരണമായിട്ട് പാലിക്കപ്പെടേണ്ട ഒരു വ്യവസ്ഥയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം കേസിൽ തീരുമാനം എടുക്കേണ്ടത്, സ്വന്തം ഒരു വിഷയത്തിൽ തീരുമാനം എടുക്കേണ്ടത് അവരാകരുത്, അല്ലെങ്കിൽ അവരുടെ സബോർഡിനേറ്റ്സ് ആകരുത്. ഓക്കെ, തീർച്ചയായിട്ടും അവർക്ക് മുകളിലുള്ളവർ വേണം എന്ത് ചെയ്യാൻ, തീരുമാനം എടുക്കാൻ. അപ്പോൾ അത് നോ ബയസ് റൂളിൻ്റെ ഭാഗമാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു ടോമിൻ തച്ചങ്കരി ടോമിൻ തച്ചങ്കരി പറഞ്ഞൊരു കേസാണ്. ടോമിൻ തച്ചങ്കരിയും അതുപോലെ തന്നെ അദ്ദേഹത്തിന് അന്നൊരു റൈവൽ ഉണ്ടായിരുന്നു IPS. അദ്ദേഹത്തിൻ്റെ റൈവലായിട്ട് വന്നിരുന്നത് ജേക്കബ് തോമസ് IPS. അപ്പോൾ ജേക്കബ് തോമസ് IPSുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ടോമിൻ തച്ചങ്കരിയെ കുറിച്ചാണ് പറഞ്ഞത്. ടോമിൻ തച്ചങ്കരിക്കെതിരെ ഉയർന്നു വന്ന അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കാനായിട്ട് IG റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെയാണ്, അല്ലെങ്കിൽ IG SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെയാണ് ഏൽപ്പിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്ക്, അത് പാമ്പിൻ്റെ തലയെ പിടിക്കുന്ന പരിപാടിയാണ്. കാരണം എന്താ, SP IG റാങ്കിലൊക്കെ ഇരുന്നിട്ട് മുകളിൽ ADGP DGP ആയിട്ടിരിക്കുന്ന ഒരാളെക്കുറിച്ച് അന്വേഷിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പം ജീവൻ തന്നെ നഷ്ടപ്പെട്ടെന്നിരിക്കും. കാരണം എന്തുവാ, അവരുടെ റിപ്പോർട്ടിംഗ് ഓഫീസറാണ് ടോമിൻ തച്ചങ്കരി. അയാളെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് എഴുതി ഒപ്പിടാൻ ഏത് IGക്ക് ധൈര്യം കാണും, ഏത് SPക്ക് ധൈര്യം കാണും? അപ്പോൾ അതൊക്കെ ചുമ്മാ കാട്ടിക്കൂട്ടല. അവിടെ എന്തില്ല, അവിടെ ഈ പറയുന്ന പോലെ നിമോ ജൂഡെക്സ് എന്ന് പറയുന്ന കണ്ടീഷൻ പാലിക്കപ്പെടുന്നില്ല. എന്താണ്, നോ ബയാസ് റൂൾ അവിടെ ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നോ വൺ ഷുഡ് ഡിസൈഡ് ദെയർ ഓൺ കേസ്. ഓക്കെ, സ്വന്തം കേസ് അവർ തന്നെ തീരുമാനിക്കപ്പെടാൻ പാടില്ല, അവർക്ക് താഴെയുള്ളവർ തീരുമാനിക്കപ്പെടാൻ പാടില്ല. അവിടെ ഇമ്പാർഷ്യലായിട്ടുള്ള, അൺബയാസ്ഡ് ആയിട്ടുള്ള ഒരു അതോറിറ്റി അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി അടുത്തതാണ് റൈറ്റ് ടു ബി ഹേർഡ്. ഇതാണ് KT ജലീലിൻ്റെ കേസിൽ ഇല്ലാതെ പോയത്. എവറി വൺ മസ്റ്റ് ബി ഹേർഡ് ബിഫോർ ഡിസിഷൻ. ഒരു തീരുമാനം എടുക്കുന്നതിന് മുന്നേ എല്ലാവരെയും ഒന്ന് കേൾക്കണം. ഓക്കെ, തൂക്കുന്നതിന് മുന്നേ KT ജലീലിൻ്റെ ഭാഗം പറയാനൊരു അവസരം കൊടുക്കണം. ഇല്ല, ലോക്പാലിൻ്റെ ഒറിജിനൽ നിയമപ്രകാരം ആദ്യം തൂക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഹൈക്കോടതിയിൽ പോയിട്ട് എന്ത് ചെയ്യാം, അപ്പീൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഫെയർ ഹിയറിംഗ് എന്നുള്ള പ്രൊവിഷൻ എവിടെ ഇല്ല? ഇതിലെ സെക്കൻഡ് സാധനമാണ് ഒറിജിനൽ ആക്ടിൽ ഇല്ലാതിരുന്നത്. നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് പറയുന്ന കൂട്ടത്തിൽ 3 പറയുന്നു എന്നുള്ളതാണ്. ഇതിൽ സെക്കൻഡ് വണ്ണാണ് ഏതിൽ ആപ്ലിക്കബിൾ അല്ലാതിരുന്നത്, നമ്മുടെ ഒറിജിനൽ 1998 ലോകായുക്ത ആക്ടിൽ ഇല്ലാതിരുന്നത്. എവരി വൺ മസ്റ്റ് ബി ഹേർഡ്. Gauri, I will come back to you. Okay, let me complete this. Everyone must be heard before decision. ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് എല്ലാവരെയും കേൾക്കാനുള്ള അവസരം കൊടുക്കുക എന്നുള്ളതാണ് ഫെയർ ഹിയറിംഗ്. ഇനി അടുത്തതാണ് റീസൺഡ് ഡിസിഷൻ. ഓർഡേഴ്സ് മസ്റ്റ് ബി ജസ്റ്റിഫൈഡ് വിത്ത് റീസൺസ്. എന്ത് ഉത്തരവാണോ പുറപ്പെടുവിച്ചത് ആ ഉത്തരവിന് കൃത്യമായിട്ടുള്ള ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി
ആ ഉത്തരവിനെ സാധൂകരിക്കുന്ന റീസൺസ് അവിടെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഓർഡേഴ്സ് മസ്റ്റ് ബി ജസ്റ്റിഫൈഡ് വിത്ത് റീസൺസ്. അപ്പോൾ ഇത് മൂന്നുമാണ് സ്വാഭാവിക നീതിയുടെ ഘടകങ്ങൾ. അതിൽ റൈറ്റ് ടു ബി ഹേർഡ് എന്ന് പറയുന്ന സ്വാഭാവിക നീതി പാലിക്കപ്പെട്ടില്ല എന്നുള്ള പരാതി KT ജലീലിനും മന്ത്രിസഭാംഗങ്ങൾക്കും ഉണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ കേരള ലോകായുക്ത ഓർഡിനൻസ് കൊണ്ടുവന്നത്. ഈ ഓർഡിനൻസിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ദിസ് ഓർഡിനൻസ് വാസ് മെൻ ടു അപ്പീസ് മിസ്റ്റർ ആരിഫ് ഹുസൈൻ എന്നല്ലായിരുന്നു അങ്ങനത്തെ പേര്, കേരള ഗവർണർ. കാരണം നേരത്തെ നിയമപ്രകാരം ഞാൻ കാണിച്ചു തരാം. നേരത്തെ നിയമപ്രകാരം നേരെ റെസിഗ്നേഷനാണ്. ഓക്കെ, അതായത് ഒരു കോമ്പീറ്റൻ്റ് അതോറിറ്റി അവിടെ ഇല്ല. ഇതിൻ്റെ അകത്തൊരു റെഫറി ആയിട്ട് നിൽക്കാൻ ഒരു കോമ്പീറ്റൻ്റ് അതോറിറ്റി ഒറിജിനൽ നിയമത്തിലില്ല. സോ ഒറിജിനൽ നിയമത്തെ ഡൈല്യൂട്ട് ചെയ്ത് ഒരു കോമ്പീറ്റൻ്റ് അതോറിറ്റീനെ കൊണ്ടുവന്നു. ആ കോമ്പീറ്റൻ്റ് അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവർണറായിരുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ ഒരു അന്വേഷണം വരുമ്പം കോമ്പീറ്റൻ്റ് അതോറിറ്റി ആരാ? ഗവർണറാണ്. അപ്പം ലോകായുക്തയ്ക്ക് ഒള്ളി റെക്കമെൻഡ് ചെയ്യാനേ സാധിക്കത്തുള്ളൂ. മുഖ്യമന്ത്രി അഴിമതിക്കാരനാണ്, അദ്ദേഹത്തിനെതിരെ വേണ്ട നടപടി എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പീറ്റൻ്റ് അതോറിറ്റി ആയിട്ടുള്ള ഗവർണർ തീരുമാനിക്കും അദ്ദേഹത്തെ എന്ത് ചെയ്യണം. ആരിഫ് ഹുസൈൻ അല്ല, ആരിഫ് മുഹമ്മദ് ഖാൻ. അദ്ദേഹത്തെ എന്ത് ചെയ്യണം, നീക്കണോ വേണ്ടോ എന്നുള്ള കാര്യം, അദ്ദേഹത്തെ നീക്കണമോ വേണ്ടോ എന്നുള്ള കാര്യം തീരുമാനിക്കേണ്ടത് ആരാ? ഗവർണറാണ്. പക്ഷേ ഈ ഓർഡിനൻസ് പാസ്സായ സമയത്ത് ഗവർണർ ആരാ? ആരിഫ് മുഹമ്മദ് ഖാനാണ് ഗവർണർ. അയാളുടെ അടുത്തോട്ട് കാണാം നമ്മുടെ ലോകായുക്ത ഇങ്ങനൊരു റെക്കമെൻഡേഷൻ വെക്കാത്ത പാതി അയാളാരെ തൂക്കും? അയാൾ പിണറായി വിജയനെ തൂക്കിക്കളയും. ഓക്കെ, അതുകൊണ്ട് ഈ ഓർഡിനൻസുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് കണ്ടെടുത്താണ് നിയമസഭ കൂടിയ സമയത്ത് ഓർഡിനൻസ് റദ്ദാക്കിക്കൊണ്ട് കേരള നിയമസഭ പുതിയൊരു ബില്ല് കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് ആരിഫ് ഹുസൈൻ ആ ബില്ലിൽ ഒപ്പുവെക്കാതിരുന്നത്. അദ്ദേഹം എന്തിന് റിസർവ് ചെയ്തത്? പ്രസിഡന്റിന് റിസർവ് ചെയ്തത്. അപ്പോൾ ഒരു പൊളിറ്റിക്സ് ആ സമയത്ത് നടക്കുന്നുണ്ടായിരുന്നു. ഈ ബിക്കെയിം ഓൾ ദ മോർ പവർഫുൾ. ഗവർണർ. അദ്ദേഹം കിട്ടിയ അവസരത്തിൽ അയാൾ എന്ത് ചെയ്യും? അയാൾ പിണറായി വിജയന് പണി കൊടുക്കും. കേരള അന്ന് മിക്കവാറും അന്ന് ആ ഒരു കുറേ കേസൊക്കെ ഉണ്ടായിരുന്നു, കുറേ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു മറ്റേ ദുരിതാശ്വാസ നിധിയായിട്ട് ബന്ധപ്പെട്ട. ഓക്കെ, അപ്പം ആ ഓർഡിനൻസ് നമ്മൾ റീപ്ലേസ് ചെയ്ത് കേരള അമെൻമെൻറ്റ് ബില്ല് കൊണ്ടുവന്നു. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭേദഗതി ഉദ്ദേശിച്ചത് എന്തിനു വേണ്ടിയാണ്? ഒരു കോമ്പീറ്റൻ്റ് അതോറിറ്റിയെ പ്ലേസ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ്. ആ കോമ്പീറ്റൻ്റ് അതോറിറ്റി വരുമ്പം ഏത് സ്വാഭാവിക നീതി അവിടെ നടപ്പാക്കപ്പെടും? റൈറ്റ് ടു ബി ഹേർഡ് എന്നുള്ള സ്വാഭാവിക നീതി അവിടെ നടപ്പാക്കപ്പെടും. ഓക്കെ, സോ അതായിരുന്നു അതിൻ്റെ ഉദ്ദേശം. ശരി, അപ്പം ദാറ്റ് ഈസ് ദ പോയിന്റ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് കേരള ലോകായുക്ത അമെൻമെൻറ്റ് ഓർഡിനൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ എ ആണ് ആൻസർ. ഓപ്ഷൻ എ ആണ് ഇവിടെ ഉത്തരവായിട്ട് വരുന്നത്. നോക്കൂ, ഓപ്ഷൻ എ എന്താണ്? ദ ഓർഡിനൻസ് അക്കോർഡ്സ് ദ കോമ്പീറ്റൻ്റ് അതോറിറ്റി ടു അക്സെപ്റ്റ് ഓർ റിജക്ട് ദ ഡിസിഷൻ ഓഫ് ലോകായുക്ത. ലോകായുക്ത എടുത്ത തീരുമാനം സ്വീകരിക്കണമോ വേണ്ടയോ എന്നുള്ളത് ഫൈനൽ ഡിസിഷൻ എടുക്കാനുള്ള ഒരു കോമ്പീറ്റൻ്റ് അതോറിറ്റിയെ നിയമപരമായിട്ട് ഉൾക്കൊള്ളിക്കുക എന്നുള്ളതായിരുന്നു ഓർഡിനൻസ് കൊണ്ട് ഉദ്ദേശിച്ചത്. പിന്നീട് വന്ന ബില്ലും അത് തന്നെ പിന്തുടർന്നു. അങ്ങനെയാണ് ആക്ട്. ഇപ്പോൾ നിലവിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടാണ് അലിഗേഷൻ എങ്കിൽ നിയമസഭയാണ്, ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ് തീരുമാനം എടുക്കേണ്ടത്. ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ് അവിടെ കോമ്പീറ്റൻ്റ് അതോറിറ്റി ആയിട്ട് വരുന്നത്. മിനിസ്റ്റർക്ക് അഗെയിൻസ്റ്റ് ആയിട്ടാണെങ്കിൽ CM ആണ് കോമ്പീറ്റൻ്റ് അതോറിറ്റി ആയിട്ട് വരുന്നത്. ഇനി അതല്ല MLAക്ക് അഗെയിൻസ്റ്റ് ആയിട്ടാണെങ്കിൽ സ്പീക്കറാണ് കോമ്പീറ്റൻ്റ് അതോറിറ്റി ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ഇങ്ങനൊരു വ്യവസ്ഥയാണ് പുതിയ നിയമത്തിലുള്ളത്. നേരത്തെ എങ്ങനെയായിരുന്നു? നേരത്തെ ഇതെല്ലാം ഗവർണർക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ഓർഡിനൻസ് പ്രകാരം. അത് നമ്മൾ മാറ്റി പകരം എന്താക്കി? മുഖ്യമന്ത്രിക്ക് അഗെയിൻസ്റ്റ് ആണെങ്കിൽ നിയമസഭ തീരുമാനിക്കും, മന്ത്രിക്ക് അഗെയിൻസ്റ്റ് ആണെങ്കിൽ മുഖ്യമന്ത്രി തീരുമാനിക്കും, MLAക്ക് അഗെയിൻസ്റ്റ് ആണെങ്കിൽ സ്പീക്കറാണ് കോമ്പീറ്റൻ്റ് അതോറിറ്റി ആയിട്ട് വരുന്നത്. അങ്ങനെ ഒരു ചെക്ക് ആൻഡ് ബാലൻസ് അവിടെ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾ ഒറ്റ കാര്യം ഓർത്താൽ മതി, ഓർഡിനൻസിലാണെങ്കിലും പിന്നീട് വന്ന ബില്ല് നിയമമായി മാറിയ ബില്ലിലാണെങ്കിലും കോമ്പീറ്റൻ്റ് അതോറിറ്റിയെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒറിജിനൽ നിയമത്തെ ഡൈല്യൂട്ട് ചെയ്തുകൊണ്ട് സ്വാഭാവിക നീതിയുടെ ഒരു പ്രിൻസിപ്പിളായിട്ടുള്ള റൈറ്റ് ടു ബി ഹേർഡ് എന്നുള്ള കണ്ടീഷൻ കൂട്ടിച്ചേർത്തു എന്ന് മാത്രം ഓർത്താൽ മതി. ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷൻ. നിങ്ങൾ നോക്കുമ്പോൾ ഇതായിരിക്കും ഉത്തരം, പക്ഷേ ഇതിൻ്റെ അകത്ത് ഇത്രയും എക്സ്പ്ലനേഷനും ഇത്രയും രാഷ്ട്രീയ സംഭവ വികാസങ്ങളും അടങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ കണ്ടീഷനിൽ അതിൽ വന്നിട്ടുള്ള മാറ്റങ്ങളൊന്ന് പഠിക്കാം. ഓക്കെ, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത സ്ലൈഡാണ്. സ്റ്റിക്ക് ചെയ്യാം. വെട്ടി ഞങ്ങൾ വിചാരിക്കും ഇതില്ലാന്ന്. ഡിസ്കസ് ചെയ്ത സ്ലൈഡാണ്. ഓക്കെ, ഡിസ്കസ് ചെയ്തതാണ്. പബ്ലിക് സർവൻറ്റ് ടു വെക്കേറ്റ് ഓഫീസ്.
ഈ പ്രൊവിഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് കോമ്പീറ്റൻ്റ് അതോറിറ്റി വരുന്നത്. സെഷൻ 14 ഓർക്കുക. എന്താണ്? സെഷൻ 14 ഓർക്കുക. സെക്ഷനാണ്, സെഷനല്ല. സെക്ഷൻ 14. പബ്ലിക് ഒറിജിനലി എന്താണെന്ന് നോക്കൂ. പബ്ലിക് സെർവൻറ്റ് ടു വെക്കേറ്റ് ഓഫീസ് ഇഫ് ഡയറക്റ്റഡ് ബൈ ലോകായുക്ത. ലോകായുക്ത നിർദ്ദേശിക്കുന്ന പക്ഷം പബ്ലിക് സെർവൻറ്റ് എന്ത് ചെയ്യണം? തൽസ്ഥാനം ഒഴിയണം എന്നായിരുന്നു ഒറിജിനൽ ആക്ട്. അതിൻ്റെ സബ്സെഷൻ 1 പറയുന്നു, വേർ ആഫ്റ്റർ ഇൻവെസ്റ്റിഗേഷൻ ഇൻ ടു എ കംപ്ലയിൻറ്റ്, ഒരു പരാതി സ്വീകരിച്ച് അതിൽ അന്വേഷണം നടത്തിയ പക്ഷം ലോകായുക്ത അല്ലെങ്കിൽ ഉപലോകായുക്ത സാറ്റിസ്ഫൈഡ് ആവുകയാണ് ദാറ്റ് ദ കംപ്ലയിൻറ്റ് ഇൻവോൾവിങ് ആൻ അലിഗേഷൻ അഗെയിൻസ്റ്റ് ദ പബ്ലിക് സെർവൻറ്റ് ഈസ് സബ്സ്റ്റാൻഷിയേറ്റഡ്, അദ്ദേഹത്തിന് എതിരെയുള്ള പരാതി നിലനിൽക്കുന്നതാണ് എങ്കിൽ, ആൻഡ് ദാറ്റ് ദ പബ്ലിക് സെർവൻറ്റ് കൺസേൺ ഷുഡ് നോട്ട് കണ്ടിന്യൂ ടു ഹോൾഡ് ദ പോസ്റ്റ് ഹെൽഡ് ബൈ ദം, ലോകായുക്ത ഓർ ഉപലോകായുക്ത ആസ് ദ കേസ് മേ ബി ഷാൾ മേക്ക് എ ഡിക്ലറേഷൻ ടു ദാറ്റ് എഫക്റ്റ് ഇൻ ഹിസ് റിപ്പോർട്ട് അണ്ടർ സബ്സെഷൻ 3 ഓഫ് സെക്ഷൻ 12. റിമൂവലാണ് സെക്ഷൻ 12. അതിൽ സബ്സെഷൻ 3 പ്രകാരം എന്താണ്? ഒരു റിമൂവൽ അല്ല, സെക്ഷൻ 12 എന്ന് പറഞ്ഞാൽ എന്താണ് വരുന്നത്? ഇവരുടെ നടപടി എടുക്കുന്ന മെഷേഴ്സ്. ഓക്കെ, അതാണ് പറഞ്ഞത്. അതിലോട്ട് വരാം. വേർ ദ കോമ്പീറ്റൻ്റ് അതോറിറ്റി ഈസ് ദ ഗവർണർ, ദ ഗവൺമെൻറ് ഓഫ് കേരള ഓർ ദ ചീഫ് മിനിസ്റ്റർ, ഹി ഓർ ഇറ്റ് ഷാൾ അക്സെപ്റ്റ് ദ ഡിക്ലറേഷൻ. കോമ്പീറ്റൻ്റ് അതോറിറ്റി അന്നും ഉണ്ട്, പക്ഷേ നോട്ട് ഫോർ അഡ്ജൂഡിക്കേറ്റിംഗ് ദ ഡിസിഷൻ. ഗവർണർ ആണെങ്കിലും മുഖ്യമന്ത്രി ആണെങ്കിലും എന്ത് ചെയ്യണം? ഈ തീരുമാനം അംഗീകരിക്കണം. ആ ഷാൾ അക്സെപ്റ്റ് ദ ഡിക്ലറേഷൻ എന്നുള്ളതാണ്. അതായത് ഷാൾ മേക്ക് എ ഡിക്ലറേഷൻ എന്ന് ഇവിടെ പറയുന്നുണ്ട്, തൊട്ട് മുകളിലത്തെ വരിയിൽ പറയുന്നുണ്ട്. ആര് സാറ്റിസ്ഫൈഡ് ആവുന്ന പക്ഷം? ലോകായുക്ത അല്ലെങ്കിൽ ഉപലോകായുക്ത സാറ്റിസ്ഫൈഡ് ആകുന്ന പക്ഷം അവർക്കൊരു ഡിക്ലറേഷൻ പുറപ്പെടുവിക്കാം. എന്താണ്? ഈ പബ്ലിക് സെർവൻറ്റിന് തൽസ്ഥാനത്ത് തുടരാനുള്ള അർഹതയില്ല എന്നൊരു ഡിക്ലറേഷൻ പുറപ്പെടുവിക്കാം. അങ്ങനെ ഡിക്ലറേഷൻ പുറപ്പെടുവിക്കുന്ന പക്ഷം കോമ്പീറ്റൻ്റ് അതോറിറ്റി ആയിട്ടുള്ള ഗവർണർ അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്റർ എന്ത് ചെയ്യണം? ആ ഡിക്ലറേഷൻ അക്സെപ്റ്റ് ചെയ്ത് പറയുന്ന എന്ത് വാങ്ങണം? രാജി വാങ്ങണം. ഇൻ അതർ കേസസ് ദ കോമ്പീറ്റൻ്റ് അതോറിറ്റി കൺസേൺ ഷാൾ, മറ്റ് ഓഫീസ് ബ്യൂറോക്രാറ്റ്സിൻ്റെ കേസിൽ ഉള്ള കൺസേൺഡ് ആയിട്ടുള്ള കോമ്പീറ്റൻ്റ് അതോറിറ്റീസ് ഷാൾ സെൻഡ് എ കോപ്പി ഓഫ് സച്ച് റിപ്പോർട്ട് ടു ദ ഗവൺമെൻറ് വിച്ച് ഷാൾ അക്സെപ്റ്റ് ദ ഡിക്ലറേഷൻ. ബാക്കി സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട കൺസേൺഡ് ആയിട്ടുള്ള കോമ്പീറ്റൻ്റ് അതോറിറ്റീസ് ഇവർക്കെതിരെയുള്ള റിപ്പോർട്ട് അംഗീകരിച്ചു എന്നുള്ളൊരു റിപ്പോർട്ട്, ഇവർക്കെതിരെയുള്ള ഡിക്ലറേഷൻ അംഗീകരിച്ചു എന്നൊരു റിപ്പോർട്ട് ആർക്ക് അയക്കണം? ഗവൺമെൻറ് അയക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലം തൊടിയിക്കത്തില്ലെന്ന് ചുരുക്കം. അവരെ റിസൈൻ ചെയ്യിപ്പിക്കും. ആ ഡിക്ലറേഷൻ അക്സെപ്റ്റ് ചെയ്യണം. എന്നാൽ ഇപ്പോൾ വന്ന മാറ്റം നോക്കേ. ഇപ്പോൾ വന്ന മാറ്റം ഇതാണ്. റെക്കമെൻഡേഷൻ ഓഫ് ലോകായുക്ത ആൻഡ് ഉപലോകായുക്ത ആൻഡ് ആക്ഷൻ ദെയർ ഓൺ സബ്സെഷൻ 1 വേർ ആഫ്റ്റർ ഇൻവെസ്റ്റിഗേഷൻ ഇൻ ടു എ കംപ്ലയിൻറ്റ് ലോകായുക്ത ഓർ ഉപലോകായുക്ത ഈ സാറ്റിസ്ഫൈഡ് ദാറ്റ് കംപ്ലയിൻറ്റ് ഇൻവോൾവിംഗ് ആൻ അലിഗേഷൻ എഗെയിൻസ്റ്റ് ദ പബ്ലിക് സെർവൻറ്റ് ഈ സബ്സ്റ്റാൻഷിയേറ്റഡ്, അതായത് പരാതി നിലനിൽക്കും, ഈ പറയുന്ന കംപ്ലയിൻറ്റ് നിലനിൽക്കും, സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്തു എന്ന മുറയ്ക്ക് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യപ്പെട്ടു എങ്കിൽ ദ പബ്ലിക് സെർവൻറ്റ് ഈസ് നോട്ട് ഫിറ്റ് ടു ഹോൾഡ് ദ പോസ്റ്റ് ആസ് സച്ച്. ആ നിലയ്ക്ക് ആ പബ്ലിക് ഒഫീഷ്യലിന്, മന്ത്രിയാണെങ്കിലും ബ്യൂറോക്രാറ്റ് ആണെങ്കിലും പഞ്ചായത്ത് മെമ്പർ ആണെങ്കിലും ആ പോസ്റ്റിലിരിക്കാൻ അദ്ദേഹത്തിന് അവകാശമില്ല എന്നുള്ള ഒപ്പീനിയനാണ് ലോകായുക്തയ്ക്കും ഉപലോകായുക്തയ്ക്കും എങ്കിൽ ഷാൾ മേക്ക് എ റെക്കമെൻഡേഷൻ. എന്തുവാണ് വ്യത്യാസം? ഡിക്ലറേഷൻ വേഴ്സസ് റെക്കമെൻഡേഷൻ ആണ് വ്യത്യാസം. ഒറിജിനലി ഡിക്ലറേഷൻ ആയിരുന്നുവെങ്കിൽ ഇവിടെ വരുമ്പോൾ അതെന്തായിട്ട് മാറി? റെക്കമെൻഡേഷനായിട്ട് മാറി. ഒന്ന് പഠിച്ചേ, ഈ ചാപ്റ്ററിൻ്റെ എൻറ്റയറിറ്റിയിൽ എങ്ങനെയാണ് പുതിയ നിയമം ഈ വ്യവസ്ഥകളെ ഡൈല്യൂട്ട് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ കീ ടേക്ക് അവേ ഈസ് ദാറ്റ് ഒറിജിനലി ഇറ്റ് വാസ് എ ഡിക്ലറേഷൻ, നൗ ഇറ്റ് ഹാസ് ഡിസ്കൗണ്ടഡ് ടു റെക്കമെൻഡേഷൻ. ഇതാണ് ഇവിടുത്തെ പോയിന്റ്. നേരത്തെ ഡിക്ലറേഷൻ ആയിരുന്നുവെങ്കിൽ ഇവിടെ എന്താണ്? റെക്കമെൻഡേഷൻ ആയിട്ട് ചുരുക്കി എന്ന് പറഞ്ഞാൽ ശുപാർശ ചെയ്യാനേ പറ്റത്തുള്ളൂ. എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അടിച്ചേൽപ്പിക്കാൻ പറ്റത്തില്ല, ഡിക്ലെയർ ചെയ്യാൻ പറ്റത്തില്ല. ഷാൾ മേക്ക് ചെറിയ ഒരു മാറ്റം, ചെറുങ്ങനെ ഒരു മാറ്റം. അവിടെ ഡിക്ലറേഷൻ എന്നുള്ള വേർഡ് മാറ്റി ഇവിടെ റെക്കമെൻഡേഷൻ ആക്കി. കഥ മാറിയില്ലേ? ഷാൾ മേക്ക് എ റെക്കമെൻഡേഷൻ ടു ദ കോമ്പീറ്റൻ്റ് അതോറിറ്റി ടു ദാറ്റ് എഫക്ട് ഇൻ ഇറ്റ്സ് റിപ്പോർട്ട് അണ്ടർ സബ്സെഷൻ ഓഫ് സെഷൻ 12. ഓക്കെ, ഇത്രയൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട. ഇനി സബ്സെഷൻ 2 പറയുന്നതും കൂടെ വായിച്ചിട്ട് കഴിഞ്ഞ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ നെല്ലും പതിനും തിരിച്ചു. പിന്നെ ഇനി ഹൈ ഓഫീസ് ഹോൾഡേഴ്സിൻ്റെ കേസിൽ അതൊരു എക്സ്ട്രാ പോയിൻ്റാണ്. പുതിയ നിയമത്തിൽ അത് എടുത്തൊക്കെ പറയുന്നുണ്ട്. ഒരു ഡുവോ ആയിട്ടാണ് അന്വേഷിക്കേണ്ടത്, സിംഗിളായിട്ടല്ല അന്വേഷിക്കേണ്ട, ഒരു ഡുവോ ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡുവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ലോകായുക്തയും ഒരു ഉപലോകായുക്തയും ചേർന്ന് വേണം അന്വേഷിക്കാൻ. ഇപ്പോൾ ചീഫ് മിനിസ്റ്ററുടെ കേസിലോ മന്ത്രിമാരുടെ കേസിലോ ഒക്കെ പരാതി വരുന്ന മുറയ്ക്ക് ലോകായുക്ത ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉപലോകായുക്ത അല്ല അന്വേഷിക്കുന്നത്, ഒരു ഡുവോ ആണ് അന്വേഷിക്കേണ്ടത്. ലോകായുക്ത പ്ലസ് വൺ ഓഫ് ദ ഉപലോകായുക്താസ് ചേർന്നാണ് അന്വേഷിക്കേണ്ടത്. അതിനാണ് ഡുവോ എന്ന് പറയുന്നത്. അതൊക്കെ ഭയങ്കര ഇൻറ്റിഗ്രിറ്റീസ് ആണ്. അതൊന്നും അറിയേണ്ട, അങ്ങനെയൊന്നും നിങ്ങൾക്ക് ചോദ്യം വരത്തില്ല. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ അറിയാമെങ്കിൽ കേരള ലോകായുക്തയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റണം. ഇനി ഇതിൽ നിന്നൊരു മാർക്ക് നിങ്ങൾ ഈ എത്ര മണിക്കൂറായി? 2 മണിക്കൂർ നിങ്ങൾ മെനക്കെട്ടിട്ടുണ്ട്. നിങ്ങളുടെ പ്രിപ്പറേഷനും കൂടെ ഇവിടെ കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിച്ചോണം. ഇനി ഈ പോയിന്റ്സ് ഒക്കെ അങ്ങ് ഓർത്തിരുന്നാൽ മതി. അതുകൊണ്ടാണ് പറഞ്ഞത്
പഴയത് ഇപ്പോഴും നമ്മളെ വ്യത്യാസമാണ്. പഴയത് ഡിക്ലറേഷൻ ആണെങ്കിൽ ഇപ്പോൾ റെക്കമെൻഡേഷൻ ആണ്. ഈ പോയിന്റ് കൂടെ പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. ഓക്കെ, ഇനി ലോക്പാലുണ്ട്. ലോക്പാൽ കേന്ദ്ര ലോക്പാൽ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ബാക്കി ടോപ്പിക്സ് നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ശ്രദ്ധിച്ച്. വെൻ ദ ഡിക്ലറേഷൻ സോ മെയ്ഡ് ഈസ് അക്സെപ്റ്റഡ്, ദ ഫാക്ട് ഓഫ് സച്ച് അക്സെപ്റ്റൻസ് ഷാൾ immediately be intimated by registered post by the governor, the government of chief minister, if any of them is the competent authority, and the government in other cases, then notwithstanding anything contained in any law, order, notification, rule or contract of appointment, the public servant concerned shall with effect from the date of intimation. If he is the chief minister or a minister, resign his office of chief minister as the case may be. If he is a public servant falling under 5, 6 but not falling under 4, 7, if he is a public servant falling under, okay, ഇപ്പോഴത്തെ രീതിയിൽ എന്താ മാറ്റം വന്നിട്ടുള്ളത്? കോമ്പീറ്റൻ്റ് അതോറിറ്റി ഷാൾ എക്സാമിൻ ദ ഇപ്പോൾ വന്ന മാറ്റം ഇതാണ്. കോമ്പീറ്റൻ്റ് അതോറിറ്റി ആരാണോ കോമ്പീറ്റൻ്റ് അതോറിറ്റി എന്ത് എക്സാമിൻ ചെയ്യണം? ഈ ലോക്പാലിൻ്റെ അല്ലെങ്കിൽ ലോകായുക്തയുടെ ഉപലോകായുക്തയുടെ റെക്കമെൻഡേഷൻ പരിശോധിക്കണം. മെയ്ഡ് ബൈ ദ ലോകായുക്ത ഓർ ഉപലോകായുക്ത ആസ് ദ കേസ് മേ ബി, ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ടു ലോകായുക്ത ഓർ ഉപലോകായുക്ത ആസ് ദ കേസ് മേ ബി വിത്തിൻ എ പീരീഡ് ഓഫ് 90 days. 90 ദിവസം സമയമുണ്ട്. അതായത് ഇപ്പോഴത്തെ നിയമപ്രകാരമായിരുന്നുവെങ്കിൽ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു കോമ്പീറ്റൻ്റ് അതോറിറ്റി കെ ടി ജലീലിൻ്റെ കേസിൽ. ഇമ്മീഡിയറ്റ് ആയിട്ട് കെ ടി ജലീലിന് എന്ത് ചെയ്യേണ്ടായിരുന്നു? ഒരു കൊല്ലം ബാക്കി നിൽക്കുക, രാജിവെക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ കേസിൽ മുഖ്യമന്ത്രിക്ക് ലോകായുക്ത അല്ലെങ്കിൽ ഉപലോകായുക്തയ്ക്ക് മറുപടി നൽകാൻ 90 ദിവസത്തെ സമയമുണ്ടായിരുന്നു. ഓക്കെ, ഇനി ആ മറുപടി റിപ്പോർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ടാണ്. ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് അല്ലെങ്കിൽ പ്രൊപ്പോസ് ടു ബി ടേക്കൺ ഓൺ ദ ബേസിസ് ഓഫ് റെക്കമെൻഡേഷൻ ഓഫ് റീസൺസ് ഫോർ നോട്ട് ടേക്കിംഗ് എനി ആക്ഷൻ. അതായത് ഇപ്പോൾ ജലീലിൻ്റെ അടുത്ത് രാജിവെക്കണ്ട അല്ലെങ്കിൽ രാജിവെക്കണം എന്ത് തന്നെ ആണെങ്കിലും അതിൻ്റെ ഉള്ളടക്കം കണ്ടൻറ്റ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് അയക്കുക എന്നുള്ളത് മാത്രമേ കോമ്പീറ്റൻ്റ് അതോറിറ്റിക്ക് അവിടെ ചെയ്യേണ്ടതായിട്ടുള്ളൂ. അല്ലാതെ രാജി വാങ്ങി രജിസ്റ്റേർഡിൽ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിയമ നടപടിക്കൊന്നും പോകേണ്ട കാര്യമില്ല എന്ന് ചുരുക്കം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കെ ടി ജലീലൊക്കെ സർവൈവ് ചെയ്തേനെ. നിയമം ഇതായിരുന്നുവെങ്കിൽ ബിന്ദു സർവൈവ് ചെയ്തതുപോലെ കെ ടി ജലീൽ വന്ന് സർവൈവ് ചെയ്തേനെ എന്ന് ചുരുക്കം. പ്രൊവൈഡഡ് ദാറ്റ് വേർ ദ കോമ്പീറ്റൻ്റ് അതോറിറ്റി ഇസ് ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇൻ കമ്പ്യൂട്ടിംഗ് ദ പീരീഡ് ഓഫ് 90. ഇപ്പോൾ സംസ്ഥാന നിയമസഭ കോമ്പീറ്റൻ്റ് അതോറിറ്റി ആയിട്ട് വരുന്ന സമയത്ത് സഭ കൂടുന്ന സമയത്ത് ഇപ്പോൾ ഗ്യാപ്പ് ആണെങ്കിൽ ആ ഗ്യാപ്പ് പരിഗണിക്കത്തില്ല 90 ദിവസത്തിൽ. ഇപ്പോൾ പറയുന്ന പോലെ എന്താണ്, ഫസ്റ്റ് സെഷൻ ജാനുവരി ഫെബ്രുവരി മാസത്തിലാണ്. ഓക്കെ, നമ്മുടെ കേരള ബഡ്ജറ്റ്. ഇനി അടുത്ത സെഷൻ വേറെ എന്താണ് പറയേണ്ടത്, മൺസൂൺ സെഷനാണ്. ഇതിൻ്റെ ഇടയ്ക്കുള്ള 3 മാസം 90 ദിവസത്തിൽ പെടത്തില്ല. സഭ കൂടുന്ന സമയത്ത് 90 ദിവസം വരത്തുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോകായുക്ത ഉപലോകായുക്ത അവിടെ നോക്കിയിരിക്കത്തേ ഉള്ളൂ. ഓക്കെ, MLA-മാരുടെയും മന്ത്രിമാരുടെയൊക്കെ കേസിൽ നടപടി എടുക്കാൻ അവർ കാത്തിരിക്കേണ്ടേ ഉള്ളൂ. അതൊന്നും ഉടനെ നടക്കുന്ന കേസല്ലെന്ന് ചുരുക്കം. ഇൻ ദ കേസ് ഓഫ് എ പബ്ലിക് സർവൻറ്റ് ഫോളിംഗ് അണ്ടർ ദ ടേംസ്, ദ അപ്പോയിൻറ്റിംഗ് അതോറിറ്റി ഷാൾ ഇനിഷ്യേറ്റ് അപ്രോപ്രിയേറ്റ് ആക്ഷൻ ഇൻ അക്കോർഡൻസ് വിത്ത് ദ റൂൾസ് ഓർ റെഗുലേഷൻ. ദാറ്റ്സ് ഇറ്റ്. ഇത് തന്നെ കോമ്പീറ്റൻ്റ് അതോറിറ്റി അവരെ ഇൻറ്റിമേഷൻ കൊടുക്കണം. പക്ഷേ നടപടി എടുക്കുക എന്നുള്ളത് അവർക്ക് അവരുടെ എന്താ പറയുക ഡിസ്ക്രിപ്ഷനിലാണ്. ഡിക്ലറേഷൻ പോലെ നേരെ അവരെ തൂക്കാനൊന്നും പറ്റത്തില്ല എന്ന് ചുരുക്കം. ഓക്കെ, ഇനി ഇവരുടെ മാറ്റേഴ്സ് അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ ഒന്ന് നോക്കാം. മാറ്റേഴ്സ് മേ ബി ഇൻവെസ്റ്റിഗേറ്റഡ് ബൈ ലോകായുക്ത. ഒറിജിനലി വന്നതും ഇപ്പോൾ മാറ്റം വന്നതും എന്താണെന്ന് നോക്കാം. മാറ്റേഴ്സ് വിച്ച് മേ ബി ഇൻവെസ്റ്റിഗേറ്റഡ് ബൈ ലോകായുക്ത ആൻഡ് ഉപലോകായുക്ത subject to the provisions of the Act, Lokayukta and Upalokayukta as may be nominated by the Lokayukta for the purpose may investigate any action which is taken by or with the general or specific approval of, okay, Chief Minister, Minister, Member of Legislative Assembly, Secretary, Office Bearer of Political Party at the state level, അല്ലെങ്കിൽ an office referred to in subclause 3. In any case where a complaint involving a grievance or an allegation is made in respect of such action and where there is difference of opinion between Lokayukta and Upalokayukta as so nominated, the action shall be investigated by Lokayukta and both Upalokayuktas together and the decision of the majority therein shall prevail. ഓക്കെ, ഇവിടെ വന്ന മാറ്റം ഇതാണ്. ഇതിൽ നിന്ന് ആരെ എടുത്ത് മാറ്റി? ഇതിൽ നിന്ന് ഈ പറയുന്നത് പോലെ ഓഫീസ് ബെയറർ ഓഫ് എ പൊളിറ്റിക്കൽ പാർട്ടി അറ്റ് ദ സ്റ്റേറ്റ് ലെവൽ ഷാൾ ബി ഒമിറ്റഡ്. ഓക്കെ, സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ഒരു ഓഫീസ് ബെയറായിട്ടുള്ള വ്യക്തി, സംസ്ഥാന തലത്തിലുള്ളൊരു വ്യക്തിയെ ഇതിൻ്റെ പരിധിയിൽ നിന്ന് എടുത്തു മാറ്റി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ പാർട്ടി സെക്രട്ടറിമാരോ പാർട്ടി സംസ്ഥാന സമിതി അംഗങ്ങളോ ഒന്നും എന്തിൻ്റെ പരിധിയിൽ വരത്തില്ല, ഇനി ലോകായുക്തയുടെ പരിധിയിൽ വരത്തില്ല. അപ്പോൾ ലോകായുക്ത ആൻഡ് 1 ഉപലോകായുക്ത ക്യാൻ ഇൻവെസ്റ്റിഗേറ്റ് കംപ്ലയിൻറ്റ്സ് എഗെയിൻസ്റ്റ് മുഖ്യമന്ത്രിക്കെതിരെ പറ്റും, മിനിസ്റ്റേഴ്സിന് എഗെയിൻസ്റ്റ് പറ്റും, MLA-മാർക്ക് എഗെയിൻസ്റ്റ് പറ്റും, സെക്രട്ടറിമാർക്ക് എഗെയിൻസ്റ്റ് പറ്റും, സ്റ്റേറ്റ് ലെവൽ പൊളിറ്റിക്കൽ പാർട്ടി ഓഫീസ് ബെയറേഴ്സിന് എഗെയിൻസ്റ്റ് പറ്റില്ല.
എം വി ഗോവിന്ദൻ അഗെയിൻസ്റ്റിന് ലോകായുക്തയ്ക്കോ ഉപലോകായുക്തയ്ക്കോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ തെരഞ്ഞെടുപ്പും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ BJPയുടെ രാജീവ് ചന്ദ്രശേഖറിന് അഗെയിൻസ്റ്റ് ആയിട്ട് ലോകായുക്തയ്ക്കോ ഉപലോകായുക്തയ്ക്കോ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ഓക്കെ. പിന്നെ ടോപ്പ് ലെവൽ പബ്ലിക് സർവൻസ് ഡിഫൈൻഡ് ഇൻ ക്ലോസ് D സബ്സെഷൻ 3 ഓഫ് സെഷൻ 2 ഇഫ് ദർ ഇസ് എനി ഡിഫറൻസ്. അപ്പോൾ 4 കൂട്ടർക്കെതിരെയാണ് പറ്റുന്നത്. 4 അല്ല, 1 2 3 4 5. ആരാണ് പോയി കിട്ടിയത്? സ്റ്റേറ്റ് ലെവൽ പൊളിറ്റിക്കൽ പാർട്ടി ഓഫീസ് ബെയറേഴ്സ്. ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ലോകായുക്ത ഉപലോകായുക്തയ്ക്ക് ഇനി എന്ത് ചെയ്യാൻ സാധിക്കത്തില്ല, നടപടി സ്വീകരിക്കാനോ അന്വേഷണം നടത്താനോ സാധിക്കത്തില്ല. അവരെ ബ്ലാറ്റൻ്റ് ആയിട്ട് എവിടുന്ന് ഒഴിവാക്കിയിട്ടുണ്ട്? ലോകായുക്ത നിയമത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ. സോ നമ്മൾ എല്ലാ ആസ്പെക്റ്റും ഡിസ്കസ് ചെയ്തു ലോകായുക്തയായിട്ട് ബന്ധപ്പെട്ട്. സോ ഇതിൻ്റെ ഉള്ളിൽ നിന്നേ നിങ്ങൾക്ക് ചോദ്യം വരത്തുള്ളൂ, ഇതിൻ്റെ ഉള്ളിൽ നിന്നേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരത്തുള്ളൂ. ഓക്കെ. നിങ്ങൾക്ക് ഈ നോട്ട് ഞാൻ ഷെയർ ചെയ്ത് തരാം. ഇനി എന്തെങ്കിലും പോയിൻറ്റ്സ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സാറ്റർഡേ സൺഡേ റിവിഷൻ ക്ലാസ് ആണ്. നാളെ ഫ്രൈഡേ അല്ലേ? യെസ് അതിൻ്റെ ശക്തി ക്ഷയിപ്പിച്ചു. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ എല്ലാം സോൾവ് ചെയ്യാൻ പറ്റിയോ? 10th ലെവലാ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കേ, ഈ ക്വസ്റ്റ്യൻ നോക്കേ. കേരള ലോകായുക്ത ആക്ട് 1999 provides for functions of specified authorities for making inquiries into any action relatable to matters specified in. ഇപ്പോൾ കേരള ലോകായുക്ത നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന ഷെഡ്യൂൾ 7 ഭാഗമായിട്ട് പരിധിയിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് ലോജിക്കലായിട്ടൊന്ന് ആൻസർ ചെയ്തേ. ഓ താങ്ക് യു ശ്രീഹരി. ഈ ക്വസ്റ്റ്യനോട് ആൻസർ ചെയ്തിട്ട് നമുക്ക് നിർത്താം. നിങ്ങൾക്ക് അത്യാവശ്യം ഡെപ്തിൽ മനസ്സിലായില്ലേ ലോകായുക്ത? ഇനി അതിൻ്റെ അകത്തൊന്നും തെറ്റ് വരേണ്ട കാര്യമില്ലല്ലോ. എല്ലാ പ്രൊവിഷനും അതിൻ്റെ ആഴത്തിൽ പോയിട്ടില്ല. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ച ഭാഗങ്ങളും സാധാരണ ചോദിക്കുന്ന ഭാഗങ്ങളും നമ്മൾ അത്യാവശ്യം നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ PK-യിലാണ് ഇത് ക്ലാസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. PK ലേണിങ്സിൽ പോളിറ്റി ക്ലാസ് എടുത്തിട്ടുണ്ട്. വൊക്കാസ്പീഡിയയിൽ അങ്ങനെ എടുത്തിട്ടില്ല. PK-യിൽ ഈ ക്ലാസ് എടുത്തിരുന്നു. ക്ലാസ് എടുത്തിട്ട് ഇപ്പോൾ 10 മാസത്തിൽ പുറത്തായി. സോ ജസ്റ്റ് ഒരു മിനിമം റിവിഷൻ എൻ്റെ PPT ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ അപ്ഡേറ്റ്സ്, ഈ മാറ്റങ്ങളുള്ള അപ്ഡേറ്റ്സ് മാത്രമാണ് ഒന്ന് GPT ഒക്കെ ഉപയോഗിച്ച് ഒന്ന് റിഫൈൻ ചെയ്തിട്ടുള്ളത്. സോ ഓൾറെഡി കുട്ടികൾ ഈ ക്ലാസ് കേട്ട് എക്സാം എഴുതിയിട്ടുണ്ട്. അത് PK ലേണിങ്സിലാണ്. ഏതായിരിക്കും ആൻസർ? ആൻസർ C ആണ്. കാരണം നമുക്കറിയാം ഷെഡ്യൂൾ 7 ഡീൽസ് വിത്ത് വാട്ട്? ഷെഡ്യൂൾ 7 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് 3 ലിസ്റ്റ് 1, ലിസ്റ്റ് 2 ആൻഡ് ലിസ്റ്റ് 3. ലിസ്റ്റ് 1 എന്താണ്? ലിസ്റ്റ് 1 പാർലമെൻറ്റ് ആയിട്ട് ബന്ധപ്പെട്ട പാർലമെൻറ്റിന് നിയമനിർമ്മാണം നടത്താൻ സാധിക്കുന്ന എൻട്രീസ് ആണ് ഏതിലുള്ളത്? ലിസ്റ്റ് 1 വരുന്നത്. ലിസ്റ്റ് 2 ഒരു സംസ്ഥാന നിയമസഭയ്ക്ക് നിയമനിർമ്മാണം നടത്താൻ സാധിക്കുന്ന എൻട്രീസ് ആണ് ലിസ്റ്റ് 2 ലിസ്റ്റ് 3 കൺകറൻറ്റ് സബ്ജക്ട്സ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർലമെൻറ്റിനും അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭയ്ക്കും നിയമനിർമ്മാണം നടത്താൻ സാധിക്കും. പക്ഷേ ഇഫ് ഇൻ കേസ് ഒരു 2 പാർലമെൻറ്റും സംസ്ഥാന നിയമസഭയും കൺകറൻ്റ് ആയിട്ടുള്ളൊരു വിഷയത്തിൽ നിയമനിർമ്മാണം നടത്തുകയാണ് എങ്കിൽ പാർലമെൻറ്റിൻ്റെ നിയമം അവിടെ പ്രിവെയിൽ ചെയ്യും എന്നുള്ളൊരു പ്രൊവിഷനും കൂടെ ഉണ്ട്. അപ്പം കേരള ലോകായുക്ത നിയമവുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ഫങ്ഷൻസ് ഏത് അതോറിറ്റീസുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും? ഇപ്പം ഓൾ ഇന്ത്യ സർവീസിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഡയറക്റ്റായിട്ട് ഇത് പറ്റത്തില്ല. അതായത് ഇറ്റ് ഫോൾസ് അണ്ടർ ലോകായുക്തയുടെ കേസിൽ മീൻസ് ലോക്പാലിൻ്റെ കീഴിലാണ് ഇത് വരുന്നത്. ഇഫ് ഐ എം നോട്ട് റോങ്. ഓക്കെ, ഞാൻ ക്ലാരിറ്റി തരാം. അപ്പം ശരിക്കും ഒറിജിനൽ ആക്ട് പ്രൊവൈഡ് ചെയ്യുന്നത് സ്പെസിഫൈഡ് അതോറിറ്റീസ് എന്ന് പറയുന്നത് ലിസ്റ്റ് 2 ആൻഡ് ലിസ്റ്റ് 3. ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റുമായിട്ട് ബന്ധമുള്ള എൻട്രീസ് ഏതൊക്കെയാണ്? ഒന്ന് ലിസ്റ്റ് 2, പിന്നെ അതുപോലെ തന്നെ കൺകറൻറ്റ് ലിസ്റ്റ്. അപ്പോൾ ലിസ്റ്റ് 2 ആൻഡ് ലിസ്റ്റ് 3 ആണ് വരുന്നത്. സോ ആൻസർ ലിസ്റ്റ് 2 ഓർ ലിസ്റ്റ് 3 ഓഫ് ദ 7th ഷെഡ്യൂൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇപ്പോൾ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റിൽ സ്റ്റേറ്റ് ലിസ്റ്റ് ആൻഡ് കൺകറൻറ്റ് ലിസ്റ്റാണ് എന്തിൻ്റെ പരിധിയിൽ വരുന്നത്? സ്റ്റേറ്റ് ലിസ്റ്റ് ആൻഡ് കൺകറൻറ്റ് ലിസ്റ്റാണ് ഈ പറയുന്ന പോലെ നമ്മുടെ ലോകായുക്ത ആക്ടിൻ്റെ പരിധിയിൽ വരുന്നത്. ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആൻ ആക്ട് ടു മേക്ക് പ്രൊവിഷൻ ഫോർ ദ അപ്പോയിൻമെൻറ്റ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് സർട്ടൺ അതോറിറ്റീസ് ആണ് ലോകായുക്ത ആൻഡ് ഉപലോകായുക്താക്സ്. എന്തിനു വേണ്ടിയാണ് അവർ അപ്പോയിൻറ്റ് ചെയ്യുന്നത്? ഫോർ മേക്കിംഗ് എൻക്വയറീസ് ഇൻ ടു എനി ആക്ഷൻ ഇൻക്ലൂഡിംഗ് എനി ഒമിഷൻ ആൻഡ് കമ്മീഷൻ ഇൻ കണക്ഷൻ വിത്ത്
or arising out of such action relatable to matters specified in list 2 or list 3 of the 7th schedule to the Constitution of India, taken by or on behalf of Government of Kerala or certain public authorities in the state of Kerala in certain cases, and for matters connected there with or ancillary thereto. സി ഇത് ലീഗൽ ലാംഗ്വേജ് ആണ്. അതിൻ്റെ അകത്ത് ദെയർ ഇൻ ദെയർ ടു ദെയർ വിത്ത് എന്നൊക്കെയുള്ള സാധനം വരുമ്പം അവർ ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണ്. ലിസ്റ്റ് 2ലും ലിസ്റ്റ് 3ലും പെട്ടിട്ടുള്ള സ്പെസിഫൈഡ് അതോറിറ്റീസ് അവരുടെ പ്രവർത്തികൾ ചെയ്യുന്നത് വഴിയോ ചെയ്യാത്തത് വഴിയോ അവർ കമ്മിറ്റ് ചെയ്യുന്ന സോക്കോൾഡ് എന്താ പറയണ്ടേ ജനദ്രോഹപരമായിട്ടുള്ള അല്ലെങ്കിൽ ജനങ്ങളുടെ വില്ലിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ അന്വേഷിക്കുന്നതിന് വേണ്ടി അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്ന അതോറിറ്റീസിനെ സംബന്ധിച്ച് എന്നാണ് ഈ പാസേജിൽ ഉദ്ദേശിക്കുന്നത്. ആക്ട് ടു മേക്ക് പ്രൊവിഷൻ ഫോർ ദ അപ്പോയിൻമെൻറ്റ് ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് സർട്ടൻ അതോറിറ്റീസ്. സർട്ടൻ അതോറിറ്റീസ് ആണ് ലോകായുക്ത ആൻഡ് 2 ലോകായുക്തേഴ്സ്. എന്തിനു വേണ്ടിയാണ്? മേക്കിംഗ് എൻക്വയറീസ്, അന്വേഷണം നടത്താൻ വേണ്ടി. എന്തുമായിട്ട് ബന്ധപ്പെട്ട എനി ആക്ഷൻ, എന്ത് ആക്ഷനും ആകാം. അല്ല, ലോക്പാലിലും ഈ പറയുന്ന പോലെ ഡൈല്യൂഷൻ ഒരുപാടുണ്ട്. ഇത് രണ്ടും നെയിം സേക്ക് മാത്രമാണ്. ഇപ്പോൾ ഈ അണ്ണാ ഹസാരെ, അതുപോലെ തന്നെ നമ്മുടെ ഡൽഹി ചീഫ് മിനിസ്റ്റർ ആയിരുന്ന അരവിന്ദ് കെജ്രിവാൾ, ഇവരൊക്കെ നമ്മുടെ ഡൽഹിയിൽ പ്രക്ഷോഭം നടത്തിയത് മൊത്തം ഈ ലോക്പാലുമായിട്ട് ബന്ധപ്പെട്ടാണ്. പിന്നീട് ഇപ്പോൾ കുറ്റവിമുക്തനായെങ്കിൽ പോലും സമാനമായ ഒരു ആരോപണത്തിലാണ് പുള്ളി ജയിലിൽ പോയത്. ആരാണ്? നമ്മുടെ അയാളുടെ പേര് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഡൽഹി ചീഫ് മിനിസ്റ്റർ അരവിന്ദ് കെജ്രിവാൾ. മാത്രമല്ല ഇവരൊക്കെ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് രാഷ്ട്രീയക്കാരായിട്ട് മാറുക ചെയ്തത്. അണ്ണാ ഹസാരയുടെ കേസ് എന്താ? പുള്ളികളെ പറ്റി വലിയ അറിവില്ല. സോ ഡൽഹിയിൽ വലിയൊരു പ്രക്ഷോഭം നടന്നിരുന്നു 2012-13 സമയത്ത്. ലോക്പാൽ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരണം, ലോക്പാൽ അപ്പോയിൻ്റ് ചെയ്യണമെന്നും പറഞ്ഞു. ഇത് ഈ സ്ലൈഡ് ഇടുമ്പോഴേ ആദ്യത്തെ സ്ലൈഡും അവസാനത്തെ സ്ലൈഡും കൂടെ ഒന്ന് കമ്പയർ ചെയ്യണം. ഇതാ നോക്കൂ, ഉപലോകായുക്ത എലോൺ ക്യാൻ, ഒറ്റയ്ക്ക് ഉപലോകായുക്തയ്ക്ക് അന്വേഷിക്കാൻ പറ്റുന്ന എന്താണ്? പഞ്ചായത്ത് ഓഫീഷ്യൽസ്, മുനിസിപ്പൽ സ്റ്റാഫ്, ജൂനിയർ ഓഫീസേഴ്സ്. ഓക്കെ, ഉപലോകായുക്തയ്ക്ക് ഒറ്റയ്ക്ക് അന്വേഷിക്കാം. ഗവൺമെൻറ് റെഫറൻസിൽ അന്വേഷണം നടത്താൻ പറ്റും. ഈവൻ ഇഫ് നോ കംപ്ലൈൻറ്റ് ഈസ് ഫയൽ, ഗവൺമെൻറ് ക്യാൻ റെഫറൻസ് എനി കേസ് ടു ലോകായുക്ത. ഒരു പോയിൻ്റ് ഉണ്ടായിരുന്നല്ലോ. If there is any difference of opinion between Lokayukta and Upalokayukta, the Lokayukta plus both Upalokayuktas will examine the case. The majority decision will prevail. Clarification. Top level officials in the case. Top level officials in the case ആണ് ഡ്യൂ ആയിട്ട് അന്വേഷിക്കേണ്ടത്. In any matter related to top officials like CM, Chief Minister, Ministers, the term ലോകായുക്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ആരൊക്കെ പെടും? ലോകായുക്തയും വൺ ഓർ ബോത്ത്. ഓക്കെ, സാധാരണ ഇത് നോർമൽ കൺവെൻഷൻ ഈസ് ദാറ്റ് ഒരു ഡ്യൂ ആയിട്ടായിരിക്കും അവർ അന്വേഷിക്കുന്നത്. ലോകായുക്ത ഒരു ഉപലോകായുക്തയും ചേർന്നായിരിക്കും ഒരു മന്ത്രിയുടെ കേസൊക്കെ എടുക്കുന്നത് അന്വേഷിക്കാൻ. അപ്പോൾ ദേ ആർ ആൻറ്റി കറപ്ഷൻ ഓംബുഡ്സ്മാൻ. ഓക്കെ, വാട്ട് ഡു ദേ ഡു എൻക്വയറീസ്. അവർ അന്വേഷണം നടത്തും. പണ്ട് അവർക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റുമായിരുന്നു, ഇപ്പോൾ ഡിക്ലെയർ ചെയ്യാൻ പറ്റത്തില്ല. ദേ ക്യാൻ ഓൺലി മേക്ക് റെക്കമെൻഡേഷൻസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്ലൈഡ് വായിച്ച് നോക്കിയാൽ മതി. ശരി, അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ഹോപ്പ് യു എൻജോയ്ഡ് ദ സെഷൻ. സോ ഈ ഭാഗത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. സോ സാറ്റർഡേ സൺഡേ റിവിഷൻ സമയത്ത് we can solve more questions.